everyone, welcome to Vedantu Malayalam channel. ഞാൻ അഞ്ജന, യുവർ ബയോളജി ടീച്ചർ. അപ്പം നമ്മൾ ഇന്ന് ഒരു മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ റെഡിയാക്കിയിട്ടുണ്ട്. സോ ആ ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾ എല്ലാവരും സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ നമുക്ക് ഈ ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളെല്ലാവരും കൂടെ സോൾവ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് ബോട്ടണി പാർട്ടിലാണ്. സോ ബോട്ടണി പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സുവോളജി പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബോട്ടണി പാർട്ടിലെ ആദ്യത്തെ ചോദ്യം ഏതാന്ന് നോക്കാം. സോ ആഫ്റ്റർ സിംഗാമി and triple fusion in embryo sac, embryo will be dash and endosperm will be triploid. Okay, so endosperm എന്താണ് എന്നുള്ളത് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ, ട്രിപ്ലോയിഡ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ എംബ്രിയോ എന്തായിരിക്കും? സി ഒരു എംബ്രിയോ സാക്ക് നമ്മൾ ഇതുപോലെ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ മൈക്രോപൈലർ എൻഡിൽ 3 സെൽസ് കാണാൻ പറ്റും. ഇതിനെ നമ്മൾ എഗ് അപ്പറേറ്റസ് എന്ന് വിളിക്കും. ഓപ്പോസിറ്റ് എൻഡിൽ 3 സെൽസ് നമുക്ക് കാണാൻ പറ്റും. അതിനെ നമ്മൾ ആന്റിപോഡൽസ് എന്ന് വിളിക്കും. സോ നടുക്ക് 2 ന്യൂക്ലിയസിനെ കാണാൻ പറ്റും. അതിനെ നമ്മൾ പോളാർ ന്യൂക്ലിയ എന്ന് വിളിക്കും അല്ലെ. സോ നമ്മുടെ മെയിൽ ഗാമേറ്റ് അല്ലെ, മെയിൽ ഗാമേറ്റ് 2 മെയിൽ ഗാമേറ്റ് ആണ് ഒരു പോളൻ ഗ്രെയിനിൽ നിന്നും റിലീസ് ആവുന്നുള്ളത്. സോ 2 മെയിൽ ഗാമേറ്റ് ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ ഒരു മെയിൽ ഗാമേറ്റ് എന്താവുന്നുണ്ട്, നമ്മുടെ പോളാർ ന്യൂക്ലിയന്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് ട്രിപ്പിൾ ഫ്യൂഷൻ ചെയ്യുന്നുണ്ട്. ട്രിപ്പിൾ ഫ്യൂഷന്റെ എൻഡ് പ്രോഡക്റ്റ് ആയിട്ട് എൻഡോസ്പെർം പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. സോ ദിസ് ഇസ് ട്രിപ്ലോയിഡ്. 2 ന്യൂക്ലിയസ് ഇവിടെ ആൾറെഡി ഉണ്ട്. ഒരു മെയിൽ ഗാമറ്റും കൂടെ ആവുമ്പോൾ ഇവിടെ ട്രിപ്ലോയിഡ് ആയി അല്ലെ. പക്ഷേ ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്താണ്, ഒരു എഗ് ആണുള്ളത് അല്ലെ. ഒരു എഗ്ഗിൽ ഒരു ന്യൂക്ലിയസ്, അപ്പോൾ N അല്ലെ. അതുപോലെ തന്നെ മെയിൽ ഗാമറ്റിലെ ഒരു ന്യൂക്ലിയസ്, അപ്പോൾ അതും N. സോ ഈ 2 N ആവുമ്പോൾ എന്തായി മാറി, ഡിപ്ലോയിഡ്. സോ എൻഡോസ്പെർം ട്രിപ്ലോയിഡ് ആണെങ്കിൽ എംബ്രിയോ എപ്പോഴും എന്തായിരിക്കും, ഡിപ്ലോയിഡ് ആയിരിക്കും. 2N ആയിരിക്കും. ഓക്കെ, സോ 2N ഇൻ നമ്പർ ആയിരിക്കും. ഓക്കെ, യെസ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Name the innermost wall layer of microsporangium which nourishes the pollen grain. So pollen grain നെ നറിഷ് ചെയ്യുന്ന ലെയർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ ഒരു മൈക്രോസ്പൊറാഞ്ചിയനെ പറ്റി പഠിക്കാൻ നോക്കുകയാണെങ്കിൽ, സോ നമ്മൾ ക്രോസ് സെക്ഷൻ എടുക്കുന്നുണ്ട് അല്ലെ, ആന്തറിന്റെ ക്രോസ് സെക്ഷൻ എടുക്കുന്നുണ്ട്. അതിന് ക്രോസ് സെക്ഷൻ എടുത്തിട്ട് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുമ്പോൾ ആന്തറിന് 4 ലെയർ ഓഫ് വാൾ ആണ് ഉള്ളത്. ഓക്കെ, 4 ലെയർ ഉണ്ട്. ഓക്കെ, ഔട്ടർ മോസ്റ്റ് ലെയറിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, എപ്പിഡെർമിസ് എന്ന് വിളിക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്, എൻഡോതീസിയം ആണ്. അത് കഴിഞ്ഞതിന് ശേഷം മിഡിൽ ലെയർ ആണ് കാണാൻ പറ്റുക. അതിന്റെ ഉള്ളിലായിട്ടാണ് നമുക്ക് ടെപ്പറ്റം കാണാൻ പറ്റുക. ഓക്കെ, ആദ്യത്തെ 3 ലെയറും ഈ 3 ലെയറും ഹെൽപ്സ് ഇൻ പ്രൊട്ടക്ഷൻ. ഈ 3 ലെയർ എന്താണ് ചെയ്യുന്നത്, ഹെൽപ്സ് ഇൻ പ്രൊട്ടക്ഷൻ. പക്ഷെ ഇന്നർ മോസ്റ്റ് ലെയർ, ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, ടെപ്പറ്റം എന്ന് വിളിക്കും. ഈ ടെപ്പറ്റം ആണ് നെക്സ്റ്റ് ഇവിടെ പോളൻ ഗ്രെയിൻസ് ഡെവലപ്പ് ആവുകയാണ്. ആ പോളൻ ഗ്രെയിൻസിന് വേണ്ട ന്യൂട്രീഷൻസ് ഒക്കെ കൊടുക്കുന്നുള്ളത്. ഓക്കെ, ആരാണ് ടെപ്പറ്റം എന്ന് പറയുന്ന ലെയർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The density of population in a given habitat increases or decreases due to different reasons. Okay, name 2 factors responsible for decrease in population in a given area. Okay, decrease ചെയ്യാൻ. Okay, so ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡിക്രീസ് ആകാൻ, ഒരു പോപ്പുലേഷന്റെ സൈസ് ഡിക്രീസ് ആവാൻ കാരണക്കാര് ആരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഫാക്ടർ ആണ് പോപ്പുലേഷൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, ആദ്യത്തേത് നറ്റാലിറ്റി ആണ്. ഓക്കെ, നാറ്റാലിറ്റി. രണ്ടാമത്തത് മോർട്ടാലിറ്റി. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഇമിഗ്രേഷൻ. ഓക്കെ, ഇമിഗ്രേഷൻ ആൻഡ് എമിഗ്രേഷൻ. ഓക്കെ, ഇങ്ങനെ 4 ഫാക്ടേഴ്സ് ആണ്. ഈ 4 ഫാക്ടേഴ്സിൽ ആദ്യത്തെ ഫാക്ടർ നറ്റാലിറ്റി എന്ന് പറയുന്നത് പോപ്പുലേഷൻ സൈസ് ഇൻക്രീസ് ചെയ്യാൻ, അതായത് ബൈ ബർത്ത് ആൾക്കാർ കൂടുകയാണ്. അപ്പോൾ എന്താവും, പോപ്പുലേഷന്റെ സൈസ് ഇൻക്രീസ് ആവും. ഇൻക്രീസ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. മോർട്ടാലിറ്റി എന്ന് പറയുമ്പോൾ പോപ്പുലേഷൻ അതായത് ഡിക്രീസ് ആവുകയാണ്, അതായത് ബൈ ഡെത്ത്. ഒരു ഇൻഡിവിജ്വൽ മരിച്ചു പോകുന്നത് കൊണ്ട് ഒരാളാണ് അവിടെ ഡിക്രീസ് ആവുന്നുള്ളത് അല്ലെ. അതുപോലെ എത്ര ആൾ മരിക്കുന്നുണ്ടോ ആ ഒരു പോപ്പുലേഷനിൽ അത് ഡിക്രീസ് ആവുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലേസിൽ നിന്നും ഈ ഒരു പ്ലേസിലേക്ക് എൻ്റർ ആവുന്ന പീപ്പിൾസിനെ അല്ലെങ്കിൽ എൻ്റർ ആവുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, ഇമിഗ്രൻസ് എന്ന് വിളിക്കും. ഓക്കെ, എമിഗ്രൻസ് അല്ലെങ്കിൽ എമിഗ്രേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ പോപ്പുലേഷനിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്. സോ ഇമിഗ്രേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, പോപ്പുലേഷനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എമിഗ്രേഷൻ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഡിക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആരൊക്കെയാണ്, മോർട്ടാലിറ്റി ആൻഡ് എമിഗ്രേഷൻ. ഓക്കെ, യെസ്. സോ നെക്സ്റ്റ് വൺ, DNA fragments with same kind
കൈൻഡ് ഓഫ് സ്റ്റിക്കി ആൻഡ്സ് ക്യാൻ ബി ജോയിൻഡ് ബൈ. ഓക്കെ, സോ ഇതുപോലെ ഒരു എന്തുണ്ട്, നമുക്കൊരു DNA ഫ്രാഗ്മെന്റ്സ് ഉണ്ട്. ഓക്കെ, 2 ഫ്രാഗ്മെന്റ് ആണുള്ളത്. സോ ഈ ഫ്രാഗ്മെന്റിൽ ഒരേപോലെയുള്ള സ്റ്റിക്കി എൻസ് ഉണ്ട്. ഓക്കെ, ഒരേപോലെയുള്ള സ്റ്റിക്കി എൻസ് ആണുള്ളത്. ഈ 2 സ്റ്റിക്കി എൻസ് ജോയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമിന്റെ പേരെന്താണ്? ലൈഗേസ് ആണോ, എൻഡോന്യൂക്ലിയസ് ആണോ, എക്സോന്യൂക്ലിയസ് ആണോ, പോളിമറേസ് എൻസൈം ആണോ? ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? എൻഡോന്യൂക്ലിയസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇൻ ബിറ്റ്വീൻ DNA കട്ട് ചെയ്യുന്ന ആളാണ്. സോ കട്ട് ചെയ്യുന്ന ആളെ എന്തായാലും ഇത് ഗ്ലൂ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യില്ല. എക്സോന്യൂക്ലിയസും ന്യൂക്ലിയസിനെ കട്ട് ചെയ്യുന്ന ആളാണ്, അതും ഹെൽപ്പ് ചെയ്യുന്നില്ല. പോളിമറേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്യുന്ന ആളാണ്, അത് റെപ്ലിക്കേഷനിലാണ് നമുക്ക് കാണാൻ പറ്റുക. ഇതും നമ്മുടെ ആളല്ല അല്ലെ. അപ്പോൾ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? മോളിക്കുലർ ഗ്ലൂ എന്ന് പറയുന്ന ആളാരാണ്? ദാറ്റ് ഈസ് ലൈഗേസ് എൻസൈം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ പ്രിൻസിപ്പൽ ഓഫ് PCR? PCR എന്ന് പറയുന്ന ടെക്നിക്കിന്റെ പ്രിൻസിപ്പൽ എന്താണ്? സോ എന്താണ് ആക്ച്വലി ഈ ഒരു PCR ടെക്നിക്കിൽ ചെയ്യുന്നുള്ളത്? ആംപ്ലിഫിക്കേഷൻ ഓഫ് DNA അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് DNA അല്ലെ. സോ ഒരു DNA പീസ് ഉണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ബില്യൺ കോപ്പീസ് ഓഫ് DNA ആക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ PCR എന്ന് വിളിക്കുന്നത് അല്ലെ. സോ PCRൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആംപ്ലിഫിക്കേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. എന്താണ് ചെയ്യുന്നത്? ആംപ്ലിഫിക്കേഷൻ. Yes. Next question നോക്കാം. Flowering plant have developed many devices to discourage self-pollination and to encourage cross-pollination. List out such feature found in plants. So, ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഡിസ്കറേജ് സെൽഫ് പോളിനേഷനും അതുപോലെ തന്നെ എൻകറേജ് ക്രോസ് പോളിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. എന്താണ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്? ഏതെങ്കിലും ഒരു 2 ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസിന് നെയിം ചെയ്യണം നമ്മൾ. സോ ഫസ്റ്റ് വൺ നമുക്ക് ഏത് പറയാം? എന്താണ്? സെൽഫ് ഇൻകംപാറ്റിബിലിറ്റി അല്ലെ. സെൽഫ് ഇൻകംപാറ്റിബിലിറ്റി. യെസ്. അടുത്തത് നമുക്ക് ഹർക്കോഗാമി പറയാം അല്ലെ. ഹർക്കോഗാമി. സോ അതായത് സെൽഫ് ഇൻകംപാറ്റിബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ആ ഒരു പ്ലാന്റിലെ പോളൻ ഗ്രെയിന് തന്നെ ആ ഒരു അതേ പ്ലാന്റിന്റെ അല്ലെങ്കിൽ അതേ ഫ്ലവറിന്റെ സ്റ്റിഗ്മയിൽ വന്ന് വീണിട്ടുണ്ടെങ്കിൽ അവിടെ പോളിനേഷൻ നടക്കില്ല. പോളിനേഷൻ അതായത് പോളൻ ഗ്രെയിൻ അവിടെ വന്ന് വീണിട്ടുണ്ടെങ്കിലും പോളൻ പിസ്റ്റൽ ഇന്ററാക്ഷൻ നടക്കുന്നില്ല, ഫർട്ടിലൈസേഷൻ നടക്കുകയേ ഇല്ല. സോ ആ ഒരു പ്രോസസ്സിനെയാണ്, ആ ഒരു ജനറ്റിക് ഒരു ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൽഫ് ഇൻകംപാറ്റിബിലിറ്റി എന്ന് പറയുന്നത്. ഹർക്കോഗാമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൽ പ്ലാന്റ് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, മെയിൽ പ്ലാന്റ് ഡിഫറെന്റ് ആയിരിക്കും, അതുപോലെ തന്നെ ഫീമെയിൽ പ്ലാന്റ് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഇതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? ഹർക്കോഗാമി എന്ന് വിളിക്കും. അതുപോലെ തന്നെ നെക്സ്റ്റ് യൂണിസെക്ഷൽ ഫ്ലവർ. ഓക്കെ, സോ ഒരു ഫ്ലവറിനകത്ത് ഒന്നില്ല മെയിൽ ഗാമിറ്റ്സിനെ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, ഇനിയൊന്നില്ല വെറും ഫീമെയിൽ ഗാമിറ്റ്സിനെ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഇപ്പം നമ്മൾ കുക്കുംബറും അതുപോലെ തന്നെ പംകിൻ ഇതിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് യൂണിസെക്ഷൽ ഫ്ലവർ ആണ് കാണുക. സോ അതിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ക്രോസ് പോളിനേഷൻ ആണ്. ഇങ്ങനെ ഒരുപാട് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരു 2 ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഡിഫറൻഷിയേറ്റ് ട്രൂ ഫ്രൂട്ട്സ് ഫ്രം ഫാൾസ് ഫ്രൂട്ട്. ട്രൂ ഫ്രൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സി ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ദ ഓവറി ഈസ് ഗോയിങ് ടു ഡെവലപ്പ് ഇൻടു, ഓവറി എന്തായിട്ട് മാറുന്നുണ്ട്? ഫ്രൂട്ട് ആയിട്ട് മാറുന്നുണ്ട് അല്ലെ. ഓവറി ഫ്രൂട്ട് ആയിട്ട് മാറുകയാണെങ്കിൽ ഓക്കെ, സോ അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? ട്രൂ ഫ്രൂട്ട് എന്ന് വിളിക്കും. ഓക്കെ, ഫാൾസ് ഫ്രൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫാൾസ് ഫ്രൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനി അതർ, അതായത് ഓവറി അല്ലാതെ, സോ ഓവറി അല്ലാതെ എനി അതർ പാർട്സ്, എനി അതർ പാർട്സ് ഓക്കെ ഡെവലപ്പിംഗ് ഇൻ ടു ഫ്രൂട്ട്, അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? ഫാൾസ് ഫ്രൂട്ട് എന്ന് വിളിക്കും. ഓക്കെ, സോ എക്സാമ്പിൾ ഏത് പറയാം? ഓവറിക്ക് ഏതാണ് എക്സാമ്പിൾ? അതായത് ട്രൂ ഫ്രൂട്ടിന് ഏതാണ് എക്സാമ്പിൾ? ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മതി. നമ്മൾ എപ്പോഴും കഴിക്കുന്ന ഏതെങ്കിലും ഒരു ഫ്രൂട്ടിന്റെ എക്സാമ്പിൾ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും, എക്സെപ്റ്റ് ബനാന. ഓക്കെ, സോറി നമുക്ക് ബനാനയും പറയാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഫാൾസ് ഫ്രൂട്ടിന് നമുക്ക് എക്സാമ്പിൾ സ്ട്രോബെറി, അതുപോലെ തന്നെ നമുക്ക് ആപ്പിൾ പറയാം, അതുപോലെ തന്നെ കാഷ്യൂ ഫ്രൂട്ട് ഇല്ലേ, അതിനൊക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, സോ ഫാൾസ് ഫ്രൂട്ടിന് ആപ്പിൾ. യെസ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Read the statement below and identify the mode of interaction between the species. Okay, so tiger eating deer. So tiger eating deer എന്ന് പറയുമ്പോൾ ഇവിടെ ഏതാണ് ഒരു ഇന്ററാക്ഷൻ നമുക്ക് കാണാൻ പറ്റുക? So this is purely parasitism, sorry, predation അല്ലെ. സോ പ്യൂർലി എന്താണ് ഇത്? പ്രിഡേഷൻ ആണ്. യെസ്. അടുത്തത് ബട്ടർഫ്ലൈ ഫീഡിങ് ഓൺ പോളൻ. സോ ഇവിടെ ഫ്ലവർ
അല്ലെ, ഫ്ലവറിലാണ് പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ആവുന്നത്. ഫ്ലവറിന് പോളിനേഷൻ ആവണമെന്നുണ്ടെങ്കിൽ അവിടെ ബട്ടർഫ്ലൈ വരണം അല്ലെ. അപ്പോൾ ബട്ടർഫ്ലൈക്ക് എന്തെങ്കിലും കിട്ടിയാലല്ലേ ബട്ടർഫ്ലൈ വന്ന് പോളിനേഷൻ ചെയ്യുള്ളൂ അല്ലെ. അപ്പോൾ ബട്ടർഫ്ലൈക്ക് എന്താണ് ഈ പ്ലാന്റ് കൊടുക്കുന്നത്? നെക്ടറും പോളൻ ഗ്രെയിൻസും അല്ലെ. സോ പോളനും നെക്ടറും എന്ത് ചെയ്യുന്നുണ്ട്? ബട്ടർഫ്ലൈക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാന്റിന് നമ്മുടെ ബട്ടർഫ്ലൈ എന്ത് കൊടുക്കുന്നുണ്ട്? പോളിനേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താണിത്? ദിസ് ഈസ് മ്യൂച്വൽ അല്ലെ. സോ മ്യൂച്വലിസം. യെസ്. അടുത്തത് ലൈസ് ഓൺ ഹ്യൂമൻ. സോ ഹ്യൂമന്റെ തലേന്റെ മുകളിലുള്ള പെയിന് അതെന്താണത്? ആക്ച്വലി ഏത് ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ ആണ് അവിടെ നമുക്ക് കാണാൻ പറ്റുക? ഹ്യൂമൻസിന് പെയിന് തലയിലുള്ളത് കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? ഇല്ല. പക്ഷേ ഇതിനോ നമുക്ക് എന്തെങ്കിലും ഹാംഫുൾ ഉള്ളതേ ഉള്ളൂ. അതായത് നമ്മുടെ ന്യൂട്രീഷനൊക്കെ അത് വലിച്ച് കുടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കത് സ്ലൈറ്റ്ലി നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് തരുന്നുള്ളത്. പക്ഷേ ലൈസിന് ഒരുപാട് ഉപകാരങ്ങളല്ല അല്ലേ. സോ അതിൻ്റെ അതായത് ഒരു വെൽ ഡെവലപ്ഡ് ഡൈജസ്റ്റീവ് സിസ്റ്റം വേണമെന്നില്ല, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ ഇത് പാരാസൈറ്റിസം അല്ലെ. നെക്സ്റ്റ് ഓർക്കിഡ് അറ്റാച്ച് ടു എ ട്രീ. സോ ഇവിടെ ഏത് രീതിയിലുള്ള ഇന്ററാക്ഷൻ ആണ് നമുക്ക് കാണാൻ പറ്റുക? സി, ട്രീക്ക് ഓർക്കിഡ് ഉള്ളത് കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല. പക്ഷെ ഓർക്കിഡിന് ട്രീന്റെ മുകളിൽ ഉള്ളത് കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. എന്തൊക്കെയാണ്? അതിന് ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് കിട്ടുന്നുണ്ട്, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ദിസ് ഈസ് കോൾഡ്, ഒന്നിന് സീറോ ഇന്ററാക്ഷനും ഇനിയൊരു സ്പീഷീസിന് പോസിറ്റീവ് ഇന്ററാക്ഷൻ ആണ്. ഇതിന് നമ്മൾ കമൻസലിസം എന്ന് വിളിക്കും. ഓക്കെ, സോ ദിസ് ഈസ് കമൻസലിസം. ഓക്കെ അല്ലേ? യെസ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പാരസൈറ്റ് ഇൻവോൾവ്ഡ് സ്പെഷ്യൽ അഡാപ്റ്റേഷൻ ടു ലീവ് ഓൺ ഹോസ്റ്റ്. ഓക്കെ, സോ ഏതൊക്കെയാണ് ആ ഒരു സ്പെഷ്യൽ അഡാപ്റ്റേഷൻ നമുക്ക് നോക്കാം. സി, ആദ്യം മൗത്ത് പാർട്ട് സക്കർ അല്ലെങ്കിൽ ഹുക്ക് ടൈപ്പ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, സക്കർ അല്ലെങ്കിൽ ഹുക്ക് ടൈപ്പ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ലോസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം വലിയ രീതിയിലുള്ള, അതായത് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റം അതിൽ കാണാൻ പറ്റില്ല. റിപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഭയങ്കര നല്ല ഒരു റിപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ആയിട്ട് കുറേ ഇൻഡിവിജ്വൽസിന് അതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് അൺനെസസറി സെൻസ് ഓർഗൻസ് ഒന്നും ഇതിൽ ഉണ്ടാവില്ല. സോ ഇതൊക്കെയാണ് ഒരു പാരാസൈറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്ന അഡാപ്റ്റേഷൻസ്. യെസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If the female parent produces bisexual flower, emasculation is necessary in artificial hybridization. Okay, artificial hybridization എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ ഇമാസ്കുലേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. എന്താണ് ഇമാസ്കുലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫ്ലോറൽ ബഡ് കണ്ടീഷനിൽ ഉണ്ടാകുമ്പോൾ തന്നെ, അതായത് ഒരു മൊട്ട ആയിരിക്കുമ്പോൾ തന്നെ, ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ട് വിരിഞ്ഞിട്ടില്ല, മൊട്ടായിട്ട് തന്നെ ഇരിക്കുകയാണ്. ആ ഒരു സമയത്ത് തന്നെ നമ്മൾ പെറ്റൽസും സെപ്പൽസും ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട്, ഓക്കെ, പിരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഉള്ളിലുള്ള ആന്തേഴ്സിനൊക്കെ ഫോർസെപ്സ് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇത് പറയുന്നത് ഇമാസ്കുലേഷൻ, റിമൂവൽ ഓഫ് ആന്തർ ഫ്രം ദി ഫ്ലോറൽ ബഡ്. അതിന് നമ്മൾ ഇമാസ്കുലേഷൻ എന്ന് പറയും. ഓക്കെ, റൈറ്റ് ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഇമാസ്കുലേഷൻ ചെയ്യുന്നത് കൊണ്ട് സെൽഫ് പോളിനേഷൻ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ്ലി പ്രിവെന്റ് ചെയ്യാൻ പറ്റും. Okay, so soon after emasculation we need to cover the flower by bagging. Okay, ഒരു ബാഗിങ് വെച്ചിട്ട് നമ്മളതിനെ, ഒരു ബാഗ് വെച്ചിട്ട് നമ്മളതിനെ കവർ ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ വേറെ നമ്മൾ വിചാരിക്കാത്ത ഏതെങ്കിലും ഒരു പോളൻ ഗ്രെയിൻ വന്നിട്ട് അവിടെ ഫെർട്ടിലൈസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ആ ഒരു ചാൻസസ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ ബാഗ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. സോ പ്രിവെന്റ് സെൽഫ് പോളിനേഷൻ, അതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. അതുപോലെ തന്നെ ഇമാസ്കുലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിമൂവൽ ഓഫ് ആന്തർ ഫ്രം ദി ഫ്ലവർ ബഡ്. Okay, yes. Next, pollen grains are preserved as fossils. How? എങ്ങനെയാണ് നമ്മൾ ഒരു പോളൻ ഗ്രെയിന് കുറേ കാലം വരെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുക? ബിക്കോസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമുക്ക് ഈ ഒരു പോളൻ ഗ്രെയിൻസിന്, ഓക്കെ, പോളൻ ഗ്രെയിൻസിന് എന്തൊക്കെയാണുള്ളത്? ഒരു വെജിറ്റേറ്റീവ് സെല്ലുണ്ട്, ഒരു ജെർമിനേറ്റീവ് സെല്ലുണ്ട് അല്ലെ. അതിന് ചുറ്റുമായിട്ട് എന്ത് കാണാൻ പറ്റും? നമുക്ക് ഒരു പ്ലാസ്മ മെംബ്രെയിൻ കാണാൻ പറ്റും. പ്ലാസ്മ മെംബ്രെയിന് ചുറ്റുമായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ഒരു സെൽ വാൾ കാണാൻ പറ്റുന്നുണ്ട്. അതിനെ നമ്മൾ ഇൻറ്റൈൻ എന്ന് വിളിക്കും. അതിന് ചുറ്റുമായിട്ട് നമുക്ക് ഒരു ഇൻകംപ്ലീറ്റ് ലെയർ ഓഫ് സ്പോറോപോളനിൻ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ഇൻകംപ്ലീറ്റ് ലെയർ ഓഫ് സ്പോറോപോളനിൻ കാണാൻ പറ്റുന്നുണ്ട്. ഇതിന് നമ്മൾ എക്സൈൻ എന്ന് വിളിക്കും. സോ ഈ ഒരു സ്പോറോപോളനിൻ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഭയങ്കര ഒരു സ്ട്രോങ് ആസിഡ് ഇട്ടാലോ അല്ലെങ്കിൽ ഒരു
ആൽക്കലൈൻ ഇട്ടാലോ എന്തിട്ടുണ്ടെങ്കിലും ഇതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓർഗാനിക് മാറ്റർ ആണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇതിനെ എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് ഹൗ ഡു പോളൻ ഗ്രെയിൻസ് ഓഫ് മെനി സ്പീഷീസ് അഫക്ട് ഹ്യൂമൻ ഹെൽത്ത്. സോ ഇറ്റ് ഇൻഫെക്റ്റ് അല്ലെങ്കിൽ ഇറ്റ് ഗിവ്സ് ഒരു അലർജിക് റിയാക്ഷൻ. ഓക്കെ, ഒരുമാതിരി അലർജിക് റിയാക്ഷൻ, അതുപോലെ തന്നെ റെസ്പിറേറ്ററി ഡിസോർഡറിനൊക്കെ ഈ ഒരു പോളൻ ഗ്രെയിൻസ് ഹ്യൂമൻ ബീങ്സിന് തരാറുണ്ട്. ഓക്കെ, യെസ്, നെക്സ്റ്റ് എക്സ്പ്ലെയിൻ പോളൻ പിസ്റ്റൽ ഇന്ററാക്ഷൻ. പോളൻ പിസ്റ്റൽ ഇന്ററാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സി, ഒരു സ്റ്റിഗ്മയുടെ മുകളില് പോളിനേഷൻ ആയിട്ട്, ഓക്കെ, ഒരു സ്റ്റിഗ്മയുടെ മുകളില് പോളിനേഷൻ ആയിട്ട് എന്ത് വരുന്നുണ്ട്? ഒരു പോളൻ ഗ്രെയിൻസ് ഇതിന്റെ മുകളിൽ വരുന്നുണ്ട്. ഓക്കെ, പോളൻ ഗ്രെയിൻസ് വന്നതിന് ശേഷം ഈ ഒരു പിസ്റ്റല്, ഓക്കെ, പിസ്റ്റലിലെ ആദ്യത്തെ പാർട്ടാണ് സ്റ്റിഗ്മ, അല്ലെ? സോ ഈ സ്റ്റിഗ്മ എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂട്രിയൻസിന് സപ്ലൈ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ന്യൂട്രിയൻസിന് കൊടുക്കുന്നുണ്ട്. സോ ഇതിപ്പോ കറക്റ്റ് ആയിട്ടുള്ള വെറൈറ്റി ആണെങ്കിൽ മാത്രമേ ഈ സ്റ്റിഗ്മ ന്യൂട്രിയൻസിനൊക്കെ കൊടുക്കുള്ളൂ. ഓക്കെ, സോ അങ്ങനെ ന്യൂട്രിയൻസിനൊക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഈ പോളൻ ഗ്രെയിൻസ് ഇങ്ങനെ വീർക്കുന്നുണ്ട്. ഓക്കെ, അതിലുള്ള ഷുഗറും വാട്ടറും അതുപോലെയുള്ള ഒരുപാട് ന്യൂട്രിയൻസിനൊക്കെ അബ്സോർപ്ഷൻ ചെയ്തിട്ട് ഈ സെൽസ് ഇങ്ങനെ വീർക്കുകയാണ്. അങ്ങനെ വീർക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റ് ഇല്ലേ, സോ ഇതിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റ് ഇങ്ങനെ കൂടി വരികയാണ്. പോളൻ ഗ്രെയിൻസിന്റെ ഉള്ളിലുള്ള കണ്ടന്റ് കൂടിക്കൊണ്ട് വരികയാണ്. അങ്ങനെ കൂടിക്കൊണ്ട് വരുമ്പോൾ ഇവിടെ എന്താവും? ആ ഒരു എക്സൈൻ എന്ന് പറയുന്ന ഒരു ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ഇല്ല, ആ ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നില്ല. അപ്പൊ എന്താവും? എവിടേക്കാണോ ഗ്യാപ്പ് ഉള്ളത് ആ ഗ്യാപ്പിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ട്യൂബ് പോലെ അതിലുള്ള കണ്ടന്റ് പുറത്തേക്ക് വരികയാണ്. അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? പോളൻ ട്യൂബ് എന്ന് വിളിക്കും. അങ്ങനെ ഈ പോളൻ ട്യൂബ് ഇങ്ങനെ ഉള്ളിലേക്ക് വരും. ഈ പോളൻ ട്യൂബിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? മെയിൽ ഗാമെറ്റ് അല്ലെങ്കിൽ ജനറേറ്റീവ് സെല്ല് എൻ്റർ ആവുന്ന കാണാൻ പറ്റും. ആ ജനറേറ്റീവ് സെല്ല് ഇവിടെ ഉള്ളിലേക്ക് എത്തിയതിനു ശേഷം, ഓക്കെ, സോ ഈ ഒരു റീജനിൽ പോളൻ ട്യൂബിന്റെ ഉള്ളിലേക്ക് എത്തിയതിനു ശേഷം സ്റ്റിഗ്മ ത്രൂ സ്റ്റൈലിലേക്ക് ഈ ഒരു പോളൻ ട്യൂബ് ഗ്രോ ആവുകയാണ്. ആ ഗ്രോ ആവുന്ന സമയത്ത് ഈ ഒരു ജനറേറ്റീവ് സെല്ല് അഗെയിൻ മൈറ്റോട്ടിക് ഡിവിഷൻ ചെയ്തിട്ട് 2 മെയിൽ ഗാമിറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അങ്ങനെ എന്നിട്ട് ഇത് എവിടെ പോകുന്നുണ്ട്? ഇങ്ങനെ സ്റ്റൈലിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് ഇവിടെ ഇങ്ങനെ ഓവറി ഉള്ള ഭാഗത്തിലേക്ക് പോവാണ്. ഓക്കെ, ഓവറിന്റെ അടുത്ത് എത്തുമ്പോഴേക്കും ഇവിടെ 3 സെൽസ് ഉണ്ട്. അതായത് മൈക്രോപൈലാർ റീജിയന്റെ അടുത്ത് 3 സെൽസ് ഉണ്ട്. അതിൽ 2 സെൽസിനെ നമ്മൾ സിനർജിഡ് എന്ന് വിളിക്കും. ഓക്കെ, ഈ സിനർജിഡിൽ ഇതുപോലെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ എന്ത് പറയും? എടാ നീ ആ വഴി കൂടെ പോകണ്ട, ഈ വഴി കൂടെ വാന്ന് പറഞ്ഞിട്ട് ആ ഒരു പോളൻ ട്യൂബിന്റെ ഗ്രോത്തിനെ ഇങ്ങനെ ഗൈഡ് ചെയ്യുകയാണ്. അങ്ങനെ അത് പോളൻ ട്യൂബിന്റെ ഉള്ളിലേക്ക്, പോളൻ ട്യൂബ് എങ്ങനെ ഈ ഒരു സിനർജിഡിന്റെ ഉള്ളിലേക്ക് വരികയാണ്. വന്നിട്ട് ഈ സിനർജിഡിനെ അങ്ങ് പൊട്ടിച്ച് കളഞ്ഞിട്ട് ഉള്ളിലേക്ക് എംബ്രിയോ സാക്കിന്റെ ഉള്ളിലേക്ക് എത്തുകയാണ്. സോ ഇതിന് നമ്മൾ എന്ത് വിളിക്കും? പോളൻ പിസ്റ്റൽ ഇന്ററാക്ഷൻ. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം. Multiple copies of gene of interest can be synthesized through PCR. Expand PCR and write its steps. So PCR എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? പോളിമറേസ്. എന്താണ്? പോളിമറേസ് ചെയിൻ റിയാക്ഷൻ. എന്താണ്? പോളിമറേസ് ചെയിൻ റിയാക്ഷൻ എന്നാണ് മീനിങ്. ഓക്കെ, സോ ഏതൊക്കെയാണ് steps involved in this? So actually PCR നമ്മൾ ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ആണ് നടത്തുക. അതായത് ഒരു കുഞ്ഞു പീസ് DNA നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് DNA നമ്മൾ ഉണ്ടാക്കണം. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? PCR എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ആംപ്ലിഫിക്കേഷൻ ഓഫ് DNA എന്ന് വിളിക്കുന്നത്. ആ ആംപ്ലിഫിക്കേഷൻ ഓഫ് DNAക്ക് 3 സ്റ്റെപ്സ് ആണുള്ളത്. ഏതൊക്കെയാണ് 3 സ്റ്റെപ്പ്? ആദ്യത്തേത് എന്താണ്? ദാറ്റ് ഈസ് കോൾഡ് ഡീനാച്ചുറേഷൻ. എന്താണത്? ഡീനാച്ചുറേഷൻ. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പാണ് അനീലിംഗ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് അനീലിംഗ്. ആൻഡ് മൂന്നാമത്തേത് എക്സ്റ്റൻഷൻ. ഓക്കെ, സോ ഡീനാച്ചുറേഷനിൽ ഇങ്ങനെ ഡബിൾ സ്ട്രാൻഡഡ് DNA ഉള്ളത് എന്തായിട്ട് മാറും? സിംഗിൾ സ്ട്രാൻഡഡ് DNA ആയിട്ട് മാറുന്നുണ്ട്. സോ അനീലിംഗിൽ സിംഗിൾ സ്ട്രാൻഡഡ് DNAയിൽ ഒരു പ്രൈമർ എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് അറ്റാച്ച് ആവുന്നുണ്ട്. ഓക്കെ, 3' to 5' ഡയറക്ഷനിലേക്ക് വന്ന് അറ്റാച്ച് ആവുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം എക്സ്റ്റൻഷനിൽ ടാക്ക് പോളിമറേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിനെ, ഓക്കെ, ടാക്ക് പോളിമറേസ് എൻസൈമിനെ നമ്മൾ എവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്?
ആർക്കിബാക്ടീരിയ. ഓക്കെ, ഏത് ആർക്കിബാക്ടീരിയ? തർമസ് അക്വാട്ടിക്കസ്. തർമസ് അക്വാട്ടിക്കസ് എന്ന് പറയുന്ന ഒരു ആർക്കിബാക്ടീരിയയിൽ നിന്നും ടാക്ക് പോളിമറേസ് എൻസൈമിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. ആ എക്സ്ട്രാക്ട് ചെയ്ത എൻസൈമിനെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. വൈ? ബിക്കോസ് ഡീനാച്ചുറേഷൻ എന്ന് പറയുമ്പോൾ 94 ഡിഗ്രിയിലാണ് നമ്മൾ ഈ ഒരു റിയാക്ഷൻ നടത്തുന്നത്. അനീലിംഗ് എന്ന് പറയുമ്പോൾ 55 ഡിഗ്രി സെൽഷ്യസും അതുപോലെ തന്നെ എക്സ്റ്റൻഷൻ പറയുമ്പോൾ 72 ഡിഗ്രി സെൽഷ്യസും ആണ് ഉള്ളത്. അപ്പോൾ എത്ര ടെമ്പറേച്ചർ കൂടുതലല്ലേ? സോ ആ ഒരു ടെമ്പറേച്ചർ ഈ ഒരു റിയാക്ഷൻ നടക്കുന്നുള്ളത്. അങ്ങനെ അത്രയും വലിയ ടെമ്പറേച്ചറിൽ ഈ ഒരു എൻസൈം ഡീനാച്ചുറേറ്റ് ആകാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അത് അത്രയും ടെമ്പറേച്ചറിനെ ഹോൾഡ് ചെയ്യാൻ, അതല്ലെങ്കിൽ ടെമ്പറേച്ചറിൽ ഡീനാച്ചുറേറ്റ് ആവാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ബാക്ടീരിയയിൽ നിന്ന് തന്നെ വേണം അല്ലെ. ഹ്യൂമന്റെ ബോഡിയിലൊക്കെ ഉള്ള എൻസൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ഒരു ടെമ്പറേച്ചറിൽ മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ചെറുതായിട്ട് മോഡിഫൈ ആയിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ എന്താവും? ഡീനാച്ചുറേഷൻ സംഭവിക്കും. അതായത് ഇതുപോലെ അമൈനോ ആസിഡിന്റെ വലിയ ചെയിനാണ് നമ്മുടെ പ്രോട്ടീൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻസൈം എന്ന് പറയുന്നത്. സോ ഈ ഒരു ബോണ്ട് ബ്രേക്ക് ആയി പോയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് പറയും? ഡീനാച്ചുറേഷൻ എന്ന് പറയും. അങ്ങനെ ഡീനാച്ചുറേറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ ഇത് അമൈനോ ആസിഡ് മാത്രമാണ്, ദെർ ഈസ് നോ പ്രോട്ടീൻ അല്ലെ. പ്രോട്ടീൻ ഉണ്ടാവില്ല, അവിടെ അമൈനോ ആസിഡ് മാത്രമേ ഉള്ളൂ അല്ലെ. സോ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടാക്ക് പോളിമറേസ് എൻസൈം യൂസ് ചെയ്യുന്നത്. അങ്ങനെ യൂസ് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഗ്യാപ്പിന് നമ്മൾ ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണം 2 ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 30 സൈക്കിൾ ഒക്കെ കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നമുക്ക് 1 ബില്യൺ കോപ്പീസ് ഓഫ് DNA ആണ് ഈ ഒരു റിയാക്ഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Echo R1 is a restriction endonuclease. What do ECORI represent? Actually ഇത് I അല്ല, ഇതെന്താണ്? ഇത് റോമൻ നമ്പർ 1 ആണ്. ഓക്കെ, സോ എക്കോ R1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലെ. സോ ഇ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ജീനസ് നെയിം ഫ്രം വിച്ച് ഇറ്റ് ഈസ് എക്സ്ട്രാക്റ്റഡ്. ഈ ഒരു എൻസൈമിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ബാക്ടീരിയനെ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, ആ ബാക്ടീരിയയുടെ ജീനസ് നെയിം ആണിത്. ഓക്കെ, സോ CO എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? CO എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബാക്ടീരിയയുടെ സ്പീഷീസ് നെയിം ആണ്. ഓക്കെ, സോ ആർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ആർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് സ്ട്രെയിൻ, വിച്ച് സ്ട്രെയിൻ, ഓക്കെ, സ്ട്രെയിൻ ഏതാണെന്ന് ഇത് പറയും. ഓക്കെ, അതുപോലെ തന്നെ റോമൻ നമ്പർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏത് ഓർഡറിൽ നിന്നുമാണ്, വിച്ച് ഓർഡർ ഫ്രം വിച്ച് ദിസ് എൻസൈം ഈസ് എക്സ്ട്രാക്റ്റഡ്. സോ ദിസ് ഈസ് എക്കോ R1. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. വാട്ട് ഈസ് മെന്റ് ബൈ സ്റ്റിക്കി എൻഡ്സ്? വൈ ആർ ദേ കോൾഡ് സ്റ്റിക്കി എൻഡ്സ്? സോ എന്താണ് സ്റ്റിക്കി എൻഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് അതിനെ സ്റ്റിക്കി എൻഡ്സ് എന്ന് വിളിക്കുന്നത്? സോ സ്റ്റിക്കി എൻഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ ട്രീറ്റിംഗ് വിത്ത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം there will be a single stranded DNA is present in the DNA fragment. ഓക്കെ, ഒരു DNA ഫ്രാഗ്മെന്റിൽ ഇതുപോലെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു സിംഗിൾ സ്ട്രാൻഡഡ് DNA കഷ്ണം കാണാൻ പറ്റും, ന്യൂക്ലിയോടൈഡ് ചെയിൻ കാണാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ സ്റ്റിക്കി എൻഡ് എന്ന് വിളിക്കുന്നത്. ഇത് എങ്ങനെയാണ് കിട്ടുന്നത്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം വെച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, സോ അങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പോൾ DNA കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള സിംഗിൾ സ്ട്രാൻഡഡ് ഹാങ്ങിങ് പീസ് പോലെ നമുക്ക് കാണാൻ പറ്റും. ഇതിനെ നമ്മൾ സ്റ്റിക്കി എൻഡ്സ് എന്ന് വിളിക്കും. ഈ സ്റ്റിക്കി എൻഡ്സ് ഇനിയൊരു സ്റ്റിക്കി എൻഡ്സുമായിട്ട് ഈസി ആയിട്ട് കമ്പൈൻ ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്റ്റിക്കി എൻഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സ്റ്റിക്കി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം പോയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റാവുന്ന ഒരു DNA പീസാണ്. ഓക്കെ, see, sticky ends when a fragment of DNA is cleaved by restriction enzyme, two separate strands obtained, both are overhanging piece of DNA. Okay, so next, they are called sticky ends because they form hydrogen bond with their complementary cut counterpart. So ഒരു ഈസി ആയിട്ട് പോയിട്ട് ഹൈഡ്രോജൻ ബോണ്ടിനെ ഫോം ചെയ്തിട്ട് ഡബിൾ സ്ട്രാൻഡ് ആയിട്ട് മാറാനുള്ള, അതായത് പെട്ടെന്ന് തന്നെ ഇങ്ങനൊരു സ്ട്രാൻഡുമായിട്ട് അത് ജോയിൻ ചെയ്യും. ഓക്കെ, so next one, explain ORI selectable marker. ORI എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? where the replication start. so ORI എന്ന് പറയുന്നത് starting point of replication. okay, starting point for replication. okay, അതുപോലെ തന്നെ സെലക്റ്റബിൾ മാർക്കേഴ്സ്. സെലക്റ്റബിൾ മാർക്കേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സെലക്റ്റബിൾ മാർക്കേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം
രണ്ട് ഇപ്പോൾ PBR 322 രണ്ട് സെലക്ടബിൾ മാർക്കേഴ്സ് ആണുള്ളത്. ആ രണ്ട് സെലക്ടബിൾ മാർക്കേഴ്സിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ കട്ട് ചെയ്ത് ആ ഒരു പ്ലേസിലാണ് ഒരു ന്യൂ DNA സ്ട്രാൻഡിനെ വെക്കുകയാണെങ്കിൽ ഓക്കെ, ഇവിടെ ഒരു ന്യൂ സ്ട്രാൻഡ് നമ്മൾ വെച്ചുകൊടുത്തു. സോ ഈ ഒരു സ്ട്രാൻഡാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സെലക്ടബിൾ മാർക്കേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് ട്രാൻസ്ഫോർമെന്റ് ആണോ നോൺ ട്രാൻസ്ഫോർമെന്റ് ആണോ എന്ന് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് നോക്കാം ആൻസർ എന്താ കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. യെസ്, സ്പെസിഫിക് സീക്വൻസ് ഫ്രം വെയർ റെപ്ലിക്കേഷൻ സ്റ്റാറ്റ്, അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ ORI റീജിയൻ എന്ന് വിളിക്കും. ഓക്കെ, സെലക്ടബിൾ മാർക്കേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ a gene which helps to identify and eliminate recombinant from non-recombinant, transformant from non-transformant. Okay, so that is called എന്തെന്ന് വിളിക്കും അതിനെ, സെലക്ടബിൾ മാർക്കേഴ്സ്. ഓക്കെ, so next, given below are example of some ecological or population interaction, place them under suitable column given below. Okay, so A എന്താണ്, B എന്താണ്, ഏത് ഇന്ററാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത് നമുക്ക് നോക്കാം. അബിങ്ടൺ ടോർട്ടോയ്സ് ആൻഡ് ഗോട്ട്. സോ ഇത് രണ്ടിലും നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു കോമ്പറ്റീഷൻ ആണ് അല്ലെ. സോ കോമ്പറ്റീഷൻ ആണ് ആക്ച്വലി. എന്താ, ടോർട്ടോയ്സിന് പോയി ഫുഡ് കഴിക്കാൻ പറ്റും, പക്ഷെ അവിടെ ആടുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ആമ പോയി ഫുഡ് കഴിക്കാതിരിക്കുന്നത്. അപ്പോൾ ആടുള്ളത് കൊണ്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, കോമ്പറ്റീഷൻ എന്ന് വിളിക്കും. ഓക്കെ, സോ ഇത് എന്താ ഇന്റർഫിയർ ആവുന്നത് കൊണ്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ്, കസ്കൂട്ട ആൻഡ് ഹോസ്റ്റ്യൂട്ടറി. സോ കസ്കൂട്ട ഈസ് എ പാരാസൈറ്റ് അല്ലെ. സോ ദിസ് ഈസ് കോൾഡ് പാരാസൈറ്റിസം. സോ ഇതെന്താണിത്, പാരാസൈറ്റിസം ആണ്. അടുത്തത് ഫിഗ് ട്രീ ആൻഡ് വാസ്പ്. ഫിഗ് ട്രീയും വാസ്പും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ. ഫിഗ് ട്രീക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഒരു ഓവി പൊസിഷൻ, അതായത് ഓവമിനെ റിലീസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എഗ്ഗിനെ സൂക്ഷിച്ചെടുത്ത് വെക്കാനുള്ള ഒരു പ്ലേസ് ആണ് വാസ്പിന് കിട്ടുന്നത്. അതുപോലെ തന്നെ ഫിഗ് ട്രീക്ക് എന്താണ് കിട്ടുന്നുള്ളത്, ഫിഗ് ട്രീക്ക് എന്താ പോളിനേഷൻ ആയിട്ടാണ് കിട്ടുന്നത്. പോളിനേഷൻ ആയിട്ട് സീഡ് സെറ്റ് ആവാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു ഇന്ററാക്ഷൻ നമ്മൾ എന്തെന്ന് വിളിക്കും, മ്യൂച്വലിസം എന്ന് വിളിക്കും. ഓക്കെ, അടുത്തത് ആൽഗെ ആൻഡ് ഫംഗൈ. ഇത് രണ്ടും എന്താണ്, മ്യൂച്വലിസം ആണ് അല്ലെ. സോ രണ്ടു പേർക്കും ഇവിടെ എന്ത് കിട്ടുന്നുണ്ട്, ഒരു ബെനിഫിഷ്യൽ പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട് അല്ലെ. അടുത്തത് ബലാനസ് ആൻഡ് കഥാമസ് ബർണക്കൽ. സോ ഈ ഒരു ഇന്ററാക്ഷൻ ഏത് ഇന്ററാക്ഷൻ ആണ്, ബലാനസ് ആൻഡ് കഥാമസ്. സോ ദിസ് ഈസ് ആക്ച്വലി കോമ്പറ്റീഷൻ ആണ്. ഓക്കെ, സോ ദിസ് ഈസ് കോമ്പറ്റീഷൻ. അതായത് ബലാനസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്. കഥാമസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ കഥാമലസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ എന്താ ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്. സോ ഇവിടെ ബലാനസ് ഉള്ളത് കൊണ്ട് ഇത് അധികം നമ്പർ ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ ബലാനസിനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ കഥാമലസിന്റെ സ്പീഷീസിന്റെ നമ്പർ നന്നായിട്ട് കൂടി വരും. സോ അതെന്താണത്, കോമ്പറ്റീഷനിലുള്ള ഒരു എക്സാമ്പിൾ ആണ്. അടുത്തത് ലൈസ് ഓൺ ഹ്യൂമൻ. ലൈസ് ഓൺ ഹ്യൂമൻ എന്ന് പറയുന്നത് ഏത് ഇന്ററാക്ഷൻ ആണ്, ദിസ് ഇസ് പാരാസൈറ്റിസം അഗൈൻ. ഓക്കെ, സോ രണ്ട് പാരാസൈറ്റിസം ഉണ്ട്, രണ്ട് മ്യൂച്വലിസം ഉണ്ട്, രണ്ട് കോമ്പറ്റീഷൻ ഉണ്ട്. ഓക്കെ, യെസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഡിപ്പെൻഡിങ് ഓൺ ദി സോഴ്സ് ഓഫ് pollination can be divided into 3 types. ഓക്കെ, സോ ഏതാണ് സോഴ്സ്, അതിന്റെ ബേസിസിൽ മൂന്ന് പാർട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വാട്ട് ആർ ദേ? സോ ഏതൊക്കെയാണ്, ഓട്ടോഗാമസ് അല്ലെ ഓട്ടോഗാമസ്, ഗൈറ്റനോഗാമി, ഗൈറ്റനോഗാമി ആൻഡ് സീനോഗാമി എന്ന് പറഞ്ഞ 3 ടൈപ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുക അല്ലെ. സോ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓട്ടോഗാമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് ദി സെയിം ഫ്ലവർ. ഒരേ ഫ്ലവറിൽ തന്നെ ഓക്കെ, ഇവിടെ നിന്ന് ഇവിടത്തേക്ക് തന്നെ, അതായത് പോളനും പിസ്റ്റലും അല്ലെ. സോ ഇതിവിടെ പിസ്റ്റൽ ഉണ്ട്, ഇവിടെ പോളൻ ഗ്രെയിൻസ് ഉണ്ട്. ഈ പോളൻ ഗ്രെയിൻസിൽ നിന്നും പിസ്റ്റലിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എന്താവുന്നുണ്ട്, പോളിനേഷൻ നടക്കുന്നുണ്ട്. ഈ ഒരു പോളിനേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓട്ടോഗാമി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഗൈറ്റനോഗാമിയാണ്. ഗൈറ്റനോഗാമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ പ്ലാന്റിൽ 2 ഫ്ലവർ, പക്ഷേ അതായത് ഒരു കാണുമ്പോൾ ഒരു ക്രോസ് പോളിനേഷനെ പോലെ കാണും, പക്ഷെ ആക്ച്വലി അവിടെ നടക്കുന്നത് സെൽഫ് പോളിനേഷൻ തന്നെയാണ്. 2 ഡിഫറെന്റ് ഫ്ലവറിൽ നടക്കുന്ന ഒരു പോളിനേഷൻ ആണ്. സോ ഒരേ പ്ലാന്റിൽ തന്നെ ഇവിടെ ഒരു ഫ്ലവർ ഉണ്ട്, ഇവിടെ ഒരു ഫ്ലവർ ഉണ്ട്, ഇവിടെ നിന്ന് ഇവിടെ പോളിനേഷൻ നടക്കണം. സോ ഇതിനെ നമ്മൾ ഗൈറ്റനോഗാമി എന്ന് വിളിക്കും. അടുത്തത് സീനോഗാമിയാണ്. സീനോഗാമി എന്ന് പറയുമ്പോൾ മെയിൽ ഫ്ലവറെ ഒരു ഡിഫറെന്റ് പ്ലാന്റിലും ഫീമെയിൽ ഫ്ലവറിലെ ഡിഫറെന്റ് പ്ലാന്റിലായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ ഒരു
പോളിനേഷൻ നടക്കുന്നത് ഈ രണ്ട് ഡിഫറെന്റ് പ്ലാന്റ് തമ്മിലായിരിക്കും. സോ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സീനോഗാമി എന്ന് വിളിക്കും. യെസ്, ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 2 core technique that enables birth of modern biotechnology? So modern biotechnology ആവണമെന്നുണ്ടെങ്കിൽ 2 കോർ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്സിന്റെ ഡെവലപ്മെന്റ് നമുക്ക് കാണാൻ പറ്റുക. ആ ടെക്നിക്ക് ഏതൊക്കെയാണ്? സോ ഒന്ന് ഏതാണ്? ദാറ്റ് ഈസ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. രണ്ടാമത്തത് ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ്. സോ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജനറ്റിക് മെറ്റീരിയലിനെ ആൾട്ടർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ കെമിസ്ട്രി ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ഈസ് ആൾട്ടേർഡ് ഓർ മാനിപ്പുലേറ്റഡ്. അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കും. അടുത്തത് ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ്. ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ് എന്ന് വെക്കുമ്പോൾ അവിടെ നമ്മൾ പഠിക്കുന്നുള്ളത് മെയിൻറ്റെനൻസ് ഓഫ് സ്റ്റെറൈൽ ആംബിയൻസ്. സോ നമ്മൾ എവിടെയാണോ ആ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നുള്ളത്, സോ അതുപോലെ തന്നെ നമ്മുടെ എക്വിപ്മെന്റ്സും നമ്മളും എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നത്? മൈക്രോ ഓർഗാനിസം ഫ്രീ ആയിട്ടുള്ള ഒരു സോണിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. സോ അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? മെയിൻറ്റെനൻസ് ഓഫ് സ്റ്റെറൈൽ ആംബിയൻസ്. ഓക്കെ, സോ ഇതാണ് ഈ 2 കാര്യമാണ് എന്ത് ജനറ്റിക് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ RDNA ടെക്നോളജി അല്ലെങ്കിൽ ബയോടെക്നോളജിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സ്റ്റെപ്പ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഹൗ ക്യാൻ വി ഐഡന്റിഫൈ റിക്കോംബിനന്റ് ഓർ ട്രാൻസ്ഫോർമെന്റ് യൂസിങ് സെലക്ടബിൾ മാർക്കേഴ്സ്? സെലക്ടബിൾ മാർക്കേഴ്സിനെ വെച്ച് നമുക്ക് എങ്ങനെയാണ് റിക്കോംബിനന്റ് ആൻഡ് നോൺ റിക്കോംബിനന്റിനെ നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക? സോ ആദ്യം the foreign DNA is ligated a restriction site present one of the 2 antibiotic resistant gene. അതായത് ആംപ്ലിസിലിൻ റെസിസ്റ്റന്റ് ജീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ എന്ന് പറഞ്ഞിട്ടുള്ള 2 സൈറ്റാണ് നമുക്ക് കാണാൻ പറ്റുക. ഈ 2 സൈറ്റിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് റിമൂവ് ചെയ്തിട്ട് അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫോറിൻ ജീനിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം റിക്കോംബിനന്റ് പ്ലാസ്മിഡ് ലൂസ് ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് അല്ലെ, ഇവിടെയാണ് ഈ ഒരു ഭാഗത്തിന് നമ്മൾ റിമൂവ് ചെയ്തിട്ടാണ് അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത്? പുതിയ ഒരു ജീനിനെ ഇൻസേർട്ട് ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ടെട്രാസൈക്ലിന് തടുക്കാനുള്ള ടെട്രാസൈക്ലിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ എക്സ്പോഷർ ആകുമ്പോൾ ആ ബാക്ടീരിയയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റിക്കവർ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഓവർകം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ സൈമൾട്ടേനിയസ്ലി പ്ലേറ്റിംഗ് ഓഫ് ബാക്ടീരിയ on ampicillin containing medium and tetracycline containing medium. So recombinant grow in ampicillin medium but not in tetracycline. So ഒരു 2 പ്ലേറ്റ് എടുക്കുക, 2 പ്ലേറ്റിൽ ഒന്നിൽ ആംപ്ലിസിലിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഇടുക, ഇനിയൊന്നിൽ ടെട്രാസൈക്ലിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഇടുക. എന്നിട്ട് ഈ ഒരു ബാക്ടീരിയസ്, കുറച്ച് ബാക്ടീരിയസിന് ഇതിൻ്റെ ഉള്ളിലും കുറച്ച് ബാക്ടീരിയസ് ഇതിൻ്റെ ഉള്ളിലും ഇടുക. ടെട്രാസൈക്ലിൻ ഇട്ടാൽ എന്തായാലും അതിന് ജീവിക്കാൻ പറ്റില്ല, പക്ഷെ ആംപ്ലിസിലിന് ജീവിക്കാൻ പറ്റും. സോ ഇത് ട്രാൻസ്ഫോർമെന്റ് ആണ്. ഇതിൽ ടെട്രാസൈക്ലിനിൽ ഇട്ടിട്ട് അത് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് നോൺ ട്രാൻസ്ഫോർമെന്റ് ആണ്. സോ ദാറ്റ് വി ക്യാൻ ഈസിലി ഐഡന്റിഫൈ. ഓക്കെ, ഇതാ മക്കളെ, വേദാന്തു ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 10 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുക്കി വെച്ചിരിക്കുകയാണ്. സോ ഇന്നത്തെ സെഷൻ എന്തായിരുന്നോ, ഏത് കോൺസെപ്റ്റ് ആയിരുന്നോ, അതിൻ്റെ ബേസിസിൽ ഒരു 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് കാണാൻ പറ്റും, വീക്ക് ക്വിസിൻ്റെ ലിങ്ക് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക, എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അതിനെ മെൻഷൻ ചെയ്യാം. നെക്സ്റ്റ് സുവോളജി ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ അശ്വിനി മാം ഇത് കണ്ടിന്യൂ ചെയ്യും കേട്ടോ. ഓക്കെ, സോ നമുക്ക് വേറെ ചില വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, സോ ബോട്ടണി നിങ്ങൾ സെറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? സോ നിങ്ങൾക്ക് അറിയാലോ ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് സുവോളജി ആയിരിക്കും. അപ്പൊ സുവോളജിയിലെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അത് എങ്ങനെയൊക്കെ ആൻസർ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, first question, select the ART that uses an early embryo with up to 8 blastomeres. അപ്പോൾ എന്താണ് മക്കളെ ART എന്ന് പറഞ്ഞാൽ? അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസിനെയാണ് നമ്മൾ ART എന്ന് പറയാം അല്ലെ? അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. അതായത് ഇപ്പം കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്ത ദമ്പതികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ART വഴി അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റും അല്ലെ? അതായത് അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള എന്തെങ്കിലും ഒരു പോം വഴിയാണ് നമ്മുടെ ഈ ഒരു ART അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസിലൂടെ നമുക്ക് സാധ്യമാവുന്നത്. ഓക്കെ, സോ അതിൽ നമുക്ക് 4 തന്നിട്ടുണ്ട്. സിഫ്റ്റ്, IUT, ജിഫ്റ്റ്, IUI. ആദ്യം ഇതിന്റെയൊക്കെ ഫുൾ ഫോം എന്താ നമുക്ക് നോക്കാം. സിഫ്റ്റ് എന്താടാ? സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ അല്ലെ? സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ ആണ് സിഫ്റ്റ്. IUT എന്താ? ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. ഓക്കെ, ജിഫ്റ്റ് എന്താണ്? ഗാമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. IUI എന്താ? ഇൻട്രാ
ഓക്കെ, IUT എന്ന് പറഞ്ഞാൽ ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ അല്ലല്ലോ, എന്താണ് ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ അല്ലേ? യെസ്, ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ ആണ് IUT കേട്ടോ. ഓക്കെ, IUI എന്ന് പറയുന്നതാണ് ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. ഓക്കെ, ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. അപ്പൊ അവിടെ ക്വസ്റ്റ്യൻ എന്താണ്? അതായത് 8 ബ്ലാസ്റ്റോമിയേഴ്സ് മാത്രമുള്ള 8 ബ്ലാസ്റ്റോമിയേഴ്സ് ഉള്ള ഒരു കുഞ്ഞു എംബ്രിയോ, ഏർലി എംബ്രിയോനെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ART അത് എന്താണെന്നാണ് ചോദിച്ചത് അല്ലെ. അപ്പൊ 8 ബ്ലാസ്റ്റോമിയേഴ്സ് ഉള്ള എംബ്രിയോ എന്ന് പറയുമ്പോൾ എന്താ, ഫെർട്ടിലൈസേഷൻ എന്തായാലും നടന്നത് ഔട്ട്സൈഡ് ദ ഫീമെയിൽ ബോഡിയാണ്. സോ ഇൻവിട്രോ ഫെർട്ടിലൈസേഷനെ കുറിച്ചാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതായിരിക്കും ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ? ദാറ്റ് ഈസ് സിഫ്റ്റ്. ഓക്കെ, എന്താണടാ? സിഫ്റ്റ്, സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ ആണ് ആൻസർ. അതായത് ഒരു ലബോറട്ടറിയിൽ വെച്ചിട്ട്, ഒരു ലബോറട്ടറി കണ്ടീഷനിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, എഗ്ഗും അതുപോലെ തന്നെ സ്പേമും കളക്ട് ചെയ്ത് അതിനെ എന്ത് ചെയ്യും, ആ ഫേവറബിൾ കണ്ടീഷനിൽ നമ്മൾ ഫെർട്ടിലൈസ് ചെയ്യും. അങ്ങനെ എന്തുണ്ടാകും? സൈഗോട്ട് ഉണ്ടാകും. സൈഗോട്ട് ജസ്റ്റ് എന്ത് ചെയ്യും, ക്ലീവേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ, അതായത് മൈറ്റോസിസ് തുടങ്ങിയിട്ടുണ്ടാകും. ആൻഡ് വളരെ കുറച്ച് സെൽസ് ഉള്ള ഒരു കുഞ്ഞ് ഏർലി എംബ്രിയോ, അതായത് 8 ബ്ലാസ്റ്റോമിയേഴ്സ് ഉള്ള ഒരു എംബ്രിയോ നമുക്ക് കിട്ടും. ആ 8 ബ്ലാസ്റ്റോമിയേഴ്സ് ഉള്ള എംബ്രിയോനെ നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും? ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അതാണ് സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സെറ്റ് ആയല്ലോ. യെസ്, ഇനി ജിഫ്റ്റ് നോക്കിക്കേ. ഗാമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇപ്പം സ്ത്രീകൾക്കാണെങ്കിൽ ഓവം ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഹെൽത്തി ഡോണറിൽ നിന്ന് ഓവം കളക്ട് ചെയ്യും. എന്നിട്ട് ആ ഓവത്തിനെ നമ്മൾ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അതാണ് ഗാമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അത് തമ്മിൽ വ്യത്യാസമുണ്ട്. യെസ്, നോട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫസ്റ്റ് 2 terms ആൻഡ് സജസ്റ്റ് എ സ്യൂട്ടബിൾ ടേം. ഓക്കെ, പ്രൊജസ്റ്ററോൺ, കോർപ്പസ് ലൂട്ടിയം. അപ്പൊ HCGയോ? അപ്പൊ നമുക്കറിയാം, അതായത് നമ്മുടെ ഗ്രാഫിയൻ ഫോളിക്കിൾ ഉണ്ടാവില്ലേ, ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്തിട്ട് ഇവർ എന്തിനെ റിലീസ് ചെയ്യും? ഓവത്തിനെ റിലീസ് ചെയ്യും. ആൻഡ് ആ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് ഓവുലേഷൻ. ഓക്കെ, അപ്പൊ ഇതെന്താ സാധനം? ഇത് ഗ്രാഫിയൻ ഫോളിക്കിൾ ആണ് കേട്ടോ. ദിസ് ഈസ് ഗ്രാഫിയൻ ഫോളിക്കിൾ. ഓക്കെ, ഇനി ഓവുലേഷന് ശേഷം, അതായത് ഓവത്തിനെ റിലീസ് ചെയ്ത് കഴിയുന്നതിന് ശേഷം ഗ്രാഫിയൻ ഫോളിക്കിൾ എന്തായിട്ട് മാറും? അത് കോർപ്പസ് ലൂട്ടിയം ആയിട്ട് മാറും. എന്തായിട്ട് മാറും? അത് കോർപ്പസ് ലൂട്ടിയം ആയിട്ട് മാറുന്നു. ഈ കോർപ്പസ് ലൂട്ടിയം ആണ് എന്തിനെ റിലീസ് ചെയ്യുക? പ്രൊജസ്റ്ററോണിനെ റിലീസ് ചെയ്യുക കേട്ടോ. പ്രൊജസ്റ്ററോണിനെ റിലീസ് ചെയ്യുക. എന്തിനാ പ്രൊജസ്റ്ററോൺ ഉള്ളത്? നമുക്കറിയാം, ഓവുലേഷന് ശേഷം ഓവം ഫെലോപ്പിയൻ ട്യൂബിലേക്ക് പോയിട്ടുണ്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് ഓവം ഫെലോപ്പിയൻ ട്യൂബിലേക്ക് പോയത്? അതായത് എന്താ പറയാ, ലൈക്ക് സ്പെർമുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ സ്പെർമ് വരാനുള്ള ചാൻസ് ഉണ്ട്, ഫെർട്ടിലൈസേഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്, പ്രഗ്നൻസിക്ക് ചാൻസ് ഉണ്ട്. അപ്പൊ പ്രൊജസ്റ്ററോൺ ഒരു പരിപാടി മാത്രമേ അറിയുള്ളൂ, പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷൻസും ഒരുക്കി വെക്കുക. സോ പ്രൊജസ്റ്ററോൺ എന്താ ചെയ്യുക? പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷൻസും യൂട്രസിൽ ഒരുക്കി വെക്കുന്നതാണ്. സോ പ്രഗ്നൻസിനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ പ്രൊജസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോൺ വേണം. അടുത്തതാണ് HCG. എന്താ HCG എന്ന് പറഞ്ഞാൽ? ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ അല്ലെ. ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ. അപ്പൊ മക്കളെ നോക്കിക്കേ, അതായത് ഇപ്പൊ നമ്മൾ പ്രഗ്നന്റ് ആണോ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് ഫസ്റ്റ് പ്രൈമറി ആയിട്ട് ടെസ്റ്റ് ചെയ്യാം? അതായത് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങും, എന്നിട്ട് അതിൽ യൂറിന്റെ ഡ്രോപ്സ് ഒറ്റിച്ചു കൊടുക്കും, പോസിറ്റീവ് ആണോ നോക്കും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക അല്ലെ. ഇതെന്താന്ന് വെച്ചാൽ നമുക്കറിയാം, അതായത് കുഞ്ഞിനോടൊപ്പം തന്നെ വളരുന്ന ഒരു സാധനം ഉണ്ടല്ലോ, എന്താണത്? പ്ലാസെന്റ അല്ലെ. എന്താ പ്ലാസെന്റ എന്ന് പറഞ്ഞ? ഒരു ഡിസ്ക് ലൈക്ക് സ്ട്രക്ചറാണ് പ്ലാസെന്റ. ഇപ്പൊ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു ഫിസിയോളജിക്കൽ കണക്ഷൻ ആണ് പ്ലാസെന്റയിലൂടെ കിട്ടുന്നത് അല്ലെ. അപ്പൊ ഈ പ്ലാസെന്റ പ്രഗ്നൻസി പീരീഡിൽ മാത്രമല്ലേ ഉണ്ടാവുന്നുള്ളൂ. പ്ലാസെന്റ എന്ത് റിലീസ് ചെയ്യുന്നുണ്ട്? പ്ലാസെന്റൽ ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോർമോൺ ആണ് HCG. ഓക്കെ, HCG കൂടാതെ HPL ഉണ്ട്, റിലാക്സിൻ ഉണ്ട്, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ എല്ലാം പ്ലാസെന്റ റിലീസ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോർമോൺ ആണ് HCG, ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ. അപ്പൊ നമ്മൾ പ്രഗ്നന്റ് ആണെങ്കിൽ ഈ ഹോർമോൺ യൂറിനിൽ ഉണ്ടാകും. അങ്ങനെയാണ് നമ്മൾ പോസിറ്റീവ് ആണോ എന്ന് മനസ്സിലാക്കുന്നത് കേട്ടോ. സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ, പ്രൊജസ്ട്രോണിനെ റിലീസ് ചെയ്യുന്നത് കോർപ്പസ് ലൂട്ടിയം ആണെങ്കിൽ HCGനെ റിലീസ് ചെയ്യുന്നത് എന്താ? പ്ലാസെന്റയാണ്. ഓക്കെ, ഏത് ഹോർമോണാടാ? പ്ലാസെന്റയാണ്. എടാ മക്കളെ ഒരു സെക്കൻഡ്, ഞാനൊരു കാര്യം ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. യെസ്, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടു കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പൊ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഒരു കോളത്തിൽ മൈക്രോ ഓർഗാനിസംസ്, അതായത് മൈക്രോബ്സിനെ തന്നിട്ടുണ്ട്. ആൻഡ് രണ്ടാമത്തതിൽ ആ മൈക്രോ ഓർഗാനിസംസിനെ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് തന്നിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ, കേർഡിങ് ഓഫ് മിൽക്ക്. അപ്പൊ നമുക്കറിയാം, മിൽക്കിനെ നമ്മൾ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? കേർഡ് കിട്ടും. ഓക്കെ, അപ്പൊ കേർഡ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ആഡ് ചെയ്യണം മിൽക്കിലേക്ക്? ആദ്യം കുറച്ച് കേർഡിനെ സ്റ്റാർട്ടർ അല്ലെങ്കിൽ ഇനോക്കുലം എന്നുള്ള രീതിയിൽ ആഡ് ചെയ്യണം. കാരണം എന്തുകൊണ്ടാണ്? ആ സ്റ്റാർട്ടറിൽ എന്തുണ്ടാകും? ധാരാളം മൈക്രോബ് ഉണ്ടാവും. അത് ഏത് മൈക്രോബാണ്? ആ മൈക്രോബാണല്ലോ മിൽക്കിനെ മൊത്തത്തിൽ എന്ത് ചെയ്യുന്നത്? കേർഡാക്കി മാറ്റുന്നത്. ദാറ്റ് ഈസ് ലാക്ടോബാസില്ലസ്. അല്ലെങ്കിൽ നമുക്ക് ഈ മൈക്രോബിനെ എന്തെന്ന് കൂടി വിളിക്കാൻ പറ്റും? ലാക്ടിക് ആസിഡ് ബാക്ടീരിയ എന്ന് കൂടി വിളിക്കാൻ പറ്റും കേട്ടോ. എന്താണ് ലാക്ടിക് ആസിഡ് ബാക്ടീരിയ? ഓക്കെ, നെക്സ്റ്റ്
ബാസില്ലസ് തുറിഞ്ചിയൻസസ്. ബാസില്ലസ് തുറിഞ്ചിയൻസസ് എന്താണ്? BT ആണ് അല്ലെ, BT ആണ് ബാസില്ലസ് തുറിഞ്ചിയൻസസ്. എന്താ അതിന്റെ ഉപയോഗം? നമ്മളിത് പഠിക്കുന്നത് എവിടെയാണ്? ബയോ കൺട്രോൾ ഏജൻസിലാണ് നമ്മളിത് പഠിക്കുന്നത്. ഓക്കെ, സോ ബാസില്ലസ് തുറിഞ്ചിയൻസസ് BT എന്ന് പറയുന്നത് എന്താ? അതൊരു മൈക്രോബിയൽ ബയോ കൺട്രോൾ ഏജന്റ് ആണ്. മക്കളെ നോക്കിക്കേ, ഇപ്പൊ നമുക്ക് ശരിക്കും ഈ ഒരു BTനെ പൊടിയായിട്ട് കിട്ടും. നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മളെ ക്രോപ്സിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെയ്യാം. സോ നമുക്കറിയാം നമ്മുടെ ബാസില്ലസ് തുറിഞ്ചിയൻസസിന് എന്ത് ഉണ്ട്? ഒരു ക്രൈ ജീൻ ഉണ്ട് അല്ലെ. ഈ ജീൻ എന്തിനെ ഉണ്ടാക്കുന്നുണ്ട്? ടോക്സിൻ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ടോക്സിൻ ഉണ്ടാക്കുന്നുണ്ട്. ഈ ടോക്സിനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ചെടികളിലേക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇൻ കേസ് ഇപ്പൊ ബട്ടർഫ്ലൈ കാറ്റർപില്ലർ, അതായത് പുഴുക്കളൊക്കെ വന്നിട്ട് ഈ ചെടി തിന്നുകയാണെങ്കിൽ അതിനോടൊപ്പം ഈ ടോക്സിൻ അവരുടെ ഗട്ടിലെത്തും ആൻഡ് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും? അതായത് ഇവരെ നശിപ്പിക്കും, ഇവരങ്ങ് കൊന്നുകളയാണ് ചെയ്യുക. ഓക്കെ, അവരങ്ങോട്ട് കൊന്നുകളയും. സോ അത് ഒരു എഫക്റ്റീവ് ബയോ കൺട്രോൾ ഏജന്റ് ആണ്. അടുത്തതാണ് ആസ്പെർഗില്ലസ് നൈഗർ. ആസ്പെർഗില്ലസ് നൈഗർ നമ്മൾ ഒരു ഓർഗാനിക് ആസിഡ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസം ആണ് അല്ലെ. ഏത് ഓർഗാനിക് ആസിഡ് ആണ്? സിട്രിക് ആസിഡ്. ഏതാണടാ? സിട്രിക് ആസിഡ്. ഓക്കെ, സിട്രിക് ആസിഡ്. ഇതുപോലെ ക്ലോസ്ട്രീഡിയം ബ്യൂട്ടൈറിക്കം അല്ലെ, അത് എന്തിനു വേണ്ടിയിട്ട്? ബ്യൂട്ടൈറിക് ആസിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ലാക്ടോബാസിലസ് എന്തിനു ഉണ്ടാക്കുന്നുണ്ട്? ലാക്ടിക് ആസിഡ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, ലാക്ടിക് ആസിഡ്. യെസ്, പ്രൊഡക്ഷൻ ഓഫ് ബ്യൂട്ടൈറിക് ആസിഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ക്ലോസ്ട്രീഡിയം ബ്യൂട്ടൈറിക്കം. ഓക്കെ, സെറ്റ് ആയല്ലോ. യെസ്, അപ്പൊ കേർഡിംഗ് ഓഫ് മിൽക്ക്, അതായത് കേർഡ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത് ലാക്ടോബാസിലസ്. പിന്നെ BT എന്ന് പറയുന്നത് ഒരു ബയോ കൺട്രോൾ ഏജന്റ് ആണ്. പിന്നെ സിട്രിക് ആസിഡ് ഉണ്ടാക്കുന്നത് ആസ്പെർഗില്ലസ് നൈഗർ ആണ്. അതുപോലെ തന്നെ ക്ലോസ്ട്രീഡിയം ബ്യൂട്ടൈറിക്കത്തിനെ കൊണ്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ബ്യൂട്ടൈറിക് ആസിഡ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ 1 മാർക്ക് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ലടാ. ഡാഷ് ആൻഡ് ഡാഷ് ആർ 2 സർജിക്കൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ റെസ്പെക്റ്റീവ്ലി. അപ്പൊ നമ്മൾ പല ടൈപ്പ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് പഠിക്കുന്നുണ്ട് അല്ലെ. എന്തായിരുന്നു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്? അതായത് ഇൻ കേസ് നമുക്ക് ഒരു കുഞ്ഞുണ്ട്, പെട്ടെന്നൊന്നും ഒരു കുഞ്ഞ് വേണ്ട, അല്ലെങ്കിൽ അല്ലാതെ തന്നെ കപ്പിൾസ് തീരുമാനിക്കുക പെട്ടെന്നൊന്നും ഒരു കുഞ്ഞ് വേണ്ട അല്ലെ. അപ്പൊ അൺവാണ്ടഡ് പ്രഗ്നൻസിനെ നമ്മൾ തടയാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. ഓക്കെ, ഇത് നമ്മൾ പല ടൈപ്പ് പഠിച്ചില്ലേ. നാച്ചുറൽ മെത്തേഡ് പഠിച്ചു, അതുപോലെ തന്നെ ബാരിയർ മെത്തേഡ് പഠിച്ചു, പിന്നെന്താ പഠിച്ചത്? IUDs പഠിച്ചു, പിൽസ് പഠിച്ചു, ഇംപ്ലാന്റ്സ് പഠിച്ച്, പിന്നെ ഇൻജെക്റ്റബിൾസ് പഠിച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ വരുന്നതാണ് നമ്മുടെ സർജിക്കൽ മെത്തേഡ്. ഓക്കെ, സർജിക്കൽ മെത്തേഡ്. സോ അതുപോലൊരു സർജിക്കൽ മെത്തേഡിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ സർജിക്കൽ മെത്തേഡിനെ നമുക്ക് എന്തുകൂടി വിളിക്കാൻ പറ്റും? സർജിക്കൽ അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് എന്ന് കൂടി വിളിക്കാൻ പറ്റും. എന്താണടാ? സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ് എന്ന് കൂടി വിളിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇത് ശരിക്കും റിവേഴ്സിബിലിറ്റി ഭയങ്കര പുവർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതായത് ഇപ്പം ഞാനിപ്പം സർജറി ചെയ്തു, പിന്നെ എനിക്ക് ഒരു 2 മാസം കഴിഞ്ഞിട്ടോ 2 കൊല്ലം കഴിഞ്ഞിട്ടോ പെട്ടെന്ന് ഒരു കുഞ്ഞ് വേണം തോന്നുകയാണെങ്കിൽ അത് അത്ര പെട്ടെന്ന് സാധ്യമാവുന്ന ഒരു കാര്യമല്ല. കാരണം ഒരു പെർമനന്റ് മെത്തേഡാണ് സർജിക്കൽ മെത്തേഡ്. നമ്മൾ ബാക്കി പറഞ്ഞ എല്ലാം എന്താ? ടെമ്പററി മെത്തേഡ്സ് ആണ്. പക്ഷെ ഇതെന്ത് മെത്തേഡാണ്? ഇതൊരു പെർമനന്റ് മെത്തേഡാണ് കേട്ടോ. റിവേഴ്സിബിലിറ്റി വളരെ പുവർ ആണ്, പക്ഷെ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. ഓക്കെ, സോ സർജറിയിലൂടെയാണല്ലോ നമ്മൾ ഈ ഒരു മെത്തേഡ് കൈവരിക്കുന്നത്. നോക്കിക്കേ, മെയിലിനും ഫീമെയിലിനും ഈ കാര്യം നടക്കും. ഓക്കെ, മെയിലിനും ഫീമെയിലിനും സർജറി ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ മെയിലാണെന്ന് വിചാരിക്കുക, മെയിൽ. സോ ഇത് ടെസ്റ്റസ് ആണ്. ടെസ്റ്റസിൽ നിന്ന് ഉണ്ടാവുന്ന സ്പേമിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ വാസ് ഡിഫറൻസ്. അപ്പം നമ്മൾ മെയിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ വാസ് ഡിഫറൻസിന് ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ അവിടെ എന്ത് ചെയ്യും? ടൈ ചെയ്ത് വെക്കും. കട്ട് ചെയ്തിട്ട് നമ്മൾ അവിടെ അതിനെ ടൈ ചെയ്യും, കെട്ടി വെക്കും അല്ലെ. അപ്പൊ ഗാമീറ്റിന്റെ ട്രാൻസ്പോർട്ട് എഫക്റ്റീവായിട്ട് നടക്കുന്നുണ്ടോ? എഫക്റ്റീവായിട്ട് നടക്കുന്നില്ല. അപ്പൊ ഇവിടെ വാസ് ഡിഫറൻസിനെ അല്ലേ നമ്മൾ കട്ട് ചെയ്ത് ടൈ ചെയ്ത് വെക്കുന്നത്? സർജറി വാസ് ഡിഫറൻസിനാണ് നടന്നത് അല്ലേ. സോ നമുക്കതിനെ എന്ത് വിളിക്കാം? വാസെക്ടമി എന്ന് വിളിക്കാം. വാസെക്ടമി എന്ന് വിളിക്കാം. ഇനി അടുത്തതാണ് നമ്മുടെ ഫീമെയില് നോക്കിക്കടാ, ഇതാണ് ഓവറി ഉണ്ടാക്കുന്ന എഗ്ഗിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്താ? ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബ് ആണ് അല്ലെ. ഫീമെയിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഫെലോപ്പിയൻ ട്യൂബിനെ നമ്മളിവിടെ കട്ട് ചെയ്യും. ഓക്കെ, ഫെലോപ്പിയൻ ട്യൂബിനെ കട്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ അവിടെ ടൈ ചെയ്ത് വെക്കും. അപ്പൊ ഫെലോപ്പിയൻ ട്യൂബിനല്ലേ ഇവിടെ സർജറി നടന്നത്. സോ ഇറ്റ് ഇസ് കോൾഡ് ആസ് ട്യൂബക്ടമി. എന്താണ് അവിടെ വിളിക്കുക? ട്യൂബക്ടമി. സോ 2 സർജിക്കൽ മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് വാസെക്ടമി, ഒന്ന് ട്യൂബക്ടമി. വാസെക്ടമി ഇൻ മെയിൽ, കട്ട് ആൻഡ് ടൈ ഓഫ് വാസ് ഡിഫറൻസ്. ട്യൂബക്ടമി ഇൻ ഫീമെയിൽ, കട്ട് ആൻഡ് ടൈ ഓഫ് ഫെലോപ്പിയൻ ട്യൂബ്. ഐഡന്റിഫൈ ദ ബാക്ടീരിയൽ ഡിസീസ് ഫ്രം ദ ഫോളോയിങ്. അപ്പൊ ഈ 4 എണ്ണത്തിൽ ഏതാണ് ബാക്ടീരിയൽ ഡിസീസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. മക്കളെ നോക്കിക്കോ, ഫൈലേറിയാസിസ് എന്ന് പറയുന്നത് ഫൈലേറിയൽ വേം, അതായത് നമ്മളെ വ്യൂച്ചറേറിയ, ബാങ്ക്രോഫ്റ്റി അല്ലെങ്കിൽ മലായി അങ്ങനെയുള്ള ഫൈലേറിയൽ വേംസ് ഉണ്ടാക്കുന്ന ഡിസീസാണ് മന്ദിരോഗം അല്ലെ. സോ അതെന്തല്ല? ബാക്ടീരിയൽ ഡിസീസ് അല്ലല്ലോ. അടുത്തതാണ് മലേറിയ. ഓക്കെ, മലേറിയ ഉണ്ടാക്കുന്നത് ഒരു പ്രോട്ടോസോവൻ ആണ്. ഏത് പ്രോട്ടോസോവൻ ആണ്? പ്ലാസ്മോഡിയം.
പ്ലാസ്മോഡിയത്തിന്റെ പല സ്പീഷീസ് ഉണ്ട്, വൈവാക്സ് അല്ലെങ്കിൽ ഫാൽസിപാരം അല്ലെങ്കിൽ മലേറിയ, ഇങ്ങനെ പല ടൈപ്പ് പ്ലാസ്മോഡിയം ഉണ്ട്. പ്ലാസ്മോഡിയം സ്പീഷീസ് ആണ് മലേറിയ ഉണ്ടാക്കുന്നത്. അമീബിയാസിസ് അല്ലെ, അമീബിയാസിസ് ഉണ്ടാക്കുന്നത് ഒരു പ്രോട്ടോസോവൻ അല്ലേ? ഏത് പ്രോട്ടോസോവനാണ്? എൻറ്റമീബ ഹിസ്റ്റോലിറ്റിക്ക അല്ലെ. എന്താണ്? എൻറ്റമീബ ഹിസ്റ്റോലിറ്റിക്ക. അപ്പം ഈ ഒരു പ്രോട്ടോസോവൻ എന്ന് പറയുന്നത് എന്തായാലും ബാക്ടീരിയ അല്ലല്ലോ, മറ്റൊരു പാത്തോജൻ ആണ് അല്ലെ. സോ അമീബിയാസിസും അല്ല. സോ ദ റൈറ്റ് ആൻസർ ഇസ് ടൈഫോയിഡ്. അപ്പൊ ടൈഫോയിഡ് ആണ് ബാക്ടീരിയൽ ഡിസീസ്. ടൈഫോയിഡ് പകർത്തുന്ന ബാക്ടീരിയയുടെ പേരാണ് സാൽമോണല്ല ടൈഫി. എന്താണ്? സാൽമോണല്ല ടൈഫി. ഓക്കെ, സാൽമോണല്ല ടൈഫി. സെറ്റ് ആയല്ലോ? യെസ്. ഓക്കെ, അപ്പൊ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് സെറ്റ് ആണല്ലോ. എന്തൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്? അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് സിഫ്റ്റ് പറഞ്ഞു, പിന്നെന്താണ്, പിന്നെ ഹോർമോൺസ് പറഞ്ഞു. യെസ്. പിന്നെ മക്കളെ, മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയറിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, അതുപോലെ ഇതുപോലത്തെ, അതായത് ഇഷ്ടം പോലെ മാച്ച് ദ ഫോളോയിങ് ആ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് കെമിക്കൽസ്, എൻസൈംസ് ആൻഡ് ബയോ ആക്റ്റീവ് മോളിക്യൂൾസിൽ നിന്നാണ് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ എന്താ കോൺട്രാസെപ്റ്റീവ് പറഞ്ഞു, ആൻഡ് ഡിസീസസ് പറഞ്ഞു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ. യെസ്. ഇനി 2 മാർക്ക് അല്ലേ? ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനും കൂടി കഴിഞ്ഞാൽ 2 മാർക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇത് 2 മാർക്കാന്ന് വിചാരിച്ചടാ. ഓക്കെ, കംപ്ലീറ്റ് ദ ബോക്സസ് വിത്ത് ദ സ്യൂട്ടബിൾ വേർഡ്സ് ഗിവൺ ബിലോ. എന്തൊക്കെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്? അനലോഗസ്, ഹോമോലോഗസ്, കൺവേർജന്റ്, ഡൈവേർജന്റ്. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന ആ ഒരു ടേബിൾ നിങ്ങൾ നോക്കിക്കേ. 4 limbs ഓഫ് മാമൽസ്, വിങ്സ് ഓഫ് ബേർഡ്സ് ആൻഡ് ബട്ടർഫ്ലൈസ്. ഓക്കെ, സോ 4 limbs ഓഫ് മാമൽസ്. 4 limbs ഓഫ് മാമൽസ് എന്ന് പറയുമ്പോൾ എന്താ? നിങ്ങൾ പല ടൈപ്പ് മാമൽസിന് എടുക്കുക. മാൻ, ചീറ്റ, ബാറ്റ്, വെയിൽ, ഇതൊക്കെ മാമൽസ് തന്നെയാണ് അല്ലെ. അപ്പൊ മാനിന് 4 limb എന്ന് പറയുന്നത് കൈകളാണ്. നമ്മൾ കൈകൾ വെച്ചിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ ചീറ്റയുടെ 4 limb എന്ന് പറഞ്ഞാൽ അവരുടെ ഫ്രണ്ടിലുള്ള 2 ലെഗ്സ് ആണ്. ഓക്കെ, അത് വെച്ചിട്ട് അവർ നടക്കും ഓടും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ബാറ്റിന്റെ 4 limb എന്ന് പറയുന്നത് എന്താ? അവരുടെ വിങ്സ് ആണ്. വിങ്സ് വെച്ചിട്ട് അവരെന്താ ചെയ്യുക? പറക്കുകയാണ് ചെയ്യുക. വെയിലിന്റെ 4 limb എന്ന് പറയുന്നത് അവരുടെ ആ മുന്നിലുള്ള ഫ്ലിപ്പേഴ്സ് ആണ്. ഓക്കെ, യെസ്. ഇത് വെച്ചിട്ട് അവരെന്താ ചെയ്യുന്നത്? സ്വിം ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. നിങ്ങൾ ഈ എല്ലാ 4 limb എടുത്ത് നോക്കിക്കോ. ഇവരുടെ എല്ലാത്തിലും ഉള്ളത് സെയിം ബോൺസ് ഒക്കെ തന്നെയാണ്. ഹ്യൂമറസ്, അൾന, റേഡിയസ് അല്ലെ, കാർപ്പൽസ്, മെറ്റാകാർപ്പൽസ്, ഫാലഞ്ചസ് എന്നൊക്കെ പറഞ്ഞിട്ട് സെയിം സ്ട്രക്ചറാ. പക്ഷെ ഇവരുടെയൊക്കെ ഫംഗ്ഷൻ ഡിഫറെന്റ് അല്ലേ. ഇപ്പം വെയില് 4 limb യൂസ് ചെയ്തിട്ട് നീന്തും. നമ്മളെ 4 limb യൂസ് ചെയ്തിട്ട്, അത് കൈകൾ യൂസ് ചെയ്തിട്ട് നീന്താണോ ചെയ്യുന്നത്? അല്ലല്ലോ, നമ്മൾ പല പരിപാടി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ബാറ്റ് 4 limb യൂസ് ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്? നീന്താണ് ചെയ്യുന്നത്, പറക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. സോ സ്ട്രക്ചർ സിമിലർ ആണ്. ഓക്കെ, സ്ട്രക്ചർ സെയിം ആണ്, പക്ഷേ ഫംഗ്ഷൻ ഡിഫറെന്റ് അല്ലേ. എന്താണ്? ഫംഗ്ഷൻ ഡിഫറെന്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഓർഗൻസിനെ വിളിക്കുന്ന പേരാണ് ഹോമോലോഗസ് ഓർഗൻസ്. എന്താണ് വിളിക്കുക? ഹോമോലോഗസ് ഓർഗൻസ്. ദേ ആർ ഹോമോലോഗസ് ഓർഗൻസ്. അതിന്റെ അർത്ഥം എന്താണ്? ദേ ഓൾ ഷെയർ കോമൺ ആൻസെസ്റ്റർ. ഇവർക്കൊക്കെ എന്താണുള്ളത്? കോമൺ ആൻസെസ്റ്റർ ആണുള്ളത്. എന്ത് ടൈപ്പ് ഓഫ് എവല്യൂഷനാ? അതായത് ഒരു കോമൺ ആൻസെസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞു. കോമൺ ആൻസെസ്റ്ററിൽ നിന്ന് ഇവരെല്ലാവരും ഇങ്ങനെ ഡൈവേർജ് ചെയ്തു പോയതല്ലേ. സോ ദാറ്റ് ഈസ് ഡൈവേർജന്റ് എവല്യൂഷൻ. എന്ത് എവല്യൂഷൻ ആണടാ? ഡൈവർജന്റ് എവല്യൂഷൻ ആണ് കേട്ടോ. എന്താലോചിക്കണം? HD ആലോചിക്കുക. ഹോമോലോഗസ് ഓർഗൻസ്, ഡൈവേർജന്റ് എവല്യൂഷൻ. അടുത്തതാണ് വിങ്സ് ഓഫ് ബേർഡ്സ് ആൻഡ് ബട്ടർഫ്ലൈസ്. ഓക്കെ, സോ ബേർഡ്സിനും ബട്ടർഫ്ലൈസിനും എന്തുണ്ട്? വിങ്സ് ഉണ്ട്. അത് എന്തിനാ യൂസ് ചെയ്യുന്നത്? ഇവര് പറക്കാൻ തന്നെയാണ്. പറക്കാൻ എന്നല്ലാതെ വേറെ ഉപയോഗമൊന്നും ഇല്ല അല്ലെ. പക്ഷേ ബട്ടർഫ്ലൈന്റെയും ബേർഡ്സിന്റെയും ഒക്കെ വിങ്സ് നിങ്ങൾ എടുത്ത് നോക്കിക്കോ. സ്ട്രക്ചർ ഡിഫറെന്റ് ആണ്. സ്ട്രക്ചർ എന്താണ്? ഡിഫറെന്റ് ആണ്. ഓക്കെ, പക്ഷെ ഫംഗ്ഷൻ എന്താ? പറക്കുക, അതായത് സിമിലർ ആണ്. ഫംഗ്ഷൻ എന്താണ്? സിമിലർ ആണ്. അപ്പൊ ഇങ്ങനെ സ്ട്രക്ചറലി ഡിഫറെന്റ് ആൻഡ് ഫംഗ്ഷണലി സിമിലർ ആയിട്ടുള്ള ഓർഗൻസിനെ വിളിക്കുന്ന പേരാണ് അനലോഗസ് ഓർഗൻസ്. എന്താണ് വിളിക്കുക? അനലോഗസ് ഓർഗൻസ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പൊ ബേർഡ്സിനും ബട്ടർഫ്ലൈക്കും ഒക്കെ ആൻസെസ്റ്റേഴ്സ് ഡിഫറെന്റ് ആണ്. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ആൻസെസ്റ്റേഴ്സ് ഉള്ള സ്പീഷീസ് ഒക്കെ ഒരൊറ്റ കോമൺ പോയിന്റിലേക്ക് കൺവെർജ് ചെയ്യുന്നു അല്ലെ. ഒരു കോമൺ പോയിന്റിലേക്ക് എന്താ? കൺവെർജ് ചെയ്യുന്നു. സോ ഇതിനെ നമുക്ക് കൺവെർജന്റ് എവല്യൂഷൻ എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? കൺവേർജന്റ് എവല്യൂഷൻ. കൺവേർജന്റ് എവല്യൂഷൻ. പിന്നെ മക്കളെ പറഞ്ഞേ, ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്? അതായത് ഇതിൽ നിന്ന് നമുക്കൊരു നിമോണിക് എടുക്കാം അല്ലെ. അതായത് എന്താ? എയും സിയും അല്ലെ. അനലോഗസ് ഓർഗൻസ്, കൺവേർജന്റ് എവല്യൂഷൻ. ഇനി നമുക്ക് വരാം. അപ്പൊ ഇതിലൂടെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്? അതായത് ഓർഗാനിസംസിന്റെ സ്ട്രക്ചറിലുള്ള സിമിലാരിറ്റീസും ഡിഫറൻസസും ഒക്കെ എവല്യൂഷന്റെ എവിഡൻസ് ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, സെറ്റ്. യെസ്, ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റ് ബുക്കിൽ ഏതൊക്കെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾ എഴുതണം. ഇപ്പൊ നിങ്ങൾ ഹോമോലോഗസ് ഓർഗൻസിലെ പ്ലാന്റ്സിൽ നിന്നുള്ള എക്സാമ്പിൾ ആണ് നമ്മുടെ കുക്കുർബീറ്റിലുള്ള ടെൻട്രിലും ബൊഗൻവില്ലയിലുള്ള തോണും. ഓക്കെ, പിന്നെ അനലോഗസ് ഓർഗൻസിലാണെങ്കിൽ സ്വീറ്റ് പൊട്ടേറ്റോ, പിന്നെ ഒക്ടോപ്പസ് ആൻഡ് ഹ്യൂമൻ ബീങ്സിന്റെ ഐ. അപ്പൊ ഏതൊക്കെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ടോ അതെല്ലാം പഠിക്കണം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹാസ് സ്റ്റാർട്ടഡ് എ നമ്പർ ഓഫ് പ്രോഗ്രാംസ് to prevent the spreading of HIV infection. Mention any 4 preventive measures against HIV infection.
ഓക്കെ, അപ്പോൾ നമ്മൾ WHO എന്ത് ചെയ്തിട്ടുണ്ട്, ഈ HIV-യുടെ ഈ ഒരു സ്പ്രെഡിങ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ പ്രോഗ്രാംസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ 4 പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് HIV-യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ HIV എന്ന് പറയുന്നത് ഒരു വൈറസ് ആണ് അല്ലേ. HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. എന്താണ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. അപ്പം ഇത് ഒരു റിട്രോ വൈറസ് ആണ്. എന്ത് വൈറസ് ആണ്? റിട്രോ വൈറസ് ആണ് കേട്ടോ. അപ്പോൾ ഈ വൈറസ് എന്താ ചെയ്യുക, മെല്ലെ നമ്മുടെ ബോഡിയിലേക്ക് കയറും, എന്നിട്ട് നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിലേക്ക് കയറും, എന്നിട്ട് നമ്മുടെ ലിംഫോസൈറ്റിനെയും അല്ലെ, നമ്മുടെ ലിംഫോസൈറ്റിൻ്റെയും, ലിംഫോസൈറ്റ്സ് സെൽസ് ആണ്, അതുപോലെ മാക്രോഫേജസും സെൽസ് ആണ്. അപ്പോൾ ഈ സെൽസിൻ്റെ അകത്തേക്കാണ് ഇവർ കയറുക. എന്നിട്ട് മാക്രോഫേജസിൻ്റെ ഒക്കെ എന്ത് യൂസ് ചെയ്യും, ജെനറ്റിക് മെക്കാനിസം യൂസ് ചെയ്യും. ജെനറ്റിക് മെക്കാനിസം യൂസ് ചെയ്തിട്ട് ഇവർ അങ്ങോട്ട് പെരുകാൻ തുടങ്ങും. ഓക്കെ, അതായത് നമ്മളെ സെല്ലിലെ മെക്കാനിസം യൂസ് ചെയ്തിട്ടാണ് ഇവർ അങ്ങോട്ട് പെരുക. അപ്പം ഈ HIV ഇങ്ങനെ കൂടി വരുന്നതിനനുസരിച്ച് നമ്മളെ സെല്ലിലുള്ള നമ്മുടെ ബോഡിയിലുള്ള ലിംഫോസൈറ്റുകൾ ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ ഇതിന്റെ പ്രശ്നം എന്താ? അതായത് ലിംഫോസൈറ്റ് ആണ് നമ്മുടെ ബോഡിക്ക് നല്ലോണം ഇമ്മ്യൂണിറ്റി കൊടുക്കുന്ന സെൽസ് അല്ലേ. പക്ഷെ ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറയുന്നു. ഓക്കെ, അവസാനം അത് വളരെ തുച്ഛമായി മാറും. അപ്പം നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി അല്ലേ കുറഞ്ഞത് അല്ലെ, നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ റെസ്പോൺസ് എല്ലാം കുറയും. അപ്പം കണ്ട എല്ലാ പാത്തജൻസും ശരീരത്തിലേക്ക് കയറിയിട്ട് കുറേ രോഗങ്ങൾ ഉണ്ടാക്കും കേട്ടോ. അപ്പം ഈ ഒരു അവസ്ഥയാണ് എയ്ഡ്സ്. ഓക്കെ, ഈ ഒരു അവസ്ഥേനെയാണ് നമ്മൾ എയ്ഡ്സ് എന്ന് പറയുക. എയ്ഡ്സിന്റെ ഫുൾ ഫോം എന്താണ്? എക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. എക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ഓക്കെ, സിൻഡ്രോം. ഓക്കെ, അങ്ങനെ HIV ശരിക്കും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ആണ് ഉണ്ടാവുക എന്ന് പറയാം. പ്രത്യേകിച്ച് കാഴ്ച നഷ്ടപ്പെടുക, ശരീരത്തിലാകെ മൊത്തം കുറേ ഇൻഫെക്ഷൻസ് വരിക, എന്താ പറയുക, ബോഡി വീക്ക് ആവുക, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, ഇത് എങ്ങനെയൊക്കെയാണ് സ്പ്രെഡ് ആവുന്നത്? അതാദ്യം പറയാം. എങ്ങനെയൊക്കെയാണ് സ്പ്രെഡ് ആവുന്നത്? അതായത് ഒന്ന്, അമ്മ HIV ഇൻഫെക്റ്റഡ് ആണെങ്കിൽ, അമ്മ പ്രഗ്നന്റ് ആണെങ്കിൽ കുഞ്ഞിലേക്ക് അത് വരാൻ ചാൻസ് ഉണ്ട്. ബ്രസ്റ്റ് ഫീഡിങ്ങിലൂടെയും വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരാൾ യൂസ് ചെയ്ത സിറിഞ്ചോ നീഡിലോ ഓക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. കാരണം അയാൾക്ക് HIV ഉണ്ടെങ്കിൽ ഈ സിറിഞ്ചിൽ അയാളുടെ ബ്ലഡ് കോമ്പണൻസ് ഉണ്ടാക്കും, നമ്മളിലേക്ക് നേരെ HIV കടക്കും. ഓക്കെ, യെസ്. പിന്നെന്താ, നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ സമയത്ത്, എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ സമയത്ത് ഇപ്പം നമ്മൾ സ്വീകരിക്കുന്ന ബ്ലഡ് ആരതാണോ അയാൾക്ക് HIV ഉണ്ടെങ്കിൽ ആ ബ്ലഡിലൂടെ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് HIV വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സെറ്റായല്ലോ. യെസ്. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ അൺനോൺ പാർട്ട്നേഴ്സ് ഒക്കെ ആയിട്ടുള്ള സെക്സിലൂടെ, പ്രത്യേകിച്ച് അൺപ്രൊട്ടക്റ്റഡ് സെക്സ് അല്ലെ, അൺപ്രൊട്ടക്റ്റഡ് സെക്സിലൂടെയൊക്കെ നമുക്ക് HIV വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് HIV വരിക. അല്ലാതെ നമ്മളെ നാട്ടുകാർ വിചാരിക്കുന്ന പോലെ ഒരേ കുളത്ത് കുളിച്ചാൽ, അല്ലെങ്കിൽ ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിച്ചാൽ, അല്ലെങ്കിൽ എന്താ പറയുക ഒരേ ടോയ്ലറ്റ് യൂസ് ചെയ്താലും HIV പടരുന്നില്ല കേട്ടോ. ഓക്കെ, ഫ്ലൂയിഡ്സിലൂടെയാണ് ഇത് മെയിനായിട്ട് പടരുന്നത്. ഓക്കെ, എങ്ങനെയൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം? നമ്പർ 1, അമ്മയ്ക്ക് HIV ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മെഡിക്കേഷൻസ് എടുക്കുക, കുഞ്ഞിലേക്ക് വരാതിരിക്കാനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. രണ്ടാമത്തത്, ഒരിക്കലും ഒരാൾ യൂസ് ചെയ്ത് സിറിഞ്ചോ നീഡിലോ യൂസ് ചെയ്യാതിരിക്കുക. അപ്പം നിങ്ങൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം എപ്പോഴും ഓർമ്മയിൽ വെക്കുക. അപ്പോൾ ഡ്രഗ്സ് തന്നെ ഉപയോഗിക്കാത്തതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, കണ്ണ് കാണുന്ന എല്ലാ സിറിഞ്ചും യൂസ് ചെയ്യാന്നാണ് പറയുക. നെക്സ്റ്റ് വൺ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ സമയത്ത് ബി വെരി കെയർഫുൾ. നമ്മൾ ആരുടെ ബ്ലഡ് സ്വീകരിക്കുന്നത് അയാൾക്ക് ഇതില്ലാന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ എപ്പോഴും കോണ്ടംസ് യൂസ് ചെയ്യുക. അതായത് കോൺട്രാസെപ്റ്റീവിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കോൺട്രാസെപ്റ്റീവ് ആണ് ബാരിയർ മെത്തേഡിൽ വരുന്ന നമ്മുടെ കോണ്ടംസ്. സോ കോണ്ടംസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 90% ഈ ഒരു വൺ പാർട്ട്ണർ ടു അതർ പാർട്ട്ണറിലേക്കുള്ള HIV ഇൻഫെക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തടയാനായിട്ട് പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് പ്രിവെൻറ്റീവ് മെഷേഴ്സ്. Observe the given diagram and answer the following questions. Identify the above process. ഈ തന്നിരിക്കുന്നത് എന്ത് പ്രോസസ്സാ? കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, ദിസ് ഇസ് DNA replication അല്ലെ. എന്താണ് DNA replication? Name the enzyme required to polymerize the DNA strand. അതായത് നമുക്ക് DNA സ്ട്രാൻഡിന്റെ പോളിമറൈസേഷൻ നടത്തണമെങ്കിൽ ഏത് എൻസൈം വേണം? DNA polymerase. Name the enzyme required to join the discontinuous strands. ഈ ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ് അല്ലേ, ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ് എന്ന് പറയുമ്പോൾ ഇവർ എന്തിനു ഉദ്ദേശിക്കുന്നത്? ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ്. ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടി യോജിപ്പിക്കണ്ടേ? അതിന് യൂസ് ചെയ്ത എൻസൈം ഏതാ? DNA ligase. ഏതാണടാ? DNA ligase. In eukaryotes, replication of DNA occurs at dash phase of cell cycle.
സെൽ സൈക്കിളിന്റെ ഏത് ഫേസിലാണ് DNA റെപ്ലിക്കേഷൻ നടക്കുന്നത്? ഏത് ഫേസിലാണ്? നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ടല്ലോ. ഏതൊക്കെയാ? G1, S, G2, M ഫേസ്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അതിൽ S ഫേസിലാണ് DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് കേട്ടോ. ഏത് ഫേസിലാണ്? S ഫേസിലാണ് DNA റെപ്ലിക്കേഷൻ നടക്കുന്നത്. സോ നമുക്കറിയാം, അതായത് ഡബിൾ സ്ട്രാൻഡഡ് DNA ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് ഓരോ സ്ട്രാൻഡിന്റെയും കോംപ്ലിമെന്ററി ബേസ് പെയറിംഗ് വഴി, എന്താണ് കോംപ്ലിമെന്ററി ബേസ് പെയറിംഗ് വഴി നമുക്ക് പുതിയ DNA സ്ട്രാൻഡ്സ് ഉണ്ടാവുന്നു അല്ലെ? യെസ്. ആൻഡ് ദിസ് മെത്തേഡ് സെമി കൺസർവേഷൻ ഓഫ് DNA, അല്ലെങ്കിൽ സെമി കൺസർവേറ്റീവ് മെത്തേഡ് ആണ് നമ്മുടെ DNA റെപ്ലിക്കേഷനിൽ നടക്കുന്നത്. ഓക്കെ, യെസ്. ആൻഡ് പുതിയ DNA സ്ട്രാൻഡ്സ് ഉണ്ടാവുക എപ്പോഴും എന്ത് ഡയറക്ഷനിലാണ്? 5' to 3' ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, 5' to 3' ഡയറക്ഷനിലായിരിക്കും. ആൻഡ് ഏത് DNA സ്ട്രാൻഡിൽ നിന്നാണോ പുതിയ DNA സ്ട്രാൻഡ് ഉണ്ടാവുന്നത്, ആ ഓൾഡ് DNA സ്ട്രാൻഡിനെ നമുക്ക് എന്ത് വിളിക്കാം? ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് വിളിക്കാം. അപ്പോൾ ടെംപ്ലേറ്റ് സ്ട്രാൻഡിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും വരുന്നത്? അതായത് 3' 5'. എന്നാലല്ലേ ഉണ്ടാവുന്ന DNA എന്തുണ്ടാവുന്നുള്ളൂ? 5' 3' ഡയറക്ഷനിൽ ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു DNA റെപ്ലിക്കേഷനിൽ ഒരു DNA സ്ട്രാൻഡിന് കണ്ടിന്യൂസ് സിന്തസിസും മറ്റൊരു DNA സ്ട്രാൻഡിന് ഡിസ്കണ്ടിന്യൂസ് സിന്തസിസും ആണ് നടക്കുന്നത്. എന്തുകൊണ്ടാ? ഈ കണ്ടിന്യൂസ് സിന്തസിസിൽ ഉണ്ടാവുന്ന പുതിയ DNA സ്ട്രാൻഡ് ഏത് ഡയറക്ഷനിലാണ് ഉണ്ടാവുന്നത്? ടുവേർഡ്സ് ദ റെപ്ലിക്കേഷൻ ഫോർക്ക്. ഇതാണ് റെപ്ലിക്കേഷൻ ഫോർക്ക്. അപ്പോൾ ടുവേർഡ്സ് ദ റെപ്ലിക്കേഷൻ ഫോർക്കും ഡിസ്കണ്ടിന്യൂസ് സിന്തസിസിലൂടെ ഉണ്ടാവുന്ന DNA സ്ട്രാൻഡ് എന്ന് പറയുമ്പോൾ അത് എവേ ഫ്രം ദ റെപ്ലിക്കേഷൻ ഫോർക്കും ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, ആൻഡ് ഈ കണ്ടിന്യൂസ് സിന്തസിസിൽ നമ്മൾ ഉണ്ടാക്കിയ ആ പുതിയ DNA സ്ട്രാൻഡിനെ നമുക്ക് ലീഡിംഗ് സ്ട്രാൻഡ് എന്ന് വിളിക്കാം. എന്താണ് ലീഡിംഗ് സ്ട്രാൻഡ്? കാരണം ഒരൊറ്റ സിംഗിൾ സ്ട്രാൻഡ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു സ്ട്രാൻഡിനെ കിട്ടുന്നത് അല്ലേ? അത് ലീഡിംഗ് സ്ട്രാൻഡ് ആണ്. പക്ഷെ ഇപ്പുറത്തെ നിങ്ങൾ നോക്കിക്കേ, ഡിസ്കണ്ടിന്യൂസ് സിന്തസിസിന്റെ അവിടെ കുറെ പീസ് ആയിട്ടുള്ള എന്താ നമുക്ക് കിട്ടുക? നമുക്ക് കുഞ്ഞു കുഞ്ഞു DNA ഫ്രാഗ്മെന്റ്സ് ആണ് കിട്ടുന്നത് അല്ലേ? ദാറ്റ് ഈസ് ലാഗിംഗ് സ്ട്രാൻഡ്. അതെന്താണ്? ലാഗിംഗ് സ്ട്രാൻഡ്. ഓക്കെ, ലീഡിംഗ് സ്ട്രാൻഡും ലാഗിംഗ് സ്ട്രാൻഡും. ലീഡിംഗ് സ്ട്രാൻഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരൊറ്റ RNA പ്രൈമറിനെ മാത്രമേ അവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ആ RNA പ്രൈമറിനെ നമ്മൾ റെപ്ലിക്കേഷന്റെ അവസാനം എടുത്ത് ഒഴിവാക്കുമ്പോഴും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്ട്രാൻഡ് ആണ് നമുക്ക് പുതിയതായിട്ട് കിട്ടുന്നത്. പക്ഷെ ലാഗിംഗ് സ്ട്രാൻഡ് അല്ലെ, എന്താ പ്രത്യേകത? നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇഷ്ടം പോലെ RNA പ്രൈമർ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പം റെപ്ലിക്കേഷന്റെ അവസാനം നമ്മൾ RNA പ്രൈമറുകളെ ആഡ് ചെയ്ത് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുന്നത്? കുറെ ഗ്യാപ്പ് കിട്ടും. അതായത് കുറെ കുഞ്ഞു കുഞ്ഞു DNA ഫ്രാഗ്മെന്റ്സ് വിത്ത് ഗ്യാപ്പ്. അപ്പൊ ഗ്യാപ്പ് നമ്മൾ മാറ്റണം അല്ലേ? എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ എല്ലാ DNA ഫ്രാഗ്മെന്റ്സിനെയും ഇങ്ങനെ കൂട്ടിയോജിപ്പിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഏത് എൻസൈം ഉള്ളത്? DNA ലിഗേസ്. ഏതാണടാ? DNA ലിഗേസ്. അതിന് വേണ്ടിയിട്ടാണ് DNA ലിഗേസ് എന്ന് പറയുന്ന എൻസൈം ഉള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ DNA റെപ്ലിക്കേഷൻ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ DNA റെപ്ലിക്കേഷന് വേണ്ട എൻസൈം എന്താണ്? DNA പോളിമറേസ്. ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സിനെ ജോയിൻ ചെയ്യുന്നത് DNA ലിഗേസ്. എസ് ഫേസ് ഓഫ് സെൽ സൈക്കിളിലാണ് DNA റെപ്ലിക്കേഷൻ നടക്കുന്നത്. രണ്ട് സ്ട്രാൻഡ്, ഒന്ന് കണ്ടിന്യൂസ് സിന്തസിസ്, അവിടെ കിട്ടുന്നത് ലീഡിംഗ് സ്ട്രാൻഡ്. ഡിസ്കണ്ടിന്യൂസ് സിന്തസിസ്, അവിടെ കിട്ടുന്നത് ലാഗിംഗ് സ്ട്രാൻഡ്. ഈ ലാഗിംഗ് സ്ട്രാൻഡിലെ ഫ്രാഗ്മെന്റ്സിനെ, ഈ കഷ്ണ ഫ്രാഗ്മെന്റ്സിനെ വിളിക്കുന്ന പേരാണ് ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ്. ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സിനെ നമ്മൾ ജോയിൻ ചെയ്യുന്നത് DNA ലിഗേസ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഒബ്സർവ് ദ ഫിഗർ, ഐഡന്റിഫൈ ദ മോളിക്യുലർ സ്ട്രക്ചർ ഗിവൺ ഇൻ ദ ഫിഗർ. ഓക്കെ, ഈ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇത് ആന്റിബോഡി മോളിക്യൂൾ ആണെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ ഇതെന്താ? ഇമ്മ്യൂണോഗ്ലോബുലിൻ. ഇതെന്താണ്? ഇമ്മ്യൂണോഗ്ലോബുലിൻ. അതായത് നമ്മൾ ആന്റിബോഡിന്റെ മറ്റൊരു പേരാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ കേട്ടോ. നെയിം ദ റീജിയൻ ലേബിൾഡ് ആസ് A, B and C. ഓക്കെ, സോ നമുക്കൊരു ആന്റിബോഡിയുടെ കാര്യം അറിയാം. ആന്റിബോഡിക്ക് എന്തൊക്കെയുണ്ട്? 2 ലൈറ്റ് ചെയിനും ഉണ്ട്, 2 ഹെവി ചെയിനും ഉണ്ട്. ഇത് അതിന്റെ ലൈറ്റ് ചെയിൻ ആണ്, ഇത് അതിന്റെ ഹെവി ചെയിൻ ആണ്. ഓക്കെ, അതായത് H2L2 ഇങ്ങനെയാണ് വരുന്നത്. 2 ലൈറ്റ് ചെയിനും 2 ഹെവി ചെയിനും ഉണ്ട്. ഓക്കെ, അത് കൂടാതെ ഈ ഒരു ഭാഗം നിങ്ങൾ നോക്കിക്കേ, അതാണ് A മാർക്ക് ചെയ്തിരിക്കുന്നത്. അതെന്താ? ആന്റിജൻ ബൈൻഡിങ് സൈറ്റ്. അതായത് ആന്റിബോഡിയുടെ പ്രത്യേകത എന്താ? നമ്മുടെ ശരീരത്തിലേക്ക് ഏതെങ്കിലും ഒരു ആന്റിജൻ അല്ലെ, എന്തെങ്കിലും ഒരു ഫോറിൻ ഏജന്റ് കയറിയാൽ അയാളടുത്ത് പോയിട്ട് അയാൾ അങ്ങ് നശിപ്പിക്കുന്ന ആളാണ് ആന്റിബോഡീസ്. അപ്പൊ ആന്റിബോഡീസ് എന്താ ചെയ്യുക? ആന്റിജനുമായിട്ട് ബൈൻഡ് ചെയ്യില്ലേ? ആ ബൈൻഡിങ് സൈറ്റ് ആണ് ദാ ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ആന്റിജൻ ബൈൻഡിങ് സൈറ്റ് ദാറ്റ് ഇസ് പ്രസന്റ് ഇൻ ആന്റിബോഡി. ആന്റിബോഡിയുടെ മറ്റൊരു പേരാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. പല ടൈപ്പ് ആന്റിബോഡീസ് ഉണ്ട്. IgA, IgM, IgE, ഇങ്ങനെ പല ടൈപ്പ് ആന്റിബോഡീസ് ഉണ്ട്. ഒരു മിനിറ്റ്, ആന്റിബോഡീസിനെ ഉണ്ടാക്കുന്നത് ഏത് ലിംഫോസൈറ്റാ? ബി ലിംഫോസൈറ്റ് ആണ് കേട്ടോ. ബി ലിംഫോസൈറ്റ് ആന്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യും. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് T ലിംഫോസൈറ്റ്. ദ പ്രിൻസിപ്പൽ സേസ് allelic frequency in a population are stable and is constant from generation to generation. എത്ര ജനറേഷൻ മുന്നോട്ടേക്ക് പോയാലും allelic frequency എന്ന് പറയുന്നത് സ്റ്റേബിൾ ആണ്, കോൺസ്റ്റന്റ് ആണ് ഒരു ജനറേഷൻ്റെ എന്നാണ് പറയുന്നത്, ഒരു പോപ്പുലേഷൻ്റെ എന്നാണ് പറയുന്നത്. എന്താ സംഭവം? ഇപ്പം എൻ്റെ കയ്യിൽ ഫസ്റ്റ് ജനറേഷൻ ഉണ്ട് കേട്ടോ.
ഓക്കെ, ഒരു പോപ്പുലേഷന്റെ ഫസ്റ്റ് ജനറേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടുത്തെ അലീലിക് ഫ്രീക്വൻസി നിങ്ങൾ വിചാരിക്കുക 3:2 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഒരു ജനറേഷൻ എന്ത് ചെയ്തു, അതായത് റീപ്രൊഡ്യൂസ് ചെയ്തു, അങ്ങനെ നമുക്ക് സെക്കൻഡ് ജനറേഷൻ കിട്ടി. ആ സെക്കൻഡ് ജനറേഷന്റെയും അലീലിക് ഫ്രീക്വൻസി എന്തായിരിക്കും, 3:2 ആയിരിക്കും, അല്ലെങ്കിൽ റേഷ്യോ 3:2 ആയിരിക്കും. ഇയാൾ എന്ത് ചെയ്തു, തേർഡ് ജനറേഷൻ ഉണ്ടാക്കി. ആ തേർഡ് ജനറേഷന്റെയും എന്താണ്, 3:2 തന്നെയാണ് റേഷ്യോ അല്ലെങ്കിൽ അലീലിക് ഫ്രീക്വൻസി വരുന്നത്. അതിന്റെ അർത്ഥം ഒരു പോപ്പുലേഷന്റെ അലീലിക് ഫ്രീക്വൻസി എന്താണോ, ആ പോപ്പുലേഷൻ ഇനി മുന്നോട്ടേക്ക് എത്ര ജനറേഷൻസ് ഉണ്ടാക്കിയാലും സെയിം അലീലിക് ഫ്രീക്വൻസി ആയിരിക്കും, അത് സ്റ്റേബിളും കോൺസ്റ്റന്റും ആയിരിക്കും. ഈ ഒരു പ്രിൻസിപ്പിളിനെ വിളിക്കുന്ന പേരാണ് ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം. എന്താണ് ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം? ഓക്കെ, ഇക്വിലിബ്രിയം. ഓക്കെ, അതായത് ഇപ്പൊ എ എന്ന് പറയുന്ന പോപ്പുലേഷന്റെ അലീലിക് ഫ്രീക്വൻസി എക്സ് ആണെന്ന് വിചാരിക്കുക. ഇവർ റീപ്രൊഡ്യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന സെക്കൻഡ് ജനറേഷൻ ഉണ്ടാവില്ലേ, ബി, അവരുടെയും അലീലിക് ഫ്രീക്വൻസി എക്സ് ആയിരിക്കും. ഓക്കെ, ഇനി സീൻ്റെതും എന്തായിരിക്കും, എക്സ് ആയിരിക്കും. ഇതിങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് ഓൾവേസ് എക്സ്, സ്റ്റേബിൾ ആൻഡ് കോൺസ്റ്റന്റ്. എലിലിക് ഫ്രീക്വൻസി സ്റ്റേബിൾ ആൻഡ് കോൺസ്റ്റന്റ്, ജീൻ ഫ്രീക്വൻസി സ്റ്റേബിൾ ആൻഡ് കോൺസ്റ്റന്റ്, ജീൻ പൂൾ അതായത് ടോട്ടൽ നമ്പർ ഓഫ് ജീൻസും സ്റ്റേബിൾ ആൻഡ് കോൺസ്റ്റന്റ്. ഓക്കെ, എന്തൊക്കെ ഫാക്ടേഴ്സ് പക്ഷേ ഇതിനെ തെറ്റിക്കാം? അതായത് എപ്പോഴും ഒരു പോപ്പുലേഷൻ എത്ര ജനറേഷൻ ഉണ്ടാക്കിയാലും ഈ ഒരു ഫ്രീക്വൻസി സെയിം ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ, അല്ലെ? ഇതെന്താവാം, തെറ്റാം. അതായത് ഈ ഒരു പ്രിൻസിപ്പിളിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് മെൻഷൻ ചെയ്താൽ മാത്രം മതി കേട്ടോ. ഒന്ന്, മ്യൂട്ടേഷൻ. എന്താണടാ, മ്യൂട്ടേഷൻ. 2, റീകോമ്പിനേഷൻ. എന്താണ് റീകോമ്പിനേഷൻ? 3, നാച്ചുറൽ സെലക്ഷൻ. എന്താണ് നാച്ചുറൽ സെലക്ഷൻ? 4, ജനറ്റിക് ഡ്രിഫ്റ്റ്. 5, ജീൻ മൈഗ്രേഷൻ ഓർ ജീൻ ഫ്ലോ. ജീൻ മൈഗ്രേഷൻ അല്ലെങ്കിൽ ജീൻ ഫ്ലോ. അപ്പം ഇത്രയും ഫാക്ടേഴ്സ് എന്തിനെ എഫക്ട് ചെയ്യാൻ പറ്റും? ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ എഫക്ട് ചെയ്യാൻ പറ്റും. ഇതിൽ ഏതെങ്കിലും ഒരു ഫാക്ടർ തന്നെ അലീലിക് ഫ്രീക്വൻസിനെ മാറ്റാനായിട്ട് പറ്റും. ഓക്കെ, അലീലിക് ഫ്രീക്വൻസിനെ മാറ്റാനായിട്ട് പറ്റും. ഓക്കെ, സെറ്റ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. ഇൻ വിച്ച് പാർട്ട് ഓഫ് ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ദ ഫോളോയിങ് ഇവന്റ്സ് ഒക്കെ? ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? ഫെർട്ടിലൈസേഷനും ഇംപ്ലാന്റേഷനും. എവിടെ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്? എവിടെ വെച്ചിട്ടാണ് ഇംപ്ലാന്റേഷൻ നടക്കുന്നത്? ഓക്കെ, സോ മക്കളെ നോക്കിക്കേ, ഇപ്പൊ നമ്മളെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ, അതായത് ഓവറി എന്തിനെ റിലീസ് ചെയ്യുന്നുണ്ട്? ഓവത്തിനെ റിലീസ് ചെയ്യുന്നുണ്ട്. ആ ഓവം സ്പേമിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ ആംപ്യുള്ളയുടെയും, അല്ലെ, ഓവിഡക്റ്റിന് 3 ഭാഗങ്ങളില്ലേ? ഒന്ന് ഇൻഫണ്ടിബുലം, പിന്നെ ആംപ്യുള്ള, പിന്നെ ഇസ്തമസ്, അല്ലെ? സോ ഈ ഒരു ഓവം സ്പേമിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ആംപ്യുള്ളയുടെയും ഇസ്തമസിന്റെയും ജംഗ്ഷനിലാണ്. അതായത് ആംപ്യുള്ളറി ഇസ്തമിക് ജംഗ്ഷനിൽ വെച്ചിട്ടായിരിക്കും എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ സ്പേം ഓവം ഫെർട്ടിലൈസേഷൻ സംഭവിക്കുന്നത്. കാരണം ഇവിടെ ഓവം ഓൾറെഡി സ്പേമിനെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓടി ഒരു സ്പേം വന്നിട്ട് ഓവത്തിനെ ഫെർട്ടിലൈസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നത് എവിടെയാ? ആംപ്യുള്ളറി ഇസ്തമിക് ജംഗ്ഷൻ. ഓക്കെ, പിന്നെ ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, അതായത് ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ഒരു സൈഗോട്ട് ഉണ്ടാവും. ആ സൈഗോട്ടിന് ക്ലീവേജ് സംഭവിക്കും, കുറേ ബ്ലാസ്റ്റോമിയോസ് ഉള്ള സ്ട്രക്ചർ ആയിട്ട് മാറും, അല്ലെ? അങ്ങനെ ഈ എംബ്രിയോ മെല്ലെ 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 ഫെലോപ്പിയൻ ട്യൂബിന്റെ മുന്നിലേക്ക് ഇങ്ങനെ നീങ്ങാൻ തുടങ്ങും. അങ്ങനെ ആ എംബ്രിയോ എന്തായി? ആദ്യം 2 സെൽഡ് സ്റ്റേജ്, പിന്നെ 4, 8, 16, 32 സെൽഡ് സ്റ്റേജ് ആയി. പിന്നെ അത് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കും. അവസാനം അതൊരു ബ്ലാസ്റ്റോസിസ്റ്റ് ആവും. എന്താകും? ബ്ലാസ്റ്റോസിസ്റ്റ്. ഈ ബ്ലാസ്റ്റോസിസ്റ്റ് ആണ് എവിടെ വന്നിട്ട് ഇംപ്ലാന്റ് ആവുന്നത്? നമ്മുടെ യൂട്രസിലെ എൻഡോമെട്രിയത്തിൽ വന്നിട്ട് ഇംപ്ലാന്റ് ആവുന്നത്. ഓക്കെ, അപ്പൊ ഇംപ്ലാന്റേഷൻ നടക്കുന്നത് എവിടെയാ? യൂട്രസിലാണ്. ഏത് ലെയറിലാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? എൻഡോമെട്രിയം. എൻഡോമെട്രിയൽ ലൈനിങ്ങിലാണ് ഈ ഒരു എന്താ പറയുക ബ്ലാസ്റ്റോസിസ്റ്റിന്റെ ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. ഡയഗ്രാം ഓഫ് എ ഹ്യൂമൻ ബ്ലാസ്റ്റോസിസ്റ്റ് ഈസ് ഗിവൺ ബിലോ. ഐഡന്റിഫൈ എ ആൻഡ് ബി. ഓക്കെ, സോ തന്നിരിക്കുന്നത് എന്താണ്? അതായത് ശരിക്കും എന്തായിരുന്നു അറിയോ? ഇത് എയും ഇത് ബിയും ആയിരുന്നു കേട്ടോ. ഓക്കെ, അപ്പം ഹ്യൂമൻ ബ്ലാസ്റ്റോസിസ്റ്റിന്റെ ഡയഗ്രത്തില് ഓരോ ഭാഗങ്ങളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം ബ്ലാസ്റ്റോസിസ്റ്റിൽ ഒരു ഔട്ടർ മോസ്റ്റ് ലെയർ ഉണ്ട്, അല്ലെ? എന്തുണ്ട്? ഒരു ഔട്ടർ മോസ്റ്റ് ലെയർ ഉണ്ട്. ഈ ഔട്ടർ മോസ്റ്റ് ലെയറിനെ വിളിക്കുന്ന പേരാണ് ട്രോഫോബ്ലാസ്റ്റ്. എന്താണ് വിളിക്കുക? ട്രോഫോബ്ലാസ്റ്റ്. ഔട്ടർ മോസ്റ്റ് ലെയറിനെ വിളിക്കുന്ന പേരെന്താണ്? ട്രോഫോബ്ലാസ്റ്റ്. ശരിക്കും ട്രോഫോബ്ലാസ്റ്റ് ആണ് യൂട്രസിന്റെ എൻഡോമെട്രിയത്തിൽ ഇങ്ങനെ എംപഡ് ആയി പോകുന്നത്. അതായത് ട്രോഫോബ്ലാസ്റ്റ് ആണ് യൂട്രൈൻ ടിഷ്യൂസിൽ ഇങ്ങനെ എംബ്രിയോനെ ഉറപ്പിച്ചു നിർത്തുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഇതിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു കൂട്ടം സെൽസ് ഉണ്ട്, അല്ലെ? ഈ ഒരു കൂട്ടം സെൽസിനെ വിളിക്കുന്ന പേരാണ് ഇന്നർ സെൽ മാസ്. എന്താണ് വിളിക്കുക? ഇന്നർ സെൽ മാസ്. ഇറ്റ് ഈസ് കോൾഡ് ആസ് ഇന്നർ സെൽ മാസ്. ഓക്കെ, അപ്പൊ ഇന്നർ സെൽ മാസ് ആണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? എംബ്രിയോ ആയിട്ട് മാറുന്നത് കേട്ടോ. ഇന്നർ സെൽ മാസ് ആണ് എംബ്രിയോ ആയിട്ട് മാറുന്നത്. പിന്നെ ഈ ട്രോഫോബ്ലാസ്റ്റിൽ നിന്ന് വരുന്ന കൊറിയോണിക് വില്ലയും
ട്രോഫോബ്ലാസ്റ്റിൽ നിന്ന് വരുന്ന കൊറിയോണിക് വില്ലയും അതുപോലെ തന്നെ യൂട്രസിലെ ടിഷ്യൂസും കൂടി എന്തുണ്ടാക്കും? പ്ലാസെന്റ ഉണ്ടാക്കും. ഓക്കെ, ഇനി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല, ബട്ട് സ്റ്റിൽ ഇതിന്റെ ഉള്ളിലൊരു ഫ്ലൂയിഡ് ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ ബ്ലാസ്റ്റോസിസ്റ്റിന്റെ ഉള്ളിലൊരു ഫ്ലൂയിഡ് ഉണ്ട്, ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി. അതിനെ വിളിക്കുന്ന പേരാണ് ബ്ലാസ്റ്റോസീൽ. എന്താണ് വിളിക്കുക? ബ്ലാസ്റ്റോസീൽ. ഓക്കെ, അപ്പൊ ട്രോഫോബ്ലാസ്റ്റ്, ഇന്നർ സെൽ മാസ്, ബ്ലാസ്റ്റോസീൽ. ഓക്കെ, ട്രോഫോബ്ലാസ്റ്റ് ആണ് എൻഡോമെട്രിയത്തിനോട് ഇംപ്ലാന്റ് ആവുന്നത്. ഇന്നർ സെൽ മാസ് എംബ്രിയോ ആയിട്ട് മാറുന്നു, ജേർമലൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു. പിന്നെ ബ്ലാസ്റ്റോസീൽ ഉണ്ട്. T.H. Morgan selected Drosophila melanogaster as a suitable experimental organism. Mention any 2 reasons for selecting Drosophila as experimental organism. So, നമ്മുടെ സട്ടണും ബോവറിയും ആരൊക്കെയാ? സട്ടൺ ആൻഡ് ബോവറി. ഇവരെന്ത് തിയറി കൊണ്ടുവന്നു? ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് കൊണ്ടുവന്നു അല്ലെ? എന്താണ്? ക്രോമോസോമൽ തിയറി കൊണ്ടുവന്നു. ഈ തിയറിയിൽ ഇവർ എന്താ പറയുന്നത്? അനാഫേസിന്റെ സമയത്ത് ക്രോമസോംസ് സെഗ്രിഗേറ്റ് ചെയ്യുന്നു എന്നാണ് ഇവർ ഈ തിയറിയിൽ പറഞ്ഞിട്ടുള്ളത് അല്ലെ? അപ്പൊ ഇവർ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് എക്സ്പെരിമെന്റ് വേണ്ടേ? അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള എക്സ്പെരിമെന്റൽ പ്രൂഫ് കൊണ്ടുവന്നത് ആരാണ്? അത് നമ്മുടെ T.H. മോർഗനും അദ്ദേഹത്തിന്റെ കൊളീഗ്സും ആണ്. അപ്പൊ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് T.H. മോർഗൻ സെലക്ട് ചെയ്തത് ഫ്രൂട്ട് ഫ്ലൈനെയാണ്, അതായത് നമ്മുടെ ട്രോസോഫില മെലാനോഗാസ്റ്ററിനെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ ലോകത്ത് ഇത്രയധികം മില്യൺസ് ഓഫ് സ്പീഷീസ് ഉണ്ടായിട്ട് ഇവരെ സെലക്ട് ചെയ്തത് നമ്മുടെ പഴത്തിന്റെ ഒക്കെ മേലെ വന്നിരിക്കുന്ന കുഞ്ഞീച്ച ഫ്രൂട്ട് ഫ്ലൈനെയാണ് അല്ലെ, ഡ്രോസോഫില മെലാനോഗാസ്റ്റർ. എന്തുകൊണ്ടായിരിക്കും? വെറുതെ അല്ലല്ലോ, എന്തായാലും അവർക്ക് എന്തോ തലയിൽ ഓളുണ്ടായിട്ടാണല്ലോ അത് സെലക്ട് ചെയ്തത്. എന്താണ്? ഒന്ന്, ഡ്രോസോഫിലേന്റെ ലൈഫ് സ്പാൻ വളരെ കുറവാണ്. നമ്മളെപ്പോലെ 100 കൊല്ലം ഒന്നും ജീവിക്കില്ല. വെറും 2 ആഴ്ച മാത്രമേ ആർക്കുള്ളൂ? നമ്മുടെ ഡ്രോസോഫിലയ്ക്ക് ജീവിക്കാൻ പറ്റൂ. അതായത് ലൈഫ് സ്പാൻ ഇസ് ഓൺലി ഫോർ 2 വീക്സ്. പിന്നെ വളരെ സുഖമായിട്ട് ലബോറട്ടറിയിലെ ഒരു മീഡിയത്തിൽ നമുക്ക് ഇവരെ എന്ത് ചെയ്യാൻ പറ്റും? ഗ്രോ ചെയ്യിക്കാനായിട്ട് പറ്റും. അതായത് ലബോറട്ടറി കണ്ടീഷനിൽ സ്യൂട്ടബിൾ മീഡിയത്തിൽ നമുക്ക് ഡ്രോസോഫിലേനെ ഗ്രോ ചെയ്യാൻ പറ്റും. പിന്നെ ഒരൊറ്റ മീറ്റിങ്ങിൽ ഇഷ്ടം പോലെ പ്രോജനീസിന് ഇവരുണ്ടാക്കും. ഒരൊറ്റ മീറ്റിങ്ങിൽ കുറേ കുഞ്ഞുങ്ങൾ, നമ്പർ ഓഫ് ഫ്ലൈസിനെയാണ് ഇവരുണ്ടാക്കുന്നത്. പിന്നെ മെയിലിനും ഫീമെയിലിനും കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? പറ്റും കേട്ടോ, മെയിലിനെയും ഫീമെയിലിനെയും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. അതായത് ഡ്രോസോഫില എന്ത് കാണിക്കുന്നുണ്ട്? സെക്ഷൽ ഡൈമോർഫിസം. ഓക്കെ, സെക്ഷൽ ഡൈമോർഫിസം കാണിക്കുന്നുണ്ട്. അതേപോലെ ഇപ്പൊ നമുക്ക് എത്ര ജോഡി ക്രോമസോംസ് ആണ് ഉള്ളത്? 23 പെയർസ് ഓഫ് ക്രോമസോംസ് ഉണ്ട് അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, 23 പെയർസ് ഓഫ് ക്രോമസോംസിൽ എത്ര ജീൻസ് ഉണ്ടാകും, എത്ര സീക്വൻസുകൾ ഉണ്ടാക്കും? അതൊക്കെ പഠിക്കാൻ ഭയങ്കര പാടല്ലേ? അപ്പം നമ്മൾ ഡ്രോസോഫിലനെ എടുത്തു. കാരണം ഡ്രോസോഫിലയിൽ വെറും 4 പെയർസ് ഓഫ് ക്രോമസോംസേ ഉള്ളൂ. ഓക്കെ, അതും 4 പെയർസിൽ തന്നെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഷേപ്പും സൈസും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പഠനം ഈസിയായി, എക്സ്പെരിമെന്റ് ഈസിയായി, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഇതുകൊണ്ടാണ് T.H. മോർഗനും അദ്ദേഹത്തിന്റെ കൊളീഗ്സും ഡ്രോസോഫില മെലാനോഗാസ്റ്ററിനെ എന്താക്കി തിരഞ്ഞെടുത്തിട്ടുള്ളത്? അതായത് എക്സ്പെരിമെന്റൽ ഓർഗാനിസം ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഡ്രോസോഫിലയ്ക്ക് വെറും ഭയങ്കര ഷോർട്ട് ലൈഫ് സ്പാനേ ഉള്ളൂ, വെറും 2 വീക്സേ ജീവിക്കുള്ളൂ. അതുപോലെ ലാബിൽ ഈസി ആയിട്ട് വളർത്താൻ പറ്റും. ഒരൊറ്റ മേറ്റിങ്ങിൽ കുറെ കുട്ടികളെ ഉണ്ടാക്കുന്നുണ്ട്. സെക്ഷൽ ഡൈമോർഫിസം കാണിക്കുന്നത് 4 പെയർസ് ഓഫ് ക്രോമസോംസേ ഉള്ളൂ. ഇത് 2 മാർക്കിനും 3 മാർക്കിനും ചോദ്യമായിട്ട് കാണാറുണ്ട് കേട്ടോ. Some bioactive molecules, their sources and their medical importance are given in the table below. Fill up the missing. ഓക്കെ, സോ നമ്മൾ ബയോആക്റ്റീവ് മോളിക്യൂൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് റിപ്പീറ്റ് ചെയ്ത ചോദ്യങ്ങൾ ചോദിച്ചു കാണാറ്. ഞാൻ പറഞ്ഞു എൻസൈംസിൽ നിന്ന്, അതേപോലെ തന്നെ ഓർഗാനിക് ആസിഡ്സിൽ നിന്ന്, ബയോആക്റ്റീവ് മോളിക്യൂൾസിൽ നിന്നാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരിക കേട്ടോ. അപ്പൊ ബയോആക്റ്റീവ് മോളിക്യൂളിന്റെ സോഴ്സ് എന്ന് പറയുന്നത് എന്താ? മൈക്രോബിന് ഇവിടെ തന്നിട്ടുണ്ട് സ്ട്രെപ്റ്റോകോക്കസ് അല്ലെ, സ്ട്രെപ്റ്റോകോക്കസ്. അപ്പൊ ഏതായിരിക്കും ബയോആക്റ്റീവ് മോളിക്യൂൾ? സ്ട്രെപ്റ്റോകൈനീസ്. എന്താണടാ? സ്ട്രെപ്റ്റോകൈനീസ്. ആക്ച്വലി സ്ട്രെപ്റ്റോകൈനീസിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് വെസലിലുള്ള ക്ലോട്ടിനെ റിമൂവ് ചെയ്യാം. ഇപ്പൊ ഈ മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഒക്കെ വന്നിട്ടുള്ള കുറെ പേഷ്യൻസ് ഉണ്ടാവും അല്ലെ, അവരുടെ രക്തക്കുഴലിന്റെ ഉള്ളിൽ രക്തം ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും. ആ രക്തക്കട്ട കാരണം ബ്ലഡിന്റെ ഫ്ലോ എന്താ? തടസ്സപ്പെട്ടു, ഒബ്സ്ട്രക്റ്റ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്ലോട്ടിനെ റിമൂവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യണം? എന്തെങ്കിലും ഒരു ക്ലോട്ട് ബസ്റ്റർ യൂസ് ചെയ്യണം. എന്ത് യൂസ് ചെയ്യണം? ക്ലോട്ട് ബസ്റ്റർ യൂസ് ചെയ്യണം. സോ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ക്ലോട്ട് ബസ്റ്റർ ആണ് സ്ട്രെപ്റ്റോകൈനീസ്. ഓക്കെ, സ്ട്രെപ്റ്റോകൈനീസ്. അടുത്തതാണ് സൈക്ലോസ്പോറിൻ എ. സൈക്ലോസ്പോറിൻ എ ഉണ്ടാക്കുന്നത് ട്രൈക്കോഡെർമ പോളിസ്പോറത്തിൽ നിന്നാണ് കേട്ടോ. എന്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്? ട്രൈക്കോഡെർമ പോളിസ്പോറം. ഓക്കെ, അതൊരു ഫംഗൽ സ്പീഷീസ് ആണ്. എന്താ ഇതിന്റെ ഇമ്പോർട്ടൻസ്? ഇതൊരു ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് ആണ്. എന്താ ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തി. അപ്പൊ നമ്മുടെ ശരീരത്തിന് സ്വന്തമല്ലാത്ത ഒരു അവയവത്തിനെയാണ് നമ്മൾ ശരീരത്തിലേക്ക് വെക്കുന്നത്. അപ്പം നമ്മളെ ബോഡിയിലത്തെ ഇമ്മ്യൂണിറ്റിനൊക്കെ അത് ഇഷ്ടപ്പെടില്ല.
അപ്പൊ ഈ വരുന്ന ഫോറിൻ ഏജന്റിനെതിരെ നമ്മളെ ഇമ്മ്യൂണിറ്റി പ്രവർത്തിക്കും. പക്ഷെ അത് നമുക്ക് പ്രശ്നമാണ് അല്ലേ? കാരണം നമ്മളെ ഇമ്മ്യൂണിറ്റി പാവം നമ്മളെ സഹായിക്കാനാണ് ശ്രമിക്കുന്നത്, പക്ഷെ ഇതൊരു ഉപദ്രവമായിട്ട് മാറുന്നുണ്ട്. കാരണം ഈ ഒരു അവയവം നമ്മൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ മരണപ്പെടും. നമുക്കത് എന്തായാലും ആവശ്യമുണ്ട് ആ ഓർഗൻ അല്ല, അത് നമ്മളെ ഇമ്മ്യൂണിറ്റിക്ക് അറിയില്ല എന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? നമ്മളെ ഇമ്മ്യൂണിറ്റിനെ നമ്മൾ സപ്രസ് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻസ് നമ്മൾ യൂസ് ചെയ്യും. അങ്ങനെ ഒരു ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് ആണ് സൈക്ലോസ്പോറിൻ എ. ഓക്കെ, ഇതിനെ ഉണ്ടാക്കുന്നത് ട്രൈക്കോഡർമ പോളിസ്പോറത്തിൽ നിന്നാണ്. അടുത്തതാണ് മൊണാസ്കസ് പെർപ്യൂരിയസിൽ നിന്ന് ഉണ്ടാക്കുന്ന ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിംഗ് ഏജന്റ്. നമ്മുടെ ബ്ലഡിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടാൻ ചാൻസ് ഉണ്ട്, കാരണം നമ്മൾ അങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കും. അപ്പൊ ഈ ബ്ലഡിലെ കൊളസ്ട്രോളിനെ എങ്ങനെ കുറയ്ക്കും? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൊണാസ്കസ് പെർപ്യൂരിയസ് ഉണ്ടാക്കിയ സ്റ്റാറ്റിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാറ്റിനെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആലോചിക്കുക എന്തൊക്കെയാണ്? സ്ട്രെപ്റ്റോകൈനീസ്, സ്ട്രെപ്റ്റോകോക്കസ്, ക്ലോഡ് ബസ്റ്റർ, സൈക്ലോസ്പോറിൻ എ, ട്രൈക്കോഡർമ പോളിസ്പോറം, ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ്, സ്റ്റാറ്റിൻ, മൊണാസ്കസ് പെർപ്യൂരിയസ്, ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിംഗ് ഏജന്റ്. സെറ്റ്? യെസ്. One of the salient features of genetic code is universal. Write any other two salient features of genetic code. Which is the initiator codon and name the amino acid it codes. അപ്പൊ ജനറ്റിക് കോഡിന്റെ സാലന്റ് ഫീച്ചേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ആദ്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവര് യൂണിവേഴ്സൽ എന്നുള്ളൊരു വാക്കാണ് അല്ലെ. യൂണിവേഴ്സൽ എന്താ യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാല്? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ യു എന്ന് പറയുന്ന ഒരു കോഡോൺ, ഇത് കോഡ് ചെയ്യുന്ന അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ ഫിനൈൽ അലിനാണ്. ഓക്കെ, ഫിനൈൽ അലിനാണ്. ഹ്യൂമൻ ബീങ്സിൽ യു കോഡ് ചെയ്യുന്നത് ഫിനൈൽ അലിനാണ് എന്ന് വെച്ചിട്ട് ബാക്ടീരിയക്ക് മാറുമോ? ബാക്ടീരിയക്ക് യു എന്ന് പറയുന്നത് വേറെ അമിനോ ആസിഡിനെയാണോ കോഡ് ചെയ്യുക? അല്ല കേട്ടോ. അതായത് ഏത് ഓർഗാനിസം ആയിക്കോട്ടെ, ഹ്യൂമൻ ബീങ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാക്ടീരിയ ആയിക്കോട്ടെ, ഒരു ട്രിപ്ലറ്റ് കോഡോൺ കോഡ് ചെയ്യുന്നത് സെയിം അമിനോ ആസിഡിനെ ആയിരിക്കും. ഓക്കെ, എന്തിനായിരിക്കും? സെയിം അമിനോ ആസിഡിനെ ആയിരിക്കും. അത് ഹ്യൂമൻ ബീങ്സിനായിക്കോട്ടെ, ബാക്ടീരിയയ്ക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് ഓർഗാനിസം ആയിക്കോട്ടെ, ഇറ്റ് വിൽ നോട്ട് ചേഞ്ച്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ എന്ന് പറയുന്നത്. ദിസ് ഈസ് യൂണിവേഴ്സൽ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഇതുപോലെ കുറെ എന്തുണ്ട്? സാലന്റ് ഫീച്ചേഴ്സ് ഉണ്ട് അല്ലെ, കുറെ സാലന്റ് ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, അടുത്തതാണ്. ഇപ്പം നമ്മളോട് രണ്ടെണ്ണം എഴുതാൻ പറഞ്ഞുള്ളൂ, പക്ഷെ ഞാൻ എല്ലാം പറഞ്ഞുതരാം. അൺആംബിഗ്വസ് നേച്ചർ. എന്താണ് അൺആംബിഗ്വസ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഇസ് അൺആംബിഗ്വസ്? അതായത് ഒരു കോഡോണ് ഒരു അമിനോ ആസിഡിനെ മാത്രമേ കോഡ് ചെയ്യുള്ളൂ. ഇപ്പൊ UGG, ഈ UGG എന്ന് പറയുന്നത് ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെയാണ് കോഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, UGG ട്രിപ്റ്റോഫാനെ മാത്രമേ കോഡ് ചെയ്യുള്ളൂ, അല്ലാതെ എന്തിനെ കോഡ് ചെയ്യില്ല? വാലിനെ കോഡ് ചെയ്യില്ല. ഓക്കെ, സോ ഒരു അമിനോ ആസിഡ് ഒരു കോഡോൺ ഒരു അമിനോ ആസിഡിനെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? കോഡ് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് വൺ ഇസ് ഡീജനറേറ്റ്. എന്താ ഡീജനറേറ്റ് എന്ന് പറഞ്ഞാല്? അതായത് ഇപ്പൊ യു അല്ലെ, യു ഈ യു കോഡ് ചെയ്യുന്നത് ഫിനൈൽ അലിനിനെയാണ്. ഓക്കെ, ഫിനൈൽ അലിനിനെയാണ്. ഇതുപോലെ തന്നെ മേ ബി വേറെയും കോഡോണിന് ഫിനൈൽ അലിനെ കോഡ് ചെയ്യാൻ പറ്റും. അതായത് ചില അമിനോ ആസിഡ്സിനെ ഒന്നിൽ കൂടുതൽ കോഡോണുകൾ കോഡ് ചെയ്യുന്നുണ്ട്. അതായത് ചില അമിനോ ആസിഡ്സിനെ ഒന്നിൽ കൂടുതൽ കോഡോൺ, അതായത് കോഡോൺ 1, കോഡോൺ 2, കോഡോൺ 3 എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? കോഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഡീജനറേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് കോമ ഫ്രീ. എന്താ കോമ ഫ്രീ എന്ന് പറഞ്ഞാൽ? നമ്മളെ കോഡുകളെ റീഡ് ചെയ്യുമ്പോഴേ, അതായത് ഗ്യാപ്പ് ഇല്ലാതെയാണ് നമ്മൾ റീഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ GGUAAUGUAA ഇങ്ങനെ എന്തില്ല? ഗ്യാപ്പ് ഇല്ലാതെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കോഡോണുകളെ റീഡ് ചെയ്യുന്നത്. പിന്നെ എപ്പോഴും കോഡോണുകൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്രിപ്ലറ്റ് അല്ലെ, 3 സീക്വൻസിൽ കൂടുന്നതാണ് ഒരു കോഡോൺ, ഒരു ട്രിപ്ലറ്റ് കോഡോൺ എന്ന് പറയുന്നത്. നമുക്ക് മൊത്തം 64 കോഡോൺസ് ആണുള്ളത് കേട്ടോ. 64 കോഡോൺസ് ആണുള്ളത്. അതിൽ 61 കോഡോണുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ 3 കോഡോണുകൾ എന്ത് ചെയ്യുന്നില്ല? അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യുന്നില്ല. ആ 3 കോഡോണുകളാണ് നമ്മുടെ സ്റ്റോപ്പ് കോഡോൺസ്. എന്താണ് സ്റ്റോപ്പ് കോഡോൺസ്? ഏതൊക്കെയാ സ്റ്റോപ്പ് കോഡോൺസ്? ഏതൊക്കെയാണ് നമ്മുടെ സ്റ്റോപ്പ് കോഡോൺസ്? UAA, UGA, UAG. ഓക്കെ, സെറ്റ് ആയല്ലോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ജനറ്റിക് കോഡിന്റെ സാലിയന്റ് ഫീച്ചേഴ്സ്. ഇനി മക്കളെ നോക്കിക്കേ, വിച്ച് ഇസ് ദ ഇനീഷ്യേറ്റർ കോഡോൺ? ഇനീഷ്യേറ്റർ കോഡോൺ എന്ന് പറയുന്നത് സ്പെസിഫിക് ആണല്ലേ. അതായത് നമ്മളെ സ്റ്റാർട്ട് കോഡോണിനെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതാണ് AUG. ഈ AUG സ്റ്റോപ്പ് കോഡോണിനെ പോലെയല്ല. സ്റ്റോപ്പ് കോഡോൺ ഒരു അമിനോ ആസിഡിനെയും കോഡ് ചെയ്യുന്നില്ല. പക്ഷേ സ്റ്റാർട്ട് കോഡോൺ ആയിട്ടുള്ള AUG എന്തിനെ കോഡ് ചെയ്യുന്നുണ്ട്? മെത്തിയോണിൻ. എന്തിനാണ്? മെത്തിയോണിനെ കോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മെത്തിയോണിനെ കോഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് ദ അമിനോ ആസിഡ്. വാട്ട് ആർ IUDs? നെയിം 1 കോപ്പർ റിലീസിംഗ് ആൻഡ് 1 ഹോർമോൺ റിലീസിംഗ് IUDs. എന്താണ് IUDs എന്ന് പറഞ്ഞാൽ? അതായത് ഒരു ചെറിയ പീസ് ഓഫ് പ്ലാസ്റ്റിക് ഡിവൈസ്, അതിനെയാണ് നമ്മൾ IUD എന്ന് പറയാം. ഓക്കെ, അതിന്റെ ഫുൾ ഫോം എന്താ? ആദ്യം
എന്നാലല്ലേ അതിലേക്ക് പോകാൻ പറ്റൂ. ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്, അതായത് ഒരു കുഞ്ഞു മെറ്റീരിയൽ, ഒരു കുഞ്ഞു പ്ലാസ്റ്റിക് ഡിവൈസ്. ആ ഡിവൈസിനെ നമ്മൾ എവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കും? നമ്മുടെ യൂട്രസിന്റെ അകത്ത്. സോ ഇൻട്രാ യൂട്ടറൈൻ അല്ലെ, ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് യൂട്രസിന്റെ അകത്ത് നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രഗ്നൻസി അങ്ങ് സ്റ്റോപ്പ് ചെയ്യും, അതായത് പ്രഗ്നൻസിനെ നമ്മൾ ഒഴിവാക്കും. സ്പേമും ഓവും മീറ്റ് ചെയ്യുന്നത് നമ്മൾ തടയും. ഓക്കെ, ഇത് പല ടൈപ്പ് ഉണ്ട് കേട്ടോ, 3 ടൈപ്പ് ഉണ്ട്. IUDs 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് നോൺ മെഡിക്കേറ്റഡ് IUDs. നോൺ മെഡിക്കേറ്റഡ് IUDs. നോൺ മെഡിക്കേറ്റഡ് IUDസിന്റെ എക്സാമ്പിൾ ആണ് ലിപ്സ് ലൂപ്പ്. എന്താണ് ലിപ്സ് ലൂപ്പ്? നെക്സ്റ്റ് വൺ കോപ്പർ റിലീസിങ് IUDs. കോപ്പർ റിലീസിങ് IUDs ആണ് കോപ്പർ T, കോപ്പർ 7, പിന്നെ മൾട്ടിലോഡ് 375. ഓക്കെ, എന്താണ് മൾട്ടിലോഡ് 375? നെക്സ്റ്റ് വൺ ഹോർമോൺ റിലീസിങ് IUDs. ഹോർമോൺ റിലീസിങ് IUDs എക്സാമ്പിൾ ആണ് പ്രൊജസ്റ്റസേർട്ട്. പിന്നെ ഇത് വരും LNG-20. എന്താണ് LNG-20? പ്രൊജസ്റ്റസേർട്ടും വരും, LNG-20 വരും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ 3 ടൈപ്പ് ഉണ്ട് കേട്ടോ. നോൺ മെഡിക്കേറ്റഡ്, ലിപ്സ് ലൂപ്പ്, കോപ്പർ റിലീസിങ്, കോപ്പർ T, കോപ്പർ 7, മൾട്ടിലോഡ് 375, ഹോർമോൺ റിലീസിങ്, പ്രൊജസ്റ്റസേർട്ടും LNG-20. ഓക്കെ, സോ ഞാൻ പറഞ്ഞു യൂട്രസിന്റെ അകത്ത് നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഡിവൈസസ് ആണെന്ന് പറഞ്ഞു. ഫോർ എക്സാമ്പിൾ കോപ്പർ T. അപ്പൊ കോപ്പർ T എന്ന് പറഞ്ഞത് ഇത്ര വലിപ്പം ഉണ്ടാവുള്ളൂ, T ഷേപ്പ് ആണ്, പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയ ഡിവൈസ് ആണെങ്കിലും കോപ്പർ എന്താ പറയാ വയർ നമുക്ക് ഇവിടെ ഇങ്ങനെ അതിന്റെ ആ ഒരു ടിപ്പിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ കോപ്പർ വയർ എന്തിനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും? കോപ്പർ അയോൺസിനെ റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോഴാണ് സെക്ഷൽ ഇന്റർകോഴ്സിലൂടെ അല്ലെ, അതായത് ഇൻസെമിനേഷൻ നടക്കുന്നത്, സ്പേം വരുന്നത്. ഈ സ്പേം ഇങ്ങനെ ഓടി വരും. ഓക്കെ, ഇവിടെയുള്ള ഓവത്തിന്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ടാണ് സ്പേം സ്പീഡിൽ സ്വിം ചെയ്യുന്നത്. പക്ഷെ അത് ആരും സമ്മതിക്കില്ല. യൂട്രസിൽ നിറയെ കോപ്പർ അയോൺസ് അവർ സമ്മതിക്കില്ല. കോപ്പർ അയോൺസ് എന്താ ചെയ്യുക? സ്പേമിന്റെ ഫെർട്ടിലൈസിങ് കപ്പാസിറ്റി ഇല്ലാണ്ടാക്കും. ഓക്കെ, ഫെർട്ടിലൈസിങ് കപ്പാസിറ്റി ഇല്ലാണ്ടാക്കും. അതുപോലെ തന്നെ അതിന്റെ മോട്ടിലിറ്റി ഇല്ലാതാക്കും. ഓക്കെ, മോട്ടിലിറ്റി ഇല്ലാതാക്കും. അപ്പൊ അതിനെന്താ ചെയ്യാൻ പറ്റില്ല? ഓവത്തിന്റെ അടുത്ത് എത്താൻ പറ്റില്ലല്ലോ. അതേപോലെ തന്നെ സ്പേമിനെ ഫാഗോസൈറ്റോസിസിലൂടെ നശിപ്പിച്ചു കളയും. വിഴുങ്ങി അങ്ങ് സ്പേംസിനെ നശിപ്പിക്കും. ഇതാണ് ഈ കോപ്പർ അയോൺസിന്റെ ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇതൊരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ആവുന്നതെന്ന് മനസ്സിലായല്ലോ. ഇത്രയേ ഉള്ളൂ. കംപ്ലീറ്റ് ദ ടേബിൾ യൂസിങ് അപ്രോപ്രിയേറ്റ് ടേംസ്. ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം, സ്റ്റെറൈൽ മെയിൽ. എന്താ കണ്ടീഷൻ? അതായത് 44A + XXY ആണ് കണ്ടീഷൻ. ഓക്കെ, അതായത് ഇറ്റ് ഈസ് ട്രൈസോമി ഓഫ് സെക്സ് ക്രോമസോം അല്ലെ. ട്രൈസോമി ഓഫ് സെക്സ് അല്ലെങ്കിൽ ട്രൈസോമി ഓഫ് എക്സ് ക്രോമസോം ആണ്. പൊതുവേ മെയിലിന് എങ്ങനെയാണ് വരേണ്ടത്? സെക്സ് ക്രോമസോംസ് XY അല്ലേ വരേണ്ടത്. പക്ഷെ ഇവിടെ ഒരു എക്സ്ട്രാ എക്സ് ക്രോമസോം കൂടി വന്നിട്ട് XXY കണ്ടീഷൻ ആകും. അപ്പൊ അങ്ങനെയുള്ള പുരുഷന്മാരെന്ന് പറയുന്നത് സ്റ്റിറൈൽ ആയിരിക്കും. അവർക്ക് മാസ്കുലിൻ ഡെവലപ്മെന്റും ഉണ്ടാകും, ഫെമിനൈൻ ഡെവലപ്മെന്റും ഉണ്ടാകും. അത് കൂടാതെ ബ്രസ്റ്റ് ഡെവലപ്പ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് ഗൈനക്കോമാസ്റ്റിയ. ഓക്കെ, പിന്നെ ഇവർ സ്റ്റിറൈൽ ആയിരിക്കും. ഇവർക്ക് സ്പേം ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പം ട്രൈസോമി ഓഫ് സെക്സ് ക്രോമസോം ആണ്. അതിന്റെ അർത്ഥം ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോംസ് 46 അല്ല 47 ആണ്. അടുത്തത് 44A + XO. ദിസ് ഇസ് സ്റ്റിറൈൽ ഫീമെയിൽ കണ്ടീഷൻ. സ്റ്റിറൈൽ ഫീമെയിൽ അല്ലെ, സ്റ്റിറൈൽ ഫീമെയിൽ. അപ്പൊ ഏതാ സിൻഡ്രോം? ടേണേഴ്സ് സിൻഡ്രോം. ഓക്കെ, ഇത് ശരിക്കും മോണോസോമി ഓഫ് എക്സ് ക്രോമസോം ആണ് കേട്ടോ. മോണോസോമി ഓഫ് എക്സ് ക്രോമസോം. സ്ത്രീകൾക്ക് പൊതുവെ XX കണ്ടീഷൻ അല്ലേ വരേണ്ടത്. പക്ഷെ ഒരു എക്സ് ഉണ്ടാവില്ല. അപ്പൊ എന്താവും? XO കണ്ടീഷൻ ആയിട്ട് മാറും. അപ്പം ഇവർക്കും മൊത്തം ഉണ്ടാവുന്നത് 46 അല്ല 45 ക്രോമസോംസ്. ഒരു ക്രോമസോം എന്ത് ചെയ്തു? ടോട്ടൽ സെറ്റിൽ നിന്ന് കുറഞ്ഞു. 45 ക്രോമസോംസേ ഉണ്ടാവുള്ളൂ. 44A + XO കണ്ടീഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് റുഡിമെന്ററി ഓവറീസ് ആയിരിക്കും. ഓവം ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അവർ സ്റ്റിറൈൽ ആയിരിക്കും. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഇവർക്കുണ്ട് കേട്ടോ. പിന്നെ അടുത്തതാണ് ട്രൈസോമി 21. അതായത് 21ാമത്തെ ജോഡി ക്രോമസോമിൽ ഒരു എക്സ്ട്രാ ക്രോമസോം വന്നിരിക്കുക. ഓക്കെ, യെസ്, ദാറ്റ് ഈസ് ഡൗൺ സിൻഡ്രോം. അപ്പൊ കണ്ടീഷൻ എങ്ങനെയാണ് വരിക ശരിക്കും? അതായത് 45A + XX or XY. അതായത് 21ാമത്തെ ജോഡി ഓട്ടോസോമിലെ ഒരു എക്സ്ട്രാ ക്രോമസോം വന്നിരിക്കുന്നതാണ് അല്ലെ. അപ്പം മൊത്തം 45 ഓട്ടോസോംസ് ഉണ്ടാവും. അപ്പൊ ഇവർക്കും ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോംസ് എന്ന് പറയുന്നത് 47 ആണ്. ട്രൈസോമി അല്ലേ കണ്ടീഷൻ. ഓക്കെ, യെസ്. സോ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് എന്താ പറയുക, മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ടാകും, കൺജനറ്റൽ ഹാർട്ട് ഡിസീസ് ഉണ്ടാകും, ഫറോഡ് ടങ് ആയിരിക്കും, വായ പകുതി ഇങ്ങനെ ഓപ്പൺ ആയിരിക്കും, ബ്രോഡ് പാംസ് ആയിരിക്കും. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഓക്കെ, സെറ്റ്. യെസ്, ക്രോമസോമൽ ഡിസോർഡേഴ്സിലാണ് കേട്ടോ നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്. അത് മാത്രമല്ല അന്യൂപ്ലോയിഡിലാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്.
Incomplete dominance is an example for deviation from Mendelian inheritance. Illustrate with example. അപ്പോൾ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് മെന്റേലിയൻ ഇൻഹെറിറ്റൻസിൽ നിന്നുള്ളൊരു ഡീവിയേഷൻ ആണെന്ന് നമ്മൾ പഠിച്ചു. എന്താ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് എന്ന് പറഞ്ഞാൽ? 2 എലീൽസിൽ ഒരു എലീല് മറ്റൊരു എലീലിന് ഡൊമിനന്റ് ആവണം. അതായത് ഒരു എലീല് കംപ്ലീറ്റ് ആയിട്ട് മറ്റൊരു എലീലിനെ അടിച്ചമർത്തണം. എന്നിട്ട് ഇയാളാണ് എന്താവേണ്ടത്? എക്സ്പ്രസ് ആവേണ്ടത് അല്ലേ? അതാണല്ലോ നമ്മൾ മെന്റൽ പറഞ്ഞേ. ടോളും ഡ്വാർഫും ആണെങ്കിൽ ടോളാണ് എക്സ്പ്രസ്ഡ് ആവുന്നത്. അതാണ് ഡൊമിനന്റ് എലീല്. പക്ഷെ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് എന്ന് പറഞ്ഞാൽ 2 ക്യാരക്ടറും ഒരുമിച്ച് 2 ക്യാരക്ടറിൽ ഒരു ക്യാരക്ടർ എന്ത് ചെയ്യുന്നില്ല, മറ്റൊരാളെ എന്താ പറയുക, കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് സപ്രസ് ചെയ്യുന്നില്ല. ഒരാൾ കംപ്ലീറ്റ് ആയിട്ട് ഡൊമിനന്റ് ആവുന്നില്ല. 2 പേരും ഇങ്ങനെ പാർഷ്യലി എന്ത് ചെയ്യുക, എക്സ്പ്രസ്ഡ് ആയിട്ട് നിൽക്കുക, പകുതി എക്സ്പ്രസ്ഡ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് എന്ന് പറയുമ്പോൾ. അപ്പം ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സ്പെരിമെന്റിലൂടെ പ്രൂവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് നമ്മളെ സ്നാപ് ഡ്രാഗൺ ആണ്. ഓക്കെ, സ്നാപ് ഡ്രാഗണിന്റെ ഫ്ലവർ കളറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ക്രോസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പാരന്റ്സ് ആയിട്ട് റെഡ് ഫ്ലവറും അതുപോലെ തന്നെ വൈറ്റ് ഫ്ലവറിനും എടുത്തു. റെഡ് എന്ന് പറയുമ്പോൾ ഡൊമിനന്റ് കണ്ടീഷൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ട്രൂ ബ്രീഡിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ എടുക്കുന്നത്. അതായത് ഹോമോസൈഗസ് കണ്ടീഷൻ RR × RR, R × R. സോ നമുക്ക് ക്യാപിറ്റൽ R സ്മോൾ R ആണ് F1 ജനറേഷനിൽ കിട്ടുക. ഈ ക്യാപിറ്റൽ R സ്മോൾ R വന്നപ്പോഴേ, അതായത് ഹെട്രോസൈഗസ് കണ്ടീഷൻ വന്നപ്പം പിങ്ക് ഫ്ലവേഴ്സിനെയാണ് നമുക്ക് കിട്ടിയത്. അതായത് റെഡും അല്ല വൈറ്റും അല്ല. റെഡ് ആയിരുന്നു വരാൻ നമ്മൾ ഉദ്ദേശിച്ചത്, പക്ഷെ നമുക്ക് കിട്ടിയത് പിങ്ക് ഫ്ലവേഴ്സിനെയാണ്. ഓക്കെ, അത് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് അല്ലേ. ഇനി F2 എങ്ങനെയാണ് കാണുക? F1 × F1 ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. F1 × F1 എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ R സ്മോൾ R × ക്യാപിറ്റൽ R സ്മോൾ R. പിങ്കിനെ പിങ്ക് വെച്ചിട്ട് നമ്മൾ സെൽഫ് പോളിനേറ്റ് ചെയ്യും. ഇതെന്താണ്? സെൽഫ് പോളിനേഷൻ, സെൽഫിംഗ് ആണ് ചെയ്യുന്നത്. ഓക്കെ, നോക്കിക്കടാ. ഓക്കെ, ക്യാപിറ്റൽ R ക്യാപിറ്റൽ R, ക്യാപിറ്റൽ R സ്മോൾ R, ക്യാപിറ്റൽ R സ്മോൾ R സ്മോൾ R സ്മോൾ R. ക്യാപിറ്റൽ R വന്നാൽ റെഡ് ആണ്. ക്യാപിറ്റൽ R സ്മോൾ R വന്നാൽ പിങ്ക് ആണ്. അപ്പൊ ഇവിടെയും പിങ്ക്, ഇവിടെയും പിങ്ക്. സ്മോൾ R വന്നാലോ, ദാറ്റ് ഈസ് വൈറ്റ്. ഇതെന്താണ്? വൈറ്റ് ആണ്. അപ്പൊ നമുക്ക് 2 റെഡ് കിട്ടി അല്ലെ? അതേപോലെ തന്നെ, സോറി 2 അല്ലടാ, 1 അല്ലേ? അതേപോലെ 2 പിങ്ക് കിട്ടി, 1 വൈറ്റ് കിട്ടി. ഓക്കെ, സോ നിങ്ങൾ നോക്കിക്കേ, ഫീനോട്ടിപ്പിക് റേഷ്യോ എങ്ങനെയാ വരുന്നത്? ഫീനോട്ടിപ്പിക് റേഷ്യോ 1 റെഡ് ഈസ് ടു 2 പിങ്ക് ഈസ് ടു 1 വൈറ്റ്. ജീനോട്ടിപ്പിക് റേഷ്യോ എങ്ങനെയാ വരുന്നത്? 1 ക്യാപിറ്റൽ R is equal to 2 ക്യാപിറ്റൽ R സ്മോൾ R is equal to 1 സ്മോൾ R. So phenotypic and genotypic ratio both are same. 1:2:1. കണ്ടില്ലേ? ഇതാണ് നമ്മുടെ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്. ഓക്കെ, അപ്പൊ സ്നാപ് ഡ്രാഗൺ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം, 4 o'clock പ്ലാന്റ് വെച്ചിട്ട് ചെയ്യാം. അങ്ങനെ ഏതെങ്കിലും ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് കാണിക്കുക. കോമൺ ആയിട്ട് റെഡ് വൈറ്റ് പിങ്ക് ഇത് തന്നെയാണ് നമ്മൾ ചെയ്യാറുള്ളത് കേട്ടോ. ഇത് കൂടാതെ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് നിങ്ങൾ പഠിക്കണം. അതായത് ഇപ്പൊ മൾട്ടിപ്പിൾ എലീലിസം, നമ്മളെ ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം അല്ലെ. അതേപോലെ തന്നെ എന്തായിരുന്നു കോഡോമിനൻസ് എന്ന് പറഞ്ഞാൽ എന്താ? 2 അലീലുകളും ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യുക, ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുക, ഒരുമിച്ച് എക്സ്പ്രസ്ഡ് ആവുക. AB ബ്ലഡ് ഗ്രൂപ്പ് അതും നിങ്ങൾ പഠിക്കണം കേട്ടോ. അതും ക്രോസ് ആയിട്ട് ചോദിക്കാറുണ്ട്. The graph shown below shows the level of LH and FSH at various stages of menstrual cycle. Name the source of LH and FSH. Okay, അപ്പോൾ ഈ ഗ്രാഫ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ മെൻസ്ട്രൽ സൈക്കിളിന്റെ കൂടെ തന്നെ ഗ്രാഫ് തന്നിട്ടുണ്ട്. അതിൽ 2 ഹോർമോൺസിന്റെ കേസസ് അവർ പറയുന്നുണ്ട്. ഒന്ന് ഒവേറിയൻ ഹോർമോൺസിന്റെ കേസും പിന്നെന്താണ് പറയുന്നത്, ഒരു ഹോർമോണും കൂടി ഉണ്ടല്ലോ, യെസ്, അതായത് നമ്മളെ പിറ്റ്യൂട്ടറി ഹോർമോൺസിന്റെ കേസും പറയുന്നുണ്ട്. ഒവേറിയൻ ഹോർമോൺസ് ആണ് ഈസ്ട്രോജനും പ്രൊജസ്റ്ററോണും, പിറ്റ്യൂട്ടറി ഹോർമോൺസ് ആണ് LH-ഉം FSH-ഉം. അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ, നെയിം ദ സോഴ്സ് ഓഫ് LH ആൻഡ് FSH. LH-ഉം FSH-ഉം എന്തിന്റെ സോഴ്സാ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് റിലീസ് ചെയ്യുന്ന ഹോർമോൺ ആണ് കേട്ടോ. LH എന്ന് പറഞ്ഞാൽ എന്താ? ല്യൂട്ടിനൈസിങ് ഹോർമോൺ. FSH എന്താണ്? ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഓക്കെ, അപ്പൊ LH ല്യൂട്ടിനൈസിങ് ഹോർമോൺ, FSH ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. നോക്കിക്കേ, LHന്റെ ലെവല് നമ്മളെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ഏകദേശം ഒരു മിഡിലിൽ എത്തുമ്പം എന്ത് ചെയ്യും? പീക്കിൽ പോകും. ഇവർ മിഡിലിന് ഉദ്ദേശിക്കുന്നത് ഏകദേശം ഒരു 14ാമത്തെ ദിവസം എത്തുമ്പോഴൊക്കെ LH ഭയങ്കര പീക്കിൽ പോയിട്ടുണ്ടാകും. ആൻഡ് 14ാമത്തെ ദിവസം എന്ത് സംഭവിക്കും? ഓവുലേഷൻ സംഭവിക്കും.
ഓക്കെ, എന്താണ് ഓവുലേഷൻ സംഭവിക്കുന്നു, അതായത് ഓവത്തിനെ റിലീസ് ചെയ്യുന്ന സമയമാണ്. സോ ഈ ഒരു ഫിനോമിനെ വിളിക്കുന്ന പേരാണ് LH സർജ്. എന്താണ് വിളിക്കുക? LH സർജ്. അതായത് ഒരു ഏകദേശം ഒരു 14ാമത്തെ ദിവസമൊക്കെ എത്തുമ്പോഴേക്ക്, മെൻസ്ട്രൽ സൈക്കിളിന്റെ ഒരു പകുതിയൊക്കെ എത്തുമ്പോഴേക്ക് LH മാക്സിമം ലെവലിൽ പോയിട്ടുണ്ടാകും. അതാണ് LH സർജ്. LH വന്നിട്ട് ആരെങ്ങനെ വെറുപ്പിക്കും? നമ്മുടെ ഗ്രാഫിയൻ ഫോളിക്കിളിനെ വെറുപ്പിക്കും. അപ്പൊ ഗ്രാഫിയൻ ഫോളിക്കിൾ അങ്ങോട്ട് പൊട്ടും, റപ്ചർ ചെയ്തിട്ട് എന്തിനെ റിലീസ് ചെയ്യും? ഓവത്തിനെ റിലീസ് ചെയ്യും. ദാറ്റ് ഈസ് ഓവുലേഷൻ. നോട്ട് ദ ഫംഗ്ഷൻ ഓഫ് LH ഇൻ മെയിൽസ്. മെയിൽസിൽ LHന്റെ ഫംഗ്ഷൻ എന്താ? LH നമ്മളെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് ഓടി വരും. ഓക്കെ, എന്നിട്ട് ലേഡിക് സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ലേഡിക് സെൽസ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇന്റർസ്റ്റീഷ്യൽ സെൽസ്. ഇത് എവിടെ കാണുന്ന സെൽസ് ആണ്? സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ പുറമെ ഇങ്ങനെ കാണുന്ന സെൽസ് ആണ് ലേഡിക് സെൽസ് അല്ലെങ്കിൽ ഇന്റർസ്റ്റീഷ്യൽ സെൽസ്. അവരെ സ്റ്റിമുലേറ്റ് ചെയ്യും. അങ്ങനെ ലേഡിക് സെൽസ് എന്തിനെ റിലീസ് ചെയ്യും? ആൻഡ്രോജൻസിനെ റിലീസ് ചെയ്യും. എസ്പെഷ്യലി ടെസ്റ്റോസ്റ്റിറോണിനെ റിലീസ് ചെയ്യും. ഓക്കെ, അപ്പൊ LH ലേഡിക് സെൽസ്, ആൻഡ്രോജൻസ് ദാറ്റ് ഇസ് ടെസ്റ്റോസ്റ്റിറോണിനെ റിലീസ് ചെയ്യും. ഓക്കെ, സെറ്റ് ആയല്ലോ? യെസ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനെ നമുക്ക് ഇതേ നോക്കാനുള്ളൂ അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണോടാ? അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ലാക്ടോസ് കാറ്റബോളിസം ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ ഇൻ E. coli is given below. Identify P. Write the enzymes produced by the structural gene ZYA. Draw the diagram in the presence of inducer. അതിന്റെ മുന്നേ എനിക്ക് ചെറിയൊരു കാര്യം ഇവിടെ നോക്കാനുണ്ട്. ഓക്കെ, ഓൾ സെറ്റ് ആണ്. ഓക്കെ, സോ ഐഡന്റിഫൈ P. അപ്പൊ നമ്മൾ ഇത് പഠിക്കുന്നത് എവിടെയാ? നമ്മുടെ ലാക് ഓപ്പറോണിലാണ് ഇത് പഠിക്കുന്നത് അല്ലെ. എന്താണ്? ലാക് ഓപ്പറോണിലാണ് നമ്മളിത് പഠിക്കുന്നത്. അതായത് ഇപ്പൊ മീഡിയത്തിൽ ഗ്ലൂക്കോസ് ഇല്ല വിചാരിക്കും, പക്ഷെ മീഡിയത്തിൽ എന്തുണ്ട്? ലാക്ടോസ് ഉണ്ട്. അപ്പൊ നമ്മൾ E. coli ലാക്ടോസിന്റെ മീഡിയത്തിലുണ്ട്. അപ്പം E. coliക്ക് ലാക്ടോസിനെ യൂട്ടിലൈസ് ചെയ്തിട്ട് അതിനെ മെറ്റബിലൈസ് ചെയ്തിട്ട് എനർജി ഉണ്ടാക്കണം അല്ലെ. എനർജി ഉണ്ടാക്കണം, അവർക്ക് ജീവിച്ചു പോണ്ടേ. യെസ്. അപ്പം ഇവർക്ക് ലാക്ടോസിനെ ഉപയോഗിക്കണമെങ്കിൽ, മെറ്റബോളിസം ഒക്കെ നടത്തണമെങ്കിൽ, അപ്ടേക്ക് യൂട്ടിലൈസേഷൻ ഒക്കെ നടക്കണമെങ്കിൽ അവിടെ കുറച്ച് എൻസൈംസിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഈ എൻസൈംസിനെ ഉണ്ടാക്കാനുള്ള ജീൻസ് ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ഒക്കെ നടത്തിയാലേ ഈ ഒരു കാര്യം മീൻസ് നടത്തിയാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? എൻസൈംസ് ഉണ്ടാവുന്നുള്ളൂ, ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ? ലാക്ടോസിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ അല്ലെ. അത് നമ്മൾ ലാക് ഓപ്പറോണിലൂടെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം ഇവിടെ തന്നിരിക്കുന്ന ആൾക്കാർ ഏതൊക്കെയാണടാ? ഇവിടെ പ്രൊമോട്ടർ ഉണ്ട്, ഇവിടെ ഓപ്പറേറ്റർ ഉണ്ട്, പിന്നെന്താ? 3 സ്ട്രക്ചറൽ ജീൻസ് ഉണ്ട്. ഏതൊക്കെയാ? Z, Y, A. Z ഉണ്ടാക്കുന്ന എൻസൈം, Y ഉണ്ടാക്കുന്ന എൻസൈം, A ഉണ്ടാക്കുന്ന എൻസൈംസ് ഏതൊക്കെയാണ്? ആദ്യം P എന്താന്ന് ചോദിച്ചു. P എന്താ? P പ്രൊമോട്ടർ ആണ് അല്ലെ. P എന്താണ്? പ്രൊമോട്ടർ ആണ്. അതായത് നമ്മുടെ ഇവിടെ എന്തുണ്ടാകും? RNA പോളിമറൈസ് എൻസൈം ഉണ്ടാവും അല്ലെ. ഈ RNA പോളിമറൈസ് എന്താ ചെയ്യേണ്ടത്? പ്രൊമോട്ടറുമായിട്ട് വന്ന് ബൈൻഡ് ചെയ്യണം. പ്രൊമോട്ടർ റീജിയനുമായിട്ട് വന്നിട്ട് ബൈൻഡ് ചെയ്യണം അല്ലെ. എന്നാലേ നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നുള്ളൂ? ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നുള്ളൂ, അത് കഴിഞ്ഞിട്ട് ട്രാൻസ്ലേഷൻ നടക്കുന്നുള്ളൂ, എന്നിട്ട് ഈ എൻസൈംസ് ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ, ഇനി Z എന്ന് പറയുന്ന സ്ട്രക്ചറൽ ജീന് ഉണ്ടാക്കുന്നത് ഏത് എൻസൈമിനെയാ? ബീറ്റ ഗാലക്ടോസിഡേസ്. ഏത് എൻസൈമാണ്? ബീറ്റ ഗാലക്ടോസിഡേസ്. ഓക്കെ, ബീറ്റ ഗാലക്ടോസിഡേസിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ലാക്ടോസിനെ അവർ ഹൈഡ്രലൈസ് ചെയ്തിട്ട് ഗ്ലൂക്കോസും ഗാലക്ടോസും ഉണ്ടാക്കും. പിന്നെ Y ജീൻ, Y എന്ന് പറയുന്ന സ്ട്രക്ചറൽ ജീൻ ഉണ്ടാക്കുന്നത് പെർമിയേസ് എന്ന് പറയുന്ന എൻസൈമാണ്. അതിന് വേണ്ടിയിട്ടാണ് Y ജീൻ കോഡ് ചെയ്യുന്നത്. ഇതെന്തിനാന്ന് വെച്ചാൽ ലാക്ടോസ് എന്ത് ചെയ്യണം? സെല്ലിന്റെ ഉള്ളിലേക്ക് എത്തണം. സോ പെർമിയബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് പെർമിയേസ് ഉള്ളത്. എ ജീൻ കോഡ് ചെയ്യുന്നത് ട്രാൻസ് എസറ്റൈലേസ് എന്ന് പറയുന്ന എൻസൈമിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്താണ്? ട്രാൻസ് എസറ്റൈലേസ് എന്ന് പറയുന്ന എൻസൈമിന് വേണ്ടിയിട്ടാണ് എ ജീൻ കോഡ് ചെയ്യുന്നത്. അപ്പൊ ഈ തന്നിരിക്കുന്ന ഡയഗ്രാം നിങ്ങൾ നോക്കിക്കേ. ഇൻ ദ പ്രസൻസ് ആണോ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ ആണോ? എന്താണ്? ഇറ്റ് ഈസ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ. ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ. ഓക്കെ, അപ്പൊ ഇൻഡ്യൂസർ ആരാ? ലാക്ടോസ് ആണ്. ഇൻ കേസ് ആ മീഡിയത്തിൽ ലാക്ടോസ് ഇല്ലാന്ന് വിചാരിക്കും, അപ്പൊ തന്നെ നമ്മുടെ റിപ്രസർ ജീൻ എന്തുണ്ടാക്കിയിട്ടുണ്ടാകും? റിപ്രസർ ജീൻ അല്ലെ, ഐ ജീൻ അല്ലെങ്കിൽ റിപ്രസർ ജീൻ എന്തിനെ ഉണ്ടാക്കിയിട്ടുണ്ടാവും? റിപ്രസർ പ്രോട്ടീൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഈ റിപ്രസർ പ്രോട്ടീൻ നേരെ വന്നിട്ട് നമ്മുടെ ഓപ്പറേറ്ററുമായിട്ട് ബൈൻഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ RNA പോളിമറൈസിന് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രൊമോട്ടറുമായിട്ട് വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ZYA സ്ട്രക്ചറൽ ജീൻസിന് ട്രാൻസ്ക്രിപ്ഷൻ നടക്കില്ല, mRNA ഉണ്ടാവില്ല, ട്രാൻസ്ലേഷൻ നടക്കില്ല, ഇവരുണ്ടാക്കേണ്ട എൻസൈംസ് ഒന്നും ഉണ്ടാവുന്നില്ല. സോ ഇവിടെ ഈ റിപ്രസർ പ്രോട്ടീന് എന്താ പറയാ, ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മെക്കാനിസത്തിനെ സ്വിച്ച് ഓഫ് ചെയ്തതാ. സോ ദിസ് ഇസ് സ്വിച്ച് ഓഫ് മെക്കാനിസം. ഇത് സ്വിച്ച് ഓഫ് ആണ് കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ഡ്രോ ദ ഡയഗ്രാം ഇൻ ദ പ്രസൻസ് ഓഫ് ഇൻഡ്യൂസർ. ഇൻഡ്യൂസർ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻഡ്യൂസർ എന്ന് പറയുന്നത് ലാക്ടോസ് ആണ്. അപ്പൊ ലാക്ടോസ് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? മീഡിയത്തിൽ ലാക്ടോസ് ഉണ്ടെങ്കിൽ ഈ ലാക്ടോസ് എന്ത് ചെയ്യും? ഈ ഒരു റിപ്രസർ പ്രോട്ടീനുമായിട്ട് വന്ന് ബൈൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ റിപ്രസർ പ്രോട്ടീൻ അവിടെ അനങ്ങാൻ പറ്റില്ല അല്ലെ. അപ്പൊ സുഖമായി RNA പോളിമറൈസ് പ്രൊമോട്ടറുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. ZYA ജീനുകൾക്ക് ട്രാൻസ്ക്രിപ്ഷൻ നടക്കും, അവർ mRNA ഉണ്ടാക്കും,
ആൻഡ് അതിൽ നിന്ന് അവർ എൻസൈംസിനെ ഉണ്ടാക്കും. അതായത് ഈ 3 എൻസൈംസും ഇവിടെ ഉണ്ടാവും. സോ ഈസി ആയിട്ട് ഈ കൊളൈക്ക് ലാക്ടോസിന് അപ്ടേക്ക്, യൂട്ടിലൈസേഷൻ, മെറ്റബോളിസം നടത്താൻ പറ്റും. ഓക്കെ, ഇതാണ് ലാക്ടോപ്രോൺ. സെറ്റ് ആയല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണത്. The amino acid composition of the relevant portion of beta chain of 2 hemoglobin molecules are shown below. Which one of the polypeptide chain is abnormal? അപ്പോൾ നമ്മളെ ഹീമോഗ്ലോബിൻ ഉണ്ടാക്കിയിരിക്കുന്നത് 4 പോളിപെപ്റ്റൈഡ് ചെയിനെ കൊണ്ടാണ് അല്ലേ? 2 ആൽഫ ചെയിനും 2 ബീറ്റ ചെയിനും. അതിൽ ബീറ്റ ഗ്ലോബിൻ ചെയിനിന് എന്തെങ്കിലും അബ്നോർമാലിറ്റി വരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന ഒരു ജനറ്റിക് ഡിസോർഡർ ഉണ്ടാകുന്നത്. ഓക്കെ, ഒന്നുമില്ല, ബീറ്റാ ഗ്ലോബിൻ ചെയിനെ ഉണ്ടാക്കുന്ന ജീൻ ഉണ്ടാവില്ലേ? ബീറ്റാ ഗ്ലോബിൻ ചെയിനെ ഉണ്ടാക്കുന്ന ജീന്, ആ ജീനിന് മ്യൂട്ടേഷൻ സംഭവിക്കും. ഓക്കെ, അപ്പൊ ആ ജീന് ഈ ബീറ്റാ ഗ്ലോബിൻ ചെയിനെ അബ്നോർമലി ഉണ്ടാക്കും. അതായത് ഈ ബീറ്റാ ഗ്ലോബിൻ ചെയിൻ എങ്ങനെയാണോ ഉണ്ടാവേണ്ടത് പക്ഷെ അങ്ങനെ ഉണ്ടാവാതെ എന്തോ ഒരു മാറ്റം, അതാണ് അബ്നോർമാലിറ്റി ഇൻ ദ ബീറ്റാ ഗ്ലോബിൻ ചെയിൻ. അതാണ് എന്തുണ്ടാക്കുന്നത്? ഇങ്ങനെ ഉണ്ടാവുന്ന നമ്മൾ RBCനെയും ഹീമോഗ്ലോബിനെയും ഒക്കെ എന്ത് ചെയ്യും? ആ ഒരു ബൈകോൺകേവ് സ്ട്രക്ചറിൽ നിന്ന് വളച്ച് അതിനെ സിക്കിൾ ഷേപ്പിലേക്ക് ആക്കി മാറ്റും. കണ്ടോ, സിക്കിൾ ഷേപ്പിലേക്ക് ആക്കി മാറ്റും. അതാണ് സിക്കിൾ സെൽ അനീമിയ. അപ്പൊ ഇതിലേതാണ് അബ്നോർമാലിറ്റി ഉള്ളത്? പൊതുവെ ബീറ്റാ ഗ്ലോബിൻ ചെയിനിന്റെ അമിനോ ആസിഡ് സീക്വൻസ് ഇതാ ഇങ്ങനെയാണ് വരേണ്ടത്. പക്ഷെ എങ്ങനെ വന്നു? 6th പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം അല്ലെ, 6th പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം അവിടെ വാലിൻ വന്നിരിക്കും. ഇരിക്കേണ്ടടത്ത് ഇരിക്കേണ്ടവൻ ഇരുന്നിട്ടില്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്ന് ഇരിക്കുന്നു പറയല്ലേ? അതുപോലെ ഗ്ലൂട്ടാമിക് ആസിഡ് ഇരിക്കേണ്ട സ്ഥലത്ത് ആര് വന്നിരുന്നു? വാലിൻ വന്നിരുന്നു. അപ്പം ആ കംപ്ലീറ്റ് ചെയിനും അബ്നോർമലായി. അപ്പം നമ്മുടെ RBC വളയും ഹീമോഗ്ലോബിൻ വളയും സിക്കിൾ ഷേപ്പിലേക്ക് അവർ മാറും. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ് അബ്നോർമാലിറ്റി? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബീറ്റാ ഗ്ലോബിൻ ചെയിനെ ഉണ്ടാക്കേണ്ട ജീനിന് മ്യൂട്ടേഷൻ സംഭവിക്കുന്നു. സോ അബ്നോർമൽ ബീറ്റാ ഗ്ലോബിൻ ചെയിൻ ഉണ്ടാവുന്നു. 6th പൊസിഷനിൽ വാലിൻ വന്നിരിക്കും, ലൈക്ക് ഗ്ലൂട്ടാമിക് ആസിഡ് ഇരിക്കില്ല. വാട്ട് ഈസ് ദ എഫക്ട് ഓഫ് ദിസ് അബ്നോർമാലിറ്റി ഇൻ സച്ച് ഇൻഡിവിജ്വൽസ്? എന്താ പ്രശ്നം? എന്താ? അതായത് നമ്മൾ RBC ആൻഡ് ഹീമോഗ്ലോബിൻ ഇതുപോലെ ബൈകോൺകേവ് സ്ട്രക്ചറിലൊക്കെ ഡിസ്ക് ഷേപ്പിൽ ഉണ്ടെങ്കിൽ മാത്രമേ മാക്സിമം എന്തിനെ ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ? ഓക്സിജൻ മോളിക്യൂൾസിനെ ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ. ഓക്സിജൻ ബൈൻഡിങ് കപ്പാസിറ്റി ഇത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കൂടുതൽ. പക്ഷെ ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് അവർ അരിവാൾ രൂപത്തിലേക്ക് മാറിയാൽ ഓക്സിജൻ ബൈൻഡിങ് കപ്പാസിറ്റി കുറയുന്നു. ഓക്കെ, അപ്പം നമ്മുടെ ബോഡി നീഡിന് ആവശ്യമുള്ള ഓക്സിജൻ കിട്ടില്ല. രണ്ടാമത്തത്, അതായത് ബ്ലഡ് വെസൽസ് ഉണ്ടാവില്ലേ? ബ്ലഡ് വെസൽസ്, ഈ ബ്ലഡ് വെസൽസിലൂടെ ഇങ്ങനെ ബ്ലഡ് ഒഴുകുന്നു ആൻഡ് അതിന്റെ കൂടെ RBC ഒഴുകുന്നു. ഈ RBC ഫ്ലോ ചെയ്യുമ്പോൾ ഇങ്ങനെ വട്ടത്തിലുണ്ടെങ്കിലല്ലേ തട്ടിയിട്ടും മുട്ടിയിട്ടും ഒന്നും പ്രശ്നം ഉണ്ടാക്കാതെ, തട്ടാതെയും മുട്ടാതെയും ഇവർ സുഖമായിട്ട് എന്ത് ചെയ്യുന്നുള്ളൂ? ഫ്ലോ ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇവരിങ്ങനെ വളഞ്ഞിരിക്കുമ്പോൾ എന്താ പ്രശ്നടാ? എന്താ വളഞ്ഞിരിക്കുമ്പോഴുള്ള പ്രശ്നം? ഇവർ വളഞ്ഞിരിക്കുമ്പം എവിടെയെങ്കിലും പോയിട്ട് കെട്ടിക്കിടക്കും. അപ്പൊ അവിടെ ബ്ലഡിന്റെ ഫ്ലോ ബ്ലോക്ക് ആവും. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ എഫക്ട്. സെറ്റ് ആയല്ലോ? യെസ്, 2 is abnormal ആൻഡ് വാട്ട് ഈസ് ദ ഡിസോർഡർ ചോദിച്ചിട്ടുണ്ട്? സിക്കിൾ സെൽ അനീമിയ. ഓക്കെ, സോ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് ഒരു ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ ആണ് കേട്ടോ. ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ ആണ്. അതായത് ഹീമോഗ്ലോബിനില് ബീറ്റാ ഗ്ലോബിൻ ചെയിനിന് വരുന്ന മ്യൂട്ടേഷൻ ആണ് ഇതിന് കാരണം. യെസ്, കണ്ട ഓക്സിജൻ ബൈൻഡിങ് കപ്പാസിറ്റി കുറയുന്നു. അതേപോലെ തന്നെ എന്താ പറയുക, ബൈകോൺകേവ് ഷേപ്പുള്ള RBC നേരെ എന്താവും? സിക്കിൾ ഷേപ്പിലേക്ക് മാറുന്നു ആൻഡ് ബ്ലഡ് ഫ്ലോ ബ്ലോക്ക് ചെയ്യുന്നു. റൈറ്റ് ദ എഫക്ട് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ്സ് ഇൻ ഹ്യൂമൻ ബോഡി. ഏതൊക്കെ ഡ്രഗ്സാണ് തന്നിരിക്കുന്നത്? ഒപ്പിയോയിഡ്സ്, കാനബിനോയിഡ്സ്, കൊക്ക ആൽക്കലോയിഡ്സ് അല്ലേ? ഒപ്പിയോയിഡ്സിന്റെ എഫക്ട് എന്താണ്? ഒന്ന്, ഇതൊരു ഡിപ്രസന്റാ. ഡിപ്രസന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിപ്രഷൻ വന്നാൽ നമ്മൾ എങ്ങനെയാ ഉണ്ടാവുക? ആക്റ്റീവ് ആവുമോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ക്ഷീണിച്ചിരിക്കുമോ? നമ്മളെ ബോഡിയുടെ ഫങ്ഷൻസ് എല്ലാം കുഴഞ്ഞു മറിയും. എല്ലാ ബോഡി ഫങ്ഷൻസും ഇങ്ങനെ സ്ലോ ആവും. എന്തോ ഒരു ഇനാക്റ്റീവ് സ്റ്റേറ്റിലൂടെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലേ? സോ ഡിപ്രസന്റ് ആണ് ഒപ്പിയോയിഡ്സ്. ഓക്കെ, നമുക്ക് ഡിപ്രഷൻ തരുന്നത്, അതായത് നമ്മളെ എന്താ പറയുക, കംപ്ലീറ്റ് ബോഡി ആക്ടിവിറ്റീനെയും ഇങ്ങനെ തളർത്തുന്ന രീതിയിലുള്ളൊരു ഡ്രഗാണത്. നെക്സ്റ്റ് ആണ് കാനബിനോയിഡ്സ്. കാനബിനോയിഡ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ സെൻസുകളെയൊക്കെ അതെന്ത് ചെയ്യും? മാറ്റും. നമ്മളെ മൂഡ് തന്നെ മാറും. ഓക്കെ, നമ്മളെ ബോഡി മൂവ്മെന്റ്സ് ഒക്കെ മാറും. അതായത് നമ്മളിങ്ങനെ നടക്കുന്നതും ഇരിക്കുന്നതും ഒക്കെ എന്തോ രീതിയിലായിരിക്കും. അതാണ് കാനബിനോയിഡ്സിന്റെ ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ, ഇംപയർഡ് ബോഡി മൂവ്മെന്റ്. നെക്സ്റ്റ് ആണ് കൊക്ക ആൽക്കലോയിഡ്സ്. അപ്പോൾ കൊക്ക ആൽക്കലോയിഡ്സ് എന്ന് പറയുമ്പോഴേ ഭയങ്കര സുഖമാണെന്ന് നമുക്ക് തോന്നും. അതായത് നമുക്കൊരു എക്സ്ട്രീം ഫീലിംഗ് ഓർ പ്ലഷർ, ഫീലിംഗ് ഓഫ് യൂഫോറിയ, എന്തോ നമ്മൾ പറയില്ലേ, തിളക്കം മൂവിയിൽ നമ്മുടെ സലീം കുമാർ പറയുന്നില്ലേ, ഓൾ ആർ ലൈക്ക് ട്വിങ്ക്ലിംഗ് സ്റ്റാർസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്തോ ലോകത്തെത്തിയ പോലെയൊക്കെ ഉണ്ടാകും. ഭയങ്കര എനർജി ആയിരിക്കും. ഓക്കെ, പല ആൾക്കാരും ഈ ഒരു കൊക്ക ആൽക്കലോയിഡ്സ് ഉണ്ടാക്കിയ കൊക്കനും കാര്യങ്ങളൊക്കെ അടിക്കുമ്പോഴേ അവരെന്താണ് ഭയങ്കരമായിട്ട് പണിയെടുക്കും. അതായത് ഭയങ്കര എനർജി ആയിരിക്കും. പക്ഷെ അതും വളരെയധികം പ്രശ്നമുണ്ടാക്കും. ഓക്കെ,
സോ ഒപ്പിയോയിഡ്സ്, കാനബിനോയിഡ്സ്, കൊക്കാലിക്കോയിഡ്സ്. അപ്പൊ ഡ്രഗ്സിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് എന്താ പറയുക, പ്ലാന്റ്സിന്റെ പേര് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പം പ്ലാന്റ്സിന്റെ പേര് പഠിക്കുക, അതിന്റെ എഫക്റ്റ് പഠിക്കുക. അങ്ങനെ തന്നെ നിങ്ങൾ ഈ ഭാഗം പഠിക്കണം. ഇത് തന്നെ ചോദ്യമായിട്ട് ചോദിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഇപ്പം കാനബിനോയിഡ്സ് ഒക്കെ കാനബിസ് സറ്റൈവം എന്ന് പറയുന്ന പ്ലാന്റിൽ നിന്നാണ് അത് ഉണ്ടാക്കുന്നത്. ഓക്കെ, പിന്നെ ഒപ്പിയോയിഡ്സ് എനിക്ക് തോന്നുന്നു ഒപ്പിയം പോപ്പി അല്ലേ? യെസ്. അപ്പം അങ്ങനെ ഏതൊക്കെയാണോ നിങ്ങൾക്ക് പ്ലാന്റിന്റെ പേര് പഠിക്കാനുള്ളത് അതൊക്കെ പഠിക്കുക കേട്ടോ. സെറ്റായോ? ഓക്കെ, ഇനി ഒരു പുതിയ കാര്യമാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് കേട്ടോ. അതായത് ഒരു സർപ്രൈസ് VDPP, വേദാന്തു ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ്. അതായത് നമ്മൾ ഓരോ ദിവസവും ഏതൊക്കെ സെഷൻസ് ആണോ നിങ്ങൾക്ക് തരുന്നത് ആ സെഷൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഞങ്ങൾ എത്തിച്ചു തരുന്നതായിരിക്കും. അതെങ്ങനെയെന്ന് അറിയണ്ടേ? അതായത് ഞാൻ കമന്റ് ബോക്സിലും അതേപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിങ്കിൽ കയറുകയാണെങ്കിൽ നമ്മൾ ഇന്ന് എന്താണോ പഠിച്ചത് ആ ടോപ്പിക്കുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിൽ കിട്ടും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സെൽഫ് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഓരോ ദിവസത്തെ നമ്മുടെ കോൺസെപ്റ്റുകൾ ക്ലിയർ ആവുന്നുണ്ടോ, അല്ലെ, എനിക്കത് മനസ്സിലായിട്ടുണ്ടോ, ആ ക്വസ്റ്റ്യൻസ് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്നുകൂടി കണ്ടിട്ട് എന്ത് ചെയ്യാം, വീണ്ടും ആ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്ത് കറക്റ്റ് ആക്കാൻ പറ്റും അല്ലെ. അപ്പൊ ഇതിനു വേണ്ടിയിട്ട്, അതായത് നിങ്ങൾ ഡെയിലി പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ബുദ്ധിയിൽ ഇങ്ങനെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയ കാര്യമാണ് നമ്മുടെ VDPP, വേദാന്തു ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ്. സോ ഓരോ സെഷൻ കഴിയുമ്പോഴും നിങ്ങൾ മറക്കാതിരിക്കുക. അതായത് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് പിൻ ചെയ്തേക്കാം. ആ ലിങ്കിൽ കയറാൻ നമ്മൾ ഇന്ന് എന്താണോ പഠിച്ചത് അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുള്ളൂ. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക, ആൻസർ ചെയ്യുക, നിങ്ങൾ ശരിയാക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയോ, ടോപ്പിക് ക്ലിയർ ആയോ എന്നുള്ളത് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, വിലയിരുത്തുക കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം മറക്കാതെ എന്തായാലും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. യെസ്. അപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ എല്ലാ ചാപ്റ്റേഴ്സിലെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ബോട്ടണിയും സുവോളജി നിങ്ങൾക്ക് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോടാ മക്കളെ, ഈ നോട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് QR കോഡ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വേദാന്തു മലയാളം അടിച്ചാൽ മതി, നിങ്ങൾക്ക് ആ ഗ്രൂപ്പ് കിട്ടും. ജോയിൻ ചെയ്യാം കേട്ടോ. ഏട്ടാ മക്കളെ, എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത്? അതായത് നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് ഡെയിലി ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതായിരിക്കും. അതായത് ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ നിന്നുള്ള ഇഷ്ടംപോലെ സെഷൻസ് നമ്മൾ തരുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ സെഷൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഡെയിലി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോൾവ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രത്തോളം കണ്ടന്റ് നോളജ് കിട്ടി, നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് എത്രത്തോളം ക്ലിയർ ആയി എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഡെയിലി ബേസിസിൽ ഞങ്ങൾ എടുക്കുന്ന എല്ലാ സെഷൻസിന്റെയും നോട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വീക്ക്ലി ക്വിസും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വീക്ക്ലി ക്വിസ് ഒന്നും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല അല്ലെ. അതുകൊണ്ട് എന്തായാലും ജോയിൻ ചെയ്യണം. പിന്നെ വീക്ക്ലി ലൈവ് ഉണ്ട്. അതായത് ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ആഴ്ചയിൽ ഒരു തവണ എന്തായാലും ലൈവ് തരുന്നതായിരിക്കും. അതും ഓൾട്ടർനേറ്റീവ് ആയിട്ട്. അതായത് ഇപ്പം ഇന്ന് ലെറിൻ മാം ആണെങ്കിൽ അല്ലെ, ഈ ഒരു വീക്കിൽ ലെറിൻ മാം ആണെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ ഷിബില മാം, പിന്നെ അഞ്ജന മാം, പിന്നെ ഞാൻ, അതായത് അശ്വിനി മാം, ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഞങ്ങൾ മാറി ലൈവ് തരുന്നതായിരിക്കും. എവിടെയാണ്? ടെലഗ്രാം ഗ്രൂപ്പിൽ. ഓക്കെ, ആൻഡ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇഷ്ടംപോലെ അസൈൻമെന്റ്സും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഓഫേഴ്സ് നഷ്ടപ്പെടുത്താൻ പാടുണ്ടോ? നഷ്ടപ്പെടുത്താൻ പാടില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന് വേദാന്തു മലയാളം ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. ഓക്കെ, സോ QR കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളൊന്നും മിസ്സാവാതിരിക്കാൻ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യുന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ കൂടെ നിങ്ങൾ ഉണ്ടാവണം. ലൈക്ക് ചെയ്യുക, ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേ, എന്തായാലും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളെ കൂടെയുള്ള ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ, അവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോട് എന്ത് ചെയ്യാൻ പറയാ, എക്സാം പോണതിന്റെ മുന്നേ ഈ ക്വസ്റ്റൻസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോകാനായിട്ട് പറയാം കേട്ടോ. നിങ്ങൾ ലൈക്ക് ചെയ്യുക, അവരോട് ലൈക്ക് ചെയ്യാൻ പറയാം. ഓക്കേടാ മക്കൾ, അപ്പൊ നമ്മളിങ്ങനെ ലൈവായിട്ടും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിട്ടും അല്ലെ, എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ പേപ്പർ വേറെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വേറെ, പിന്നെന്താ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വേറെ, ഇങ്ങനെയൊക്കെ നമ്മൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പൊ നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അപ്പൊ വെറുതെ തിയറി മാത്രം പഠിച്ചിട്ട് എക്സാമിന് പോകരുത്. ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്തിട്ട് എക്സാമിന് പോകാന്നുള്ളത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഇതോടുകൂടി നിങ്ങൾക്ക് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നമ്മൾ തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സാമിന് പോകുന്നതിന്റെ മുന്നേ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. അപ്പം നിങ്ങൾക്ക് എക്സാമിന് വരാൻ പോകുന്ന ചോദ്യങ്ങളുടെ പാറ്റേൺ, എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അതെല്ലാം നിങ്ങൾ ചെയ്യുന്ന എനിക്കറിയാം. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ മാർക്ക് കിട്ടും. അപ്പം എന്തായാലും മാർക്ക് കിട്ടുമല്ലോ അല്ലെ, എന്തായാലും മാർക്ക് കിട്ടും. A+ അല്ല, ഫുൾ മാർക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടും. സോ എന്ത് ചെയ്യുക, കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതുക കേട്ടോ. കോൺഫിഡൻസ് പോയിട്ട് എല്ലാം പഠിച്ച് കൂട്ടിയിട്ടും കാര്യമില്ല. അതായത് നിങ്ങൾ എല്ലാം പഠിച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല.
അപ്പം നിങ്ങൾ എക്സാം എഴുതിയിട്ട് കാര്യമുണ്ടോ? അങ്ങനെ എക്സാം എഴുതിയിട്ടും കാര്യമില്ല കേട്ടോ. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക, ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇനി എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, ഒരു പേടിയും ഇല്ലാതെ ഫ്രീ ആയിട്ട് എക്സാം എഴുതുക, ടൈം മാനേജ് ചെയ്ത് എക്സാം എഴുതുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഞാൻ ഗ്യാരണ്ടിയാണ്. സോ ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാൻ. ടിൽ ദെൻ ടാറ്റാ.